സ്നാനമെന്ന വിഷയത്തെ ആസ്പദീകരിച്ചുകൊണ്ടുള്ള ഒരു സമഗ്ര നിരീക്ഷണമാണ് അനുവദിക്കപ്പെട്ട സമയപരിധിക്കകത്ത് നാം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതിനാധാരമായി നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായൊരു വേദഭാഗത്തിലേക്ക് പ്രവേശിക്കാം. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 16-ാമത് വാക്യം. മർക്കോസ് 16:16. ആരെങ്കിലും ഒരാൾ ശബ്ദമുയർത്തി വായിച്ചോ? മതി. വിശ്വസിക്കുക, സ്നാനമേൽക്കുക. അങ്ങനെ ചെയ്യുന്ന ഒരാൾ രക്ഷയിലേക്ക് വരും. നമ്മുടെ കർത്താവ് നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയൊരു സുഗമമായ പാതയാണ്. രക്ഷണ്യ ഗ്രൂപ്പിലേക്ക് വരേണ്ടതിന് ഒരുക്കിയിട്ടുള്ള ലളിതമായ, സുന്ദരമായ, അപ്പോൾ തന്നെ വളരെ ആധികാരികതയുള്ള, കർമ്മബന്ധിതമൊന്നുമല്ലാത്ത, മതങ്ങൾ മുൻപോട്ട് വയ്ക്കുന്ന ഏതെങ്കിലും കർമ്മകാണ്ഡങ്ങളൊന്നുമല്ലാത്ത വളരെ സുതാര്യമായ ഒരു മാർഗമാണ്. ഒന്ന്, വിശ്വസിക്കുക. പിന്നെന്ത് ചെയ്യണം? സ്നാനം. ഈ വാക്യത്തെ ആസ്പദീകരിച്ചുകൊണ്ട് സ്നാനം എന്ന വിഷയത്തെക്കുറിച്ച് ചില ആധികാരിക രേഖകൾ നമ്മുടെ വാത്സല്യ കുഞ്ഞുമക്കൾക്ക് വേണ്ടി, അപ്പോൾ തന്നെ മുതിർന്നവർക്ക് വേണ്ടിയൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്ന നല്ല അധ്യാപകൻ പൊരുൾ തിരിച്ചു തരേണ്ടതിന് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഇങ്ങനെ ഒരു ആത്മീക സമ്മേളനത്തിൽ നിങ്ങളോടൊപ്പമായിരിക്കുന്നതിന് വളരെ സന്തോഷമുണ്ട്. സകല മഹത്വവും സ്തുതിയും പുകഴ്ചയും ആരാധനയും സ്തോത്രവും സർവകൃപാലുവായ പരിശുദ്ധ തൃത്വത്തിന് മുൻപാകെ ഞാൻ ആദരവോടെ അർപ്പണം ചെയ്യുകയാണ്. എൻ്റെ ആത്മസ്നേഹിതനാണ് അഭിഷിക്തനായ പാസ്റ്റർ. അദ്ദേഹത്തോട് ഒരുമിച്ച് താൻ ശുശ്രൂഷിക്കുന്ന ഈ ചർച്ചിൻ്റെ വേദിയിലായിരിക്കാൻ കഴിയുന്നതിൽ സന്തോഷം. പമ്പാക്കുട ഡിസ്ട്രിക്റ്റിൻ്റെ കൺവെൻഷനും മറ്റുതര യോഗങ്ങൾക്കൊക്കെ വരാൻ അവസരമുണ്ടായിട്ടുണ്ട്. ഇവിടെ ഊരമനയിൽ ആദ്യമായിട്ടാണ്. സ്തോത്രം. അതിനുള്ള അവസരം കർത്താവ് നൽകി. ദൈവദാസൻ്റെ ഹൃദയത്തിൻ്റെ താല്പര്യം അതിന് ഉപകാരമായി. അദ്ദേഹത്തോട് സഭാജനങ്ങൾ എല്ലാവരോടുമുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പിതാക്കന്മാർ, മാതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, വാത്സല്യ കുഞ്ഞുമക്കൾ എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ കൊണ്ട് നമ്മെ ആരാധനയിലേക്ക് നയിച്ച വേർഷിപ്പ് ടീമിനെ ഓർക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരുമനയിലെ ചർച്ചിൽ 1-2 പ്രാവശ്യം വന്ന് എൻ്റെ മോൻ ടോം ഇവിടുത്തെ ചർച്ചിനെ കുറിച്ച്, ഇവിടുത്തെ ദൈവമക്കളെക്കുറിച്ചൊക്കെ വളരെ കാര്യമായിട്ട് വാചാലനായിട്ടുണ്ട്. സ്തോത്രം. അപ്പം ഇവിടെ നിന്ന് വന്നിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ആഗ്രഹം അധികം വൈകാതെ സാധ്യമായി. അതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. അനുവദിച്ച സമയം അത്രയും നമുക്ക് തിരുവചനത്തിൻ്റെ പഠനത്തിന്, രാത്രി യോഗങ്ങൾ അധികം നീട്ടുന്നത്, പ്രത്യേകിച്ച് ഈ മഴയുടെ കാലാവസ്ഥയൊക്കെ ഉള്ളത് കൊണ്ട് അധികം നീട്ടാൻ പാടില്ലല്ലോ. എങ്കിലും നമുക്ക് ആവശ്യമായ വിഷയത്തിൻ്റെ വിതരണം ദൈവാത്മാവ് നൽകേണ്ടതിന് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കും. ഉപവാസ പ്രാർത്ഥനയോടനുബന്ധിച്ചാണ് ഈ പ്രോഗ്രാം ഇങ്ങനെ സ്പെഷ്യലായിട്ട് നടത്തുന്നത് എന്നറിഞ്ഞതിൽ സന്തോഷം. അതുകൊണ്ട് ഉപവാസം, പ്രാർത്ഥന, ആരാധന, വചനധ്യാനം എന്നിത്യാദി വിഷയങ്ങളെല്ലാം കൂടി ഒരു കോർത്തിണക്കിക്കൊണ്ട് കുറിച്ചെടുത്ത് പഠിക്കാൻ ആദ്യം കുറേ ചിന്തകൾ ഞാൻ തരാം. 1, 2, 3, 4 ചിന്തകൾ. കുഞ്ഞുങ്ങളൊക്കെ അത് ഓർത്ത് അതിനനുസരിച്ച കാര്യങ്ങളെ ക്രമീകരിക്കണം. കുറിക്കാൻ വല്ലതും ഉണ്ടോ കയ്യിൽ? മിടുക്കന്മാർ 1-2 പേര് എഴുതാനുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാവരുടെയും കയ്യിലുണ്ടോ? മിടുക്കികളുടെ കയ്യിൽ പുസ്തകമൊന്നും ഇല്ലേ? ബുക്കൊന്നും ഇല്ലേ? പുസ്തകം ഉണ്ടല്ലേ? എഴുതാനായിട്ടൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഓക്കെ. എഴുതാൻ കയ്യിൽ ഉള്ളവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കുറിക്കാൻ ചിലത് ഞാൻ പറയാം, അത് കുറിക്കണം. അപ്പം ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ ഈ ഒരു തുണ്ട് പേപ്പർ കൊണ്ടുവരണ്ടായിരുന്നെന്ന് പിന്നെ ഓർത്തിരുന്ന് വിഷമിച്ചിട്ട് കാര്യമില്ല. എപ്പോൾ ദൈവസഭയിലേക്ക് വന്നാലും ഒരു തുണ്ട് പേപ്പർ നമ്മുടെ വേദോത്സവത്തിൽ ഉണ്ടാകണം. അതല്ലാതെ തന്നെ വചനം പഠിക്കാൻ ഒരു വർക്ക് ബുക്ക് നമ്മോട് കൂടെ ഉള്ളത് നല്ലതാണ്. ബൈബിളിനോട് ചേർത്ത് നിങ്ങളുടെ പേഴ്സണൽ നോട്ട് കുറിക്കാൻ ഒരു ഭാഗങ്ങളൊക്കെ ഓർത്തിരിക്കത്തക്ക നിലയിൽ ഒന്ന് കുറിച്ചുകൊണ്ട് പോകാൻ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നത് പോലെ ഒരു ബുക്ക് കൊണ്ടുവരുന്നത് നല്ലതാണ്. കുറിപ്പിലൊക്കെ എഴുതിക്കൊണ്ട് പോയാൽ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇത് പറക്കും, പിന്നെ അത് കിട്ടത്തില്ല. അതുകൊണ്ട് തുണ്ട് പേപ്പറിൽ കുറിച്ചുകൊണ്ട് പോകാതെ കഴിയുന്നിടത്തോളം ഒരു ബുക്ക്ലെറ്റൊക്കെ വാങ്ങിക്കണം. ഒരു നോട്ട് പാഡൊക്കെ വാങ്ങിച്ചു തരാൻ പറയണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ കുരുന്നുകൾക്കൊക്കെ ഒരു നോട്ട് പാഡ് വാങ്ങിച്ചു കൊടുക്കണം. എന്നിട്ട് പാസ്റ്ററുടെ 1 മാസത്തെ സങ്കീർത്തന ധ്യാനം, പ്രസംഗം, ഗസ്റ്റിൻ്റെ പ്രസംഗമൊക്കെ ഇവർ നോട്ട് എഴുതണം.
30 ദിവസം കഴിയുമ്പോൾ നോട്ട്ബുക്ക് വാങ്ങിച്ച് നോക്കിയിട്ട് അതിനകത്ത് ഗുഡും ഗുഡും ഒക്കെ ഇട്ട് അവരെ പ്രോത്സാഹിപ്പിക്കണം. നോട്ട് നന്നായിട്ട് എഴുതുന്നവർക്കൊരു ഗിഫ്റ്റൊക്കെ കൊടുക്കണം. ഡിസംബർ 31 ഏറ്റവും നല്ല നോട്ട്ബുക്കിന് പ്രത്യേക പാരിതോഷികമൊക്കെ കൊടുക്കണം. അപ്പം അങ്ങനെയൊക്കെയുള്ള ചില നടപടികളൊക്കെ വരുത്തുമ്പോൾ അത് വലിയ അനുഗ്രഹമായിരിക്കും. പ്രൈസ് ലോർഡ്. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ 1, 2, 3 ചിന്ത മുഖവരയിൽ പറയുന്നത് ശ്രദ്ധിക്കണം. ഉപവാസത്തോടുള്ള ബന്ധത്തിലായതുകൊണ്ടാണ് അത് പ്രസ്താവിക്കുന്നത്. 1, പ്രാർത്ഥിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കുന്നു. പ്രാർത്ഥിക്കുന്നവൻ എന്തോ ചെയ്യുന്നു? ദൈവത്തോട് സംസാരിക്കുകയാണ്. പിണറായി വിജയൻ സാറിനോട് സംസാരിച്ച ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ആരുമില്ല. ഇവിടുത്തെ കളക്ടറോട് സംസാരിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഊരമന സഭയുടെ പ്രതിനിധിയായിട്ട് കളക്ടറോട് 5 മിനിറ്റ് സംസാരിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ പിന്നെ മോദി സാറിനോട് സംസാരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ അവസരം കിട്ടിയിട്ടില്ല നമുക്ക്. സാമൂഹ്യ തലത്തിൽ, രാഷ്ട്രീയ തലത്തിൽ, സാഹിത്യ തലത്തിൽ വമ്പൻ താരങ്ങളോടൊന്നും സംസാരിക്കാൻ നമുക്ക് അവസരം കിട്ടിയിട്ടില്ല. പക്ഷേ ഇവരെ വേണമെന്ന് തോന്നുമ്പോൾ ആക്കി വയ്ക്കും, വേണ്ടെന്ന് തോന്നുമ്പോൾ നീക്കിക്കളയാനും പരമാധികാരമുള്ള ദൈവത്തോട് സംസാരിക്കാൻ ഒരേ ഒരു മാർഗം പ്രാർത്ഥനയാണ്. ഇവരോട് ആരോടും നമ്മൾ സംസാരിച്ചില്ലെങ്കിലും ആരോട് സംസാരിക്കുന്നു? അത്യുന്നതനായ, മഹോന്നതനായ, മഹത്വ സിംഹാസനസ്ഥനായ, സർവശക്തനായ, സർവജ്ഞാനിയായ, സർവവ്യാപിയായ, സർവാധികാരിയായ ദൈവത്തോട് പ്രായഭേദമില്ലാതെ, ലിംഗഭേദമില്ലാതെ സംസാരിക്കാൻ കഴിയുന്ന ഒരേ ഒരു മാർഗമാണ് ഏത്? പ്രാർത്ഥന. അപ്പൊ പ്രാർത്ഥിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കും. 2ാമത്തെ വാചകം ശ്രദ്ധിക്കണം. വേദപുസ്തകം വായിക്കുന്നവനോട് ദൈവം സംസാരിക്കും. പ്രാർത്ഥിക്കുന്നവൻ ആരോട് സംസാരിക്കുന്നു? ദൈവത്തോട്. വേദപുസ്തകം വായിക്കുന്നവനോട് ദൈവം എന്തോ ചെയ്യുന്നു? സംസാരിക്കും. ഇത് 2 ക്രമമായി നടന്നെങ്കിലേ ആത്മീയത, ക്രൈസ്തവീയത ആരോഗ്യത്തോടെ മുൻപോട്ട് പോകത്തുള്ളൂ. ചിലർക്ക് വേദപുസ്തകം ഉണ്ടെന്നുള്ളതല്ലാതെ വായിക്കത്തില്ല. ഇതിങ്ങനെ ചുമ്മാ കൊണ്ട് നടക്കും. ചർച്ചിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ പിടിച്ചോണ്ട് നടക്കാൻ, വീട്ടിൽ നിന്ന് ചർച്ചിലേക്ക് വരുമ്പോൾ പിടിച്ചോണ്ട് നടക്കാൻ പറ്റുന്നൊരു പുസ്തകമായിട്ട് കൊണ്ടു നടക്കുന്നു എന്നുള്ളതല്ലാതെ സമയം കിട്ടുമ്പോൾ ഇതിനെ ധ്യാനിക്കാറുണ്ടോ, വായിക്കാറുണ്ടോ? അങ്ങനെ വായിക്കുമ്പോൾ നമ്മോട് ദൈവം എന്തോ ചെയ്തുകൊണ്ടിരിക്കും? സംസാരിക്കും. 2 വാചകങ്ങളായില്ലേ? മറക്കരുത്. 3ാമത്തെ വാചകം, ഉപവസിക്കുന്നവൻ ദൈവത്തോട് കൂടെ വസിക്കുന്നു. ഉപവസിക്കുന്നവർ ആരോടുകൂടെ? ഭർത്താവിനോട് കൂടെ വസിക്കാം, ഭാര്യയോട് കൂടെ വസിക്കാം, മക്കളോടുകൂടെ, മാതാപിതാക്കളോട്, മമ്മിയോടും പപ്പയോടും കൂടെ വസിക്കാം, കൂട്ടുകാരോട് കൂടെ വസിക്കാം, സഹവസിക്കാം. പക്ഷേ ഉപവസിക്കുന്ന നേരം നമ്മൾ ആരോടുകൂടെ വസിക്കുന്നു? ദൈവത്തോട്. അത് ഊഷ്മളമായൊരു അനുഭവമാണ്, ദൈവത്തോടു കൂടെ വസിക്കുക എന്ന് പറയുന്നു. അപ്പോൾ ഉപവസിക്കാത്തവർ ദൈവത്തോടു കൂടെ എന്ത് ചെയ്യുന്നില്ല? വസിക്കുന്നതേ ഇല്ല. അതവരുടെ ജീവിതത്തിന്റെ ആത്മീക പാപ്പരത്വമാണ്. ആഴ്ചയിൽ 1 നേരമെങ്കിലും ഭക്ഷണം മാറ്റി വെച്ചിട്ട് ഉപവസിക്കണം. പ്രത്യേകിച്ച് മമ്മിമാരും പപ്പമാരൊക്കെ. മമ്മിമാർ പ്രത്യേകിച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ശുഭകരമായിരിക്കുന്ന ഭാവിക്ക് വേണ്ടി, അവരുടെ നന്മയ്ക്ക് വേണ്ടി, അവരുടെ ആരോഗ്യത്തിന് വേണ്ടി അവര് ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകാതിരിക്കേണ്ടതിന്, അവരുടെ പാതകൾ ആത്മീക തലത്തിൽ തന്നെ ആകേണ്ടതിന് അവർക്ക് വേണ്ടി 1 നേരത്തെ ഭക്ഷണമെങ്കിലും മാറ്റിവെച്ച് ആഴ്ചയിൽ 1 ദിവസം ഉപവസിക്കാൻ കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾക്ക് ആത്മീക ഗതിഭേദം സംഭവിക്കുകയില്ല. അവരൊരേ ട്രാക്കിലൂടെ മുൻപോട്ട് പൊക്കൊണ്ടേയിരിക്കും, ആത്മീക വർധനവുള്ളവരായി. അപ്പോൾ ഉപവസിക്കുന്നവർ ദൈവത്തോട് കൂടെ വസിക്കുന്നു. 4ാമത്തെ ചിന്ത കേൾക്കണം. വചനം പഠിക്കുന്നവൻ ദൈവത്തെ അനുഭവിക്കുന്നു. വചനം പഠിക്കുന്നവരെന്തോ ചെയ്യുന്നു? ബൗദ്ധികമായ അറിവുകളോ സൈദ്ധാന്തികമായ അറിവുകളോ അല്ല, പകരം ആ വചന പഠനം, വചനം നമ്മിലേക്ക് വ്യാപരിക്കപ്പെടുന്നു. നാം ദൈവത്തെ അനുഭവിക്കുകയാണ്. എന്താണ് പൗലോസ് പറഞ്ഞത്? ഞാൻ അനുഭവിച്ചറിയേണ്ടതിന്. ക്രിസ്തുവിനെ കുറിച്ച് കേട്ടാൽ പോരാ, അറിഞ്ഞാൽ പോരാ, പിന്നെ എന്തോ ചെയ്യണം? അനുഭവിച്ചറിയണം. ഫിലിപ്പിയ ലേഖനം 3:11 വാക്യത്തിൽ അങ്ങനെ പറയും, എനിക്ക് ക്രിസ്തുവിനെ അനുഭവിച്ചറിയണം. വചനം പഠിക്കുന്നവർ മാത്രമേ ദൈവത്തെ എന്തോ ചെയ്യുന്നുള്ളൂ? അനുഭവിക്കുന്നുള്ളൂ. അപ്പം വചനം പഠിക്കണം, വചന പഠനം മാറിപ്പോകരുത്. 5ാമതൊരു കാര്യം കൂടെ പറയാം. ആരാധിക്കുന്നവൻ ദൈവത്തിന് വിളമ്പുന്നു. ആരാധിക്കുന്നവൻ എന്തോ ചെയ്യുന്നു? ആരാധനയിൽ മിണ്ടാതിരിക്കുന്ന പുള്ളിയാണ്. അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്ന ആളുകളുണ്ട്. കൈയടിക്കത്തില്ല, പാട്ട് പാടത്തില്ല, അറിയാവുന്നതാണെങ്കിലും ഒന്നും മൂളത്ത് പോലും ഇല്ല. വെറുതെ ഇങ്ങനെ കാഴ്ചക്കാരനായി ഇരുന്ന് കൊടുക്കുന്നവരുണ്ട്. ആരാധിക്കുന്ന നേരം നമ്മൾ ദൈവത്തിന് ഇഷ്ടമുള്ള വിഭവങ്ങളെ വിളമ്പുകയാണ്. വിളമ്പാൻ ഉത്സാഹം വേണം. ദൈവത്തിന് എന്തോ മോനെ ഇഷ്ടമുള്ളത്? ദൈവത്തിന് ഇഷ്ടമുള്ളത് എന്താ? സ്തുതിയും സ്തോത്രവും പുകഴ്ചയും ആരാധനയുമാണ്. അതാ ദൈവത്തിന് വിളമ്പേണ്ടത്.
എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ നാമങ്ങൾ നമ്മൾ ഇടതടവില്ലാതെ ദൈവത്തോട് പറയണം. എൻ്റെ ദൈവം ആരാണ്? ദൈവമേ, അങ്ങൻ്റെ സങ്കേതമായ, എൻ്റെ ശരണമായ, എൻ്റെ കോട്ടയ, എൻ്റെ പരിചയ, എൻ്റെ ശൈലമാ, എൻ്റെ ദുർഗമാ, എൻ്റെ അഭയസ്ഥാനമാ, എൻ്റെ ജീവനാണേ അങ്ങ്, അങ്ങില്ലാതെ എനിക്ക് പറ്റില്ല എന്ന് പറയാൻ കഴിയുന്ന ആ ഒരു അനുഗ്രഹീതമായ ദൈവനാമങ്ങൾ ദൈവത്തോട് തന്നെ ഏറ്റുപറയുന്നതാണ് നമ്മൾ വിളമ്പുന്ന വിഭവങ്ങൾ. ദൈവത്തിനതാ വേണ്ടത്. ദൈവത്തെ നാം അറിഞ്ഞിട്ട് ആ ദൈവം ആരാണെന്ന് ദൈവത്തോട് പറയുകയാണ്. അപ്പം ഈ 5 കാര്യങ്ങൾ മറക്കരുത്. ഏതൊക്കെ 5 കാര്യങ്ങൾ? ഒന്നുകൂടെ, പ്രാർത്ഥിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കും. വചനം വായിക്കുന്നവനോട് ദൈവം സംസാരിക്കും. ഉപവസിക്കുന്നവൻ ദൈവത്തോട് കൂടെ വസിക്കുന്നു. വചനം പഠിക്കുന്നവൻ ദൈവത്തെ അനുഭവിച്ചറിയുന്നു. ആരാധിക്കുന്നവൻ ദൈവത്തിന് വിളമ്പുന്നു. നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വന്നാൽ വിളമ്പാൻ നമുക്ക് എന്നെ ഉത്സാഹമല്ലേ? സ്തോത്രം. കഴുകി പാസ, കഴുകി, ഈ ഒരു കഷ്ണം കൂടെ പ്ലീസ്, പാസയ്ക്ക് വേണ്ടി മാത്രം വെച്ചതില്ലേ, ഒന്നുകൂടെ അല്പം കൂടെ. എന്നാ സന്തോഷമാണ് വിളമ്പി കൊടുക്കാനായിട്ട്. ചിലർക്കൊന്നും നമുക്ക് വിളമ്പുന്നതിനകത്ത് വലിയ താല്പര്യമൊന്നും. മമ്മി വിശക്കുന്നൊക്കെ പറയാമെങ്കിൽ മമ്മി മോനും അത്ര വലിയ ടേംസ് അല്ലെങ്കിൽ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, വേണം എടുത്ത് കഴുകി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ അത്ര സുഖമല്ലാത്തതുകൊണ്ടാ കാര്യം. പക്ഷേ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മമ്മിക്ക് വിളമ്പാൻ എന്നെ താല്പര്യം. അവർ തമ്മിലുള്ള ആ സ്നേഹാതിരേകമാണ്. അമ്മ നിർബന്ധിക്കാം, മതി മമ്മി, മതി പ്ലീസ്, മതി എന്ന് പറഞ്ഞാലും സമ്മതിക്കത്തില്ല. കഴിക്കും, ഒരു ഉരുളയും കൂടെ. ഈ ഒരു ഉരുളയും കൂടെ കഴിച്ചാൽ മമ്മി ഒരു ഗിഫ്റ്റ് തരാമെന്നൊക്കെ പറഞ്ഞ് കഴിപ്പിക്കാൻ പെടുന്ന പാട് അല്ലേ എന്ന് പറഞ്ഞ പോലെ ദൈവത്തിന് നമ്മൾ വിളമ്പുകയാണ്. ദൈവം ഒരിക്കലും മതി എന്ന് പറയില്ല. നമ്മുടെ ആരാധന അനുഭവത്തിലൂടെ നമ്മൾ ആർജിച്ചെടുത്ത ആത്മീയത ദൈവത്തിന് മുമ്പിൽ ആരാധനയായി വെളിപ്പെടുത്തുമ്പോൾ ദൈവം അതിൽ പ്രസാദിപ്പാനിടയാകും. അധമമായ ആരാധനയാണ് ഉറങ്ങിക്കൊണ്ട് ചെയ്യുന്നത്. അശ്രദ്ധമായത് അധമമായ ആരാധനയാണ്. അധമമായ ആരാധനയുടെ ഉപജ്ഞാതാവ് കയീനാണ്. ഉത്തമമായ ആരാധനയുടെ ഉപജ്ഞാതാവ് ഹാബേലാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ പറയുന്നത്, ഹാബേൽ കയീനേക്കാൾ എങ്ങനെ ഉത്തമമായി യാഗം കഴിച്ചു. അപ്പൊ നമ്മുടെ ആരാധന എങ്ങനെ ആയിരിക്കണം? ഉത്തമം, ദൈവത്തിന് പ്രസാദമാകണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ 5 കാര്യങ്ങൾ ഉപവാസ പ്രാർത്ഥനയുടെ 12 അതുമായി ബന്ധപ്പെട്ട് ഞാനൊന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് വായിച്ച വാക്യത്തിലേക്ക് വന്ന് നമുക്ക് നൽകിയിരിക്കുന്ന നിർദ്ദിഷ്ട വിഷയത്തിലേക്ക് പ്രവേശിക്കാം. സ്നാനം, അതിനെക്കുറിച്ചാണ് നാം ചിന്തിപ്പാൻ പോവുക. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഉപദേശ അവബോധമുള്ളവരാകണം എന്ന് നിങ്ങളുടെ പാസ്റ്റർക്ക് നിർബന്ധമുള്ളത് കൊണ്ടാണ് ഈ ഉപവാസ പരമ്പരകൾക്കിടയിൽ ഇങ്ങനൊരു സ്പെഷ്യൽ ക്ലാസ് ക്രമീകരിക്കാൻ ഇടയായിട്ടുള്ളത്. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ബഹുമാന്യ പാസ്റ്റർക്ക് ഒരു ഗ്രാൻഡ് സല്യൂട്ട് നൽകുകയും ചെയ്യുന്നു. കാരണം കുഞ്ഞുങ്ങളെ, മറ്റ് പ്രിയപ്പെട്ടവരെ എല്ലാവരെയും കൂടെ വിളിച്ചു കൂട്ടിക്കൊണ്ട് വേദപുസ്തകത്തിലെ പ്രാമുഖ്യമുള്ളൊരു ഉപദേശത്തെ പഠിപ്പിക്കാൻ അദ്ദേഹം ഒരു സെഷൻ തന്നെ വേർതിരിച്ചു എന്നുള്ളത് സന്തോഷകരമാണ്. 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ പകലും രാത്രിയിലും എല്ലാം ആരാധനയും മറ്റിതര പ്രസംഗമൊക്കെ ആയാലും നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇടയ്ക്കൊക്കെ ചില സെഷനുകൾ വേറിട്ട് പഠനാർഹമായ നിലയിൽ പ്രയോജനപ്രദമായി വേർതിരിക്കുന്നത് സഭയോടുള്ള ആത്മീയ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമാണ്. അത് നമ്മൾ തിരിച്ചറിയണം. അതിൽ പങ്കെടുത്ത് നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഓക്കെ, ഇനി പറയുന്നത് ശ്രദ്ധിക്കണം. ഞാൻ വിഷയത്തിലേക്ക് നേരെ പ്രവേശിക്കുക. ക്രൈസ്തവീകതയുടെ ഏറ്റവും പ്രധാനമായ ചിന്ത ഉപദേശാധിഷ്ഠിതമായി നിലകൊള്ളുക എന്ന. ഉപദേശാധിഷ്ഠിതം, ഉപദേശത്തിൽ നിന്ന് വ്യതിചലിക്കാതെ നിൽക്കുന്നതാണ് ക്രിസ്ത്യാനിത്വത്തിൻ്റെ മഹത്വം. ഏതെങ്കിലും ഒരു വലിയ സംഘടനയിലെ അംഗമാകുക എന്നുള്ളതല്ല. ഉപദേശത്തിൽ നിൽക്കാൻ നമുക്ക് കഴിയണം. 2 വാക്യങ്ങൾ അതിന് ആധാരമായി തരാം. 2 വാക്യം മതി, 2 കാര്യങ്ങൾ മതി, 2 വ്യക്തികൾ മതി ഏത് കാര്യത്തെയും ആധികാരികമായി ഉറപ്പിക്കാൻ. 2 വാക്യങ്ങൾ ഞാൻ തരാം. ഒന്നാമത്തെ വാക്യം എന്ന് പറയുന്നത് യോഹന്നാൻ 8:31 വാക്യമാണ്. ഓർത്തോണം, യോഹന്നാൻ 8:31. എടുത്തേ സാവകാശം. യോഹന്നാന്റെ സുവിശേഷം 8:31. ഉപദേശത്തിന്റെ പ്രസക്തിയും അതിന്റെ പ്രാധാന്യതയും അതിന്റെ സാധ്യതയും വ്യക്തമാക്കുന്ന ഒരു വാക്യമാണ് 8:31. യെസ്. ശിഷ്യന്മാരായാൽ പോരാ, നമ്മൾ പകരം വാസ്തവമായി ശിഷ്യന്മാരാകണം. വിശ്വാസികളായാൽ പോരാ, വാസ്തവമായി വിശ്വാസത്തിലേക്ക് വരണം. കണ്ടോ, അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. ശിഷ്യന്മാരാകുകയല്ല, പിന്നെന്തോ ചെയ്യണം? വാസ്തവമായി ശിഷ്യന്മാരാകും. ആ വാസ്തവമായ ശിഷ്യന്മാർ, അതിനകത്തെ വാസ്തവികത എന്താണെന്നറിയാമോ?
ഉപദേശത്തിൽ നിൽക്കുന്നവരാകണമെന്നാണ്. നിങ്ങൾ എൻ്റെ വചനത്തിൽ നിൽക്കുന്നുവെങ്കിൽ, നിങ്ങൾ എന്നിൽ വിശ്വസിച്ച് നിങ്ങൾക്ക് രോഗശാന്തി കിട്ടിയിട്ടുണ്ട്, നിങ്ങളുടെ മുഴ മാറിയിട്ടുണ്ട്, ഭൂതാത്മാക്കൾ വിട്ടുപോയിട്ടുണ്ട്, നിങ്ങളുടെ മറ്റു തരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടുണ്ട്. പക്ഷെ അതുപോലെ വാസ്തവമായി ശിഷ്യന്മാരാകണമെങ്കിൽ നിങ്ങൾ എവിടെ നിൽക്കണം? എവിടെ നിൽക്കണം എന്നാ വാക്യം വായിച്ചേ? ഉപദേശത്തിൽ നിൽക്കണം, എൻ്റെ വചനത്തിൽ നിൽക്കണം. 8:31 ഒരിക്കലും മറക്കരുത്. ക്രൈസ്തവീകതയുടെ അടിസ്ഥാനമായ ഒരു പ്രമാണമാണ് എൻ്റെ വചനത്തിൽ നിലനിൽക്കുക എന്നത്. വചനം അറിയുക എന്നല്ല, വചനത്തിൽ എന്തോ ചെയ്യണം? നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി എന്ന് നാം അറിയണം. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് പഠിക്കേണ്ട വേറൊരു വാക്യം കൂടെ തരാം. വാക്യാധിഷ്ഠിതമായിട്ട് തന്നെയാണ് ഉപദേശങ്ങളെ അറിയേണ്ടത്, അംഗീകരിക്കേണ്ടത്. 2 യോഹന്നാന്റെ ലേഖനം 9-ാമത് വാക്യം. 2 John chapter 9. 2 യോഹന്നാന്റെ ലേഖനം 9-ാമത് വാക്യം. അതൊന്ന് യോഹന്നാനെ വായിക്കുന്നത്. 2 യോഹന്നാന്റെ ലേഖനം 9-ാം വാക്യം. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുത്തനും എന്തോ ഇല്ല, ദൈവമില്ല. അപ്പൊ ദൈവമുള്ളവരാരാ? ശ്രദ്ധിക്കുന്നുണ്ടോ? ദൈവമുള്ളവരാരാ? പെന്തക്കോസിൽ അംഗം തേടിയവരെന്നും ദൈവമുള്ളവരാന്ന് പറയാൻ പറ്റത്തില്ല ഉപദേശത്തിൽ നിൽക്കുന്നില്ലെങ്കിൽ. ഏതെങ്കിലും ഒരു സഭാ സംഘടനയിൽ അംഗത്വമുണ്ട് എന്നുള്ളത് കൊണ്ട് ദൈവമുള്ളവരാണെന്ന് പറയാൻ പറ്റില്ല. ദൈവമുള്ളവർക്കൊരു വിശദീകരണം ഇവിടെ കൊടുക്കുന്നു. എവിടെ നിൽക്കണം? ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുത്തനും എന്നുള്ളത് കൊണ്ട് സഹോദരി പക്ഷം ഞങ്ങൾ രക്ഷപ്പെട്ടു ദൈവമേ ഒരുത്തനും എന്നാണല്ലോ പുരുഷന്മാരെ ഉദ്ദേശിച്ചാ പറയുന്നത്. അങ്ങനല്ല. അതിനകത്ത് ശ്രദ്ധിച്ചു നോക്കിയാൽ കടന്നു പോകുന്ന ഒരുത്തിക്കും ദൈവം ഇല്ലെന്നും കൂടെ ഉണ്ട്. എഴുതാതെ എഴുതിയിരിക്കുന്ന ഒരാശയമാണ്, പറയാതെ പറഞ്ഞിരിക്കുന്ന ഒരാശയമാണ്. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുത്തനും ഒരുത്തിക്കും ദൈവമില്ല. മറ്റൊരുത്തനും രക്ഷയില്ല എന്ന് പറയുന്നിടത്ത് ഒരാശയം കൂടെ ഉണ്ട്, മറ്റൊരുത്തിയിലും രക്ഷയില്ല എന്നും കൂടെ വായിക്കണം അവിടെ. അപ്പോഴാ വാക്യം പൂർണ്ണമാകുന്നത്. മനസ്സിലായില്ലേ? ഒരുത്തനും രക്ഷയില്ല, എന്നാ പിന്നെ ഒരുത്തി അപ്പുറത്തുണ്ടല്ലോ, എന്നാ പുള്ളിക്കാരി അന്വേഷിക്കാമെന്ന് വിചാരിച്ചാലും നടക്കത്തില്ല. ഒരുത്തനും രക്ഷയില്ല, ഒരുത്തിനും രക്ഷയില്ല, യേശുവിൽ മാത്രമേ ഉള്ളൂ രക്ഷ. ഈ വേദപുസ്തകത്തിൻ്റെ എഴുത്തുകളിലെല്ലാം ഒരു പുല്ലിംഗ മേധാവിത്വം ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് സഹോദരി പക്ഷം അതിനെ അവഗണിക്കാൻ പാടില്ല. സഹോദരന്മാരെ ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ സഹോദരന്മാരെ മാത്രമാണോ പ്രബോധിപ്പിക്കുന്നത് അവിടെ? അല്ല, സഹോദരിമാരെ ഉണ്ട്. അപ്പോൾ ഈ ഭാഷാശൈലിയിൽ ഒരു പുരുഷ മേധാവിത്വം ഉണ്ടെന്നുള്ളത് ഓർത്ത് നിങ്ങൾ ഉൾവലിഞ്ഞു പോകരുത്. ഇതെല്ലാവർക്കും കൂടെ ഉള്ളതാണ്. സത്യത്തിൽ അതിൻ്റെ മൂലഭാഷയിൽ ഔ ബ്രദറൻ എന്ന് പറയുക. അതിനകത്ത് സഹോദരന്മാരെല്ലാവരും ഉണ്ട്, സഹോദര വൃന്ദങ്ങൾ ഉണ്ട് എന്നറിയണം. അപ്പോൾ ഇവിടെ ഒരുത്തനും എന്ന് പറയുമ്പോൾ എല്ലാവരെയും കൂടെ ചേർത്താണ് പറയുക. അപ്പം നമ്മളുടെ ക്രിസ്തീയത ധന്യമാകണമെങ്കിൽ, ഫലപ്രദമാകണമെങ്കിൽ, വിജയപ്രദമാകണമെങ്കിൽ, ദൈവപ്രസാദമാകണമെങ്കിൽ എവിടെ നിൽക്കണം? ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിൽക്കണം. മുമ്പേ നമ്മൾ പാടിയ പാട്ടുകളിലൊക്കെ നമുക്ക് നൽകിയ ചാർജിങ് വാചകങ്ങളിലെല്ലാം കേട്ടില്ലേ? ക്രിസ്തു മാത്രമാണ് നല്ലവൻ, ക്രിസ്തു മാത്രമാണ് നമുക്ക് വേണ്ടി പങ്കപ്പാടേറ്റ് രക്ഷ സൗജന്യമാക്കി തന്നത്. നമ്മൾ അനുഭവിക്കുന്ന രക്ഷയുടെ പേരെന്താണെന്നറിയാമോ? എബ്രായ ലേഖനക്കാരനോട് ചോദിച്ചാൽ പുള്ളി പറയും ഇത്ര വലിയ രക്ഷ. എങ്ങനെയുള്ള രക്ഷ? മതങ്ങൾ തരാത്ത, കുന്നുകയറിയത് കൊണ്ട്, മലയിറങ്ങിയത് കൊണ്ട്, പുഴ താണ്ടിയത് കൊണ്ട്, ദേഹം മുറിച്ച് രക്താർപ്പണം നടത്തിയത് കൊണ്ട്, നരബലിയോ മൃഗബലിയോ നടത്തിയത് കൊണ്ട്, കീശയിലെ കാശ് വലിച്ചെറിഞ്ഞത് കൊണ്ട് കിട്ടിയതല്ല നമുക്ക് രക്ഷ. ഒരു മനുഷ്യനും പേ ചെയ്ത് വാങ്ങാൻ കഴിയാത്ത വിധം വലിപ്പമുള്ള രക്ഷയാണ് കർത്താവ് നമുക്ക് തന്നത്. എത്ര പേര് സമ്മതിക്കുന്നുണ്ട്? ലോകത്തിലെ 100 അംബാനിമാരും അദാനിമാരും രത്തൻ ടാറ്റ അടക്കമുള്ള വമ്പൻ താരങ്ങൾ ഒരുമിച്ച് അവരുടെ ധനമെല്ലാം കൂടെ കൂട്ടിവെച്ചാലും രക്ഷയ്ക്ക് തത്തുല്യമായി വിലയാകത്തില്ല. കാരണം എന്താണെന്നറിയാമോ? പുത്രന്റെ ജീവന്റെ വിലയാണത്, ചോരയുടെ വിലയാണത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞാനതിനെ ഇങ്ങനെ പറയാറുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇത്ര വലിയ രക്ഷ നമുക്ക് തരേണ്ടതിന് ഇത്ര വലിയ താഴ്ച അനുഭവിച്ച നമ്മുടെ കർത്താവ്, ഇത്ര വലിയ രക്ഷ നമുക്ക് തരേണ്ടതിന് ഇത്ര വലിയ ശിക്ഷ അനുഭവിച്ച കർത്താവ്. മനസ്സിലായോ? ഇത്ര വലിയ രക്ഷ നമുക്ക് തരേണ്ടതിന് ഇത്ര വലിയ സഹനം നമുക്ക് വേണ്ടി അനുഭവിച്ച കർത്താവ്. ഇത്ര വലിയ രക്ഷ നമുക്ക് തരാൻ ഇത്ര വലിയ മരണമേറ്റ കർത്താവ്.
ഇതിനെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ രക്ഷയ്ക്ക് നമ്മൾ കൊടുക്കുന്ന വിശേഷണമാണ് ഇത്ര വലിയ രക്ഷ. ആ രക്ഷ പ്രാപിച്ച് ക്രിസ്തീയതയിൽ അഭിമാനത്തോടെ തലയെടുപ്പോടെ നിൽക്കണമെങ്കിൽ ആ ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിന്നേ പറ്റുള്ളൂ. ഈ ഉപദേശം കുറെ നേതാക്കന്മാരെല്ലാം കൂടെ വട്ടമിരുന്ന് എഴുതി ഉണ്ടാക്കിയതല്ല, ക്രിസ്തുവിന്റെ ചോര കൊണ്ട്. എങ്ങനെയുള്ള ചോര? നിർമ്മലവും നിഷ്കളങ്കവും വിലയേറിയതും കുറ്റമില്ലാത്തതും നീതിയുള്ളതുമായ രക്തം കൊണ്ട് എഴുതിയ പ്രമാണമാണ്. അതെങ്ങനെ പറഞ്ഞിരിക്കുന്നുവോ, എങ്ങനെയാണോ അത് നമ്മളെ പഠിപ്പിക്കുക, അതിന്റെ വള്ളിപുള്ളി വിസർഗങ്ങൾ വിട്ടുകളയാതെ അനുസരിക്കുമെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ക്രൈസ്തവികതയുടെ അടിസ്ഥാനം ക്രിസ്തുവിന്റെ ഉപദേശമാണെന്നാണ് ഞാൻ പറഞ്ഞു വെച്ചത്. അത് ബോധ്യമായി എന്ന് കരുതുകയാണ്. ഓക്കെ, സുവിശേഷ ഗ്രന്ഥത്തിലേക്ക് വരാം. മർക്കോസ് 16:16 നമ്മൾ വായിച്ചു. കുഞ്ഞുങ്ങളൊക്കെ അറിയാൻ വേണ്ടി സുവിശേഷ ഗ്രന്ഥങ്ങളുമായി ചില കാര്യങ്ങൾ പറയുന്നത് ശ്രദ്ധിച്ചോ. ആദ്യം എഴുതപ്പെട്ട സുവിശേഷ ഗ്രന്ഥം ഏതാ? ആദ്യം എഴുതിയത് ഏതാ? മത്തായി ആണോ? ലൂക്കോസ് ആണോ? മർക്കോസ് ആണോ? ആണോ എന്ന് 4 ചോദിക്കാനുള്ളൂ. എന്നെ കുഴപ്പിക്കരുത്, പറ. മർക്കോസ് എഴുതിയെന്നാണ് പറയുക. ഓക്കെ, കുഞ്ഞുങ്ങൾ ഓർത്തിരിക്കണം ഒരു കാര്യം. പലരും വരുത്തുന്നൊരു തെറ്റുണ്ട്. 4 സുവിശേഷങ്ങൾ എന്ന് പറയാറുണ്ട്. അങ്ങനെ പറയരുത്, അബദ്ധമാണത്. 4 സുവിശേഷങ്ങൾ ഇല്ല, ഒറ്റ സുവിശേഷമേ ഉള്ളൂ. ആ സുവിശേഷത്തെ അധികരിച്ചുകൊണ്ട് 4 സുവിശേഷ ഗ്രന്ഥങ്ങളാണുള്ളത്. മത്തായിയുടെ സുവിശേഷം, മർക്കോസിന്റെ സുവിശേഷം, ലൂക്കോസിന്റെ സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം. യേശുവിന്റെ സുവിശേഷം എന്തി? പിന്നെ മത്തായിക്ക് സുവിശേഷം ഉണ്ട്, മർക്കോസിന് സുവിശേഷം, ലൂക്കോസിനും ഉണ്ട്, യോഹന്നാനും ഉണ്ട്. ആർക്ക് സുവിശേഷം ഇല്ല? ഇപ്പം യേശുവിന് മാത്രം എന്തോ ഇല്ല. അത് മലയാള ഭാഷയുടെ പ്രശ്നമാണ്. മത്തായിയുടെ സുവിശേഷം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. ഇംഗ്ലീഷുകാരൻ അത് പരിജ്ഞാനത്തോടെ ചെയ്തിട്ടുണ്ട്. ഗോസ്പൽ അക്കോർഡിംഗ് ടു മാത്യു, അക്കോർഡിംഗ് ടു മാർക്ക്, അക്കോർഡിംഗ് ടു ലൂക്ക്, അങ്ങനെയാണ്. എന്ന് പറഞ്ഞാൽ ലൂക്കോസ് എഴുതിയ സുവിശേഷ ഗ്രന്ഥം എന്നർത്ഥത്തിലാണ് അവരതിനെ പേര് കൊടുത്തിട്ടുള്ളത്. നമ്മൾ നേരിട്ടങ്ങ് പറഞ്ഞിരിക്കുക ആരുടെ സുവിശേഷം? മത്തായിയുടെ സുവിശേഷം. അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷം എന്നല്ല, മത്തായിയുടെ സുവിശേഷ ഗ്രന്ഥം. എത്ര സുവിശേഷ ഗ്രന്ഥങ്ങളുണ്ട്? 4. ഏക സുവിശേഷത്തെ ആസ്പദീകരിച്ചുകൊണ്ട് 4 സുവിശേഷ ഗ്രന്ഥങ്ങളാണുള്ളത്. അതിലാദ്യം എഴുതിയത് മർക്കോസാണ്. മർക്കോസ് എഴുതി കഴിഞ്ഞ് മത്തായി എഴുതി കഴിഞ്ഞ് ലൂക്കോസും ഒക്കെ എഴുതി കഴിഞ്ഞു. ഏറെ നാളുകൾ കഴിഞ്ഞാണ് ആരെഴുതുന്നത്? യോഹന്നാൻ എഴുതുന്നത്. അതൊക്കെ ഒന്ന് കുറിച്ചോണം. ഞാൻ ആ കാലം പറയാം, അത് മറന്നു പോകരുത്. മർക്കോസ് എഴുതിയത് AD 55 55 ആണ്. AD 55. മത്തായി എഴുതുന്നത് AD 58 55 മർക്കോസ് എഴുതുന്നത്. AD 58 3 കൊല്ലം കൂടെ കഴിഞ്ഞാണ് ആരെഴുതുന്നത്? മത്തായി എഴുതുന്നത്. ഓക്കെ, ലൂക്കോസ് AD 60 എഴുതുന്നത്. AD 60 ലൂക്കോസ് എഴുതുന്നത്. ഈ കാലക്കണക്കെ ഓർത്തിരിക്കണം. ലൂക്കോസ് എഴുതുന്ന എന്നാണ്? AD 60. ഓക്കെ, യോഹന്നാൻ എഴുതുന്ന AD 93. യോഹന്നാൻ 93 എഴുതുന്നത്. അപ്പൊ എത്ര വർഷങ്ങൾ കഴിഞ്ഞ് എഴുതുന്നതെന്നറിയാമോ? ഇതാണ് ഇതിന്റെ കാലക്രമം. മർക്കോസ് എന്നാണ് എഴുതുന്നത്? AD 55. 58 മത്തായി എഴുതുന്നത്. ലൂക്കോസ് എഴുതുന്നത് AD 60. 93 ശേഷമാണ് ആരെഴുതുന്നത്? ഒരു വിശേഷപ്പെട്ട ചിന്ത ഞാൻ പറയാം. പുതിയ നിയമത്തിലെ മത്തായി എഴുതിയത്, മർക്കോസ് എഴുതിയത്, ലൂക്കോസ് എഴുതിയത്, അപ്പോസ്തലനായ പൗലോസ് എഴുതിയത്, യാക്കോബ് എഴുതിയത്, യൂദ എഴുതിയത്, പത്രോസ് എഴുതിയത് എല്ലാം യോഹന്നാൻ കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. യോഹന്നാന്റെ പഞ്ചഗ്രന്ഥങ്ങൾ. യോഹന്നാന്റെ പഞ്ചഗ്രന്ഥം എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? സുവിശേഷ ഗ്രന്ഥവും പിന്നെ 3 ലേഖനങ്ങളും പിന്നെ പ്രവചന ഗ്രന്ഥം, വെളിപ്പാട് പുസ്തകം. ഈ 5 പുസ്തകങ്ങളും വേറെ ആരും കണ്ടിട്ടില്ല. പുതിയ നിയമ എഴുത്തുകാരും കണ്ടിട്ടില്ല. മത്തായി കണ്ടിട്ടില്ല, മർക്കോസ് കണ്ടിട്ടില്ല, പൗലോസ് കണ്ടിട്ടില്ല, യൂദ കണ്ടിട്ടില്ല, യാക്കോബ് കണ്ടിട്ടില്ല. അവരാരും കണ്ടിട്ടില്ല. അതെന്താ കാണാത്തെ? അവരെല്ലാവരും മരിച്ചതിന് ശേഷമാണ് യോഹന്നാൻ തൻ്റെ കൃതികൾ പുറത്തു കൊണ്ടുവരുന്നത്. AD 70-75 ഒക്കെ ആയപ്പോഴത്തേക്ക് അവരെല്ലാവരും ഇമ്പങ്ങളുടെ തീരമണഞ്ഞു. അതിനുശേഷവും ആയുസോടിരുന്ന ആളാണ് ആര്? യോഹന്നാൻ. AD 90-93 ശേഷമാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ രംഗത്ത് വരിക. പത്മോസിലെ പീഡനമെല്ലാം കഴിഞ്ഞ് തിരിച്ച് എഫെസോസിലെ ബിഷപ്പായിട്ട് താൻ വന്ന ശേഷമാണ് ഈ പുസ്തകങ്ങളെല്ലാം എഴുതുന്നത്. അതുകൊണ്ട് പൗലോസ് അടക്കമുള്ള എഴുത്തുകാരും ഇദ്ദേഹത്തിൻ്റെ 5 കൃതികളും കണ്ടിട്ടില്ല. മനസ്സിലായില്ലേ? പക്ഷെ ഇവരുടെ എല്ലാം കൃതികൾ ആര് കണ്ടിട്ടുണ്ട്? യോഹന്നാൻ അറിയാം. അതുകൊണ്ട് ഞാൻ പറയാൻ വരുന്നൊരു സത്യം നിങ്ങൾ അറിയണം. മത്തായിയെ യേശുവിൻ്റെ സുവിശേഷ ഗ്രന്ഥം എഴുതുമ്പോൾ യേശുവിൻ്റെ രാജത്വമാണ് അതിനകത്ത് പ്രധാനമായി എഴുതുന്നത്. അത് ഓർത്തോണം. മത്തായി സുവിശേഷത്തിൽ യേശു ആരാണെന്ന്? യഹൂദന്മാരുടെ രാജാവായിട്ട്.
മർക്കോസ് യേശുവിനെ അവതരിപ്പിക്കുന്നത് അനുസരണമുള്ള ദാസനാണ്, an obedient servant ആണ്, വിനീത വിധേയനായൊരു ദാസൻ. യജമാനന്റെ മുമ്പിൽ കുതറിമാറാതെ ചിതറിമാറാതെ കരുത്തോടെ നിൽക്കുന്നൊരു ദാസനാണ് ഏത് സുവിശേഷ ഗ്രന്ഥത്തിൽ? മർക്കോസിൻ്റെത്. മത്തായി ആരായിട്ട് അവതരിപ്പിക്കുന്നു? മത്തായി ആരായിട്ട് അവതരിപ്പിക്കുക? രാജാവ്, ദ കിങ് ആണ്. മർക്കോസ് ആരായിട്ട് അവതരിപ്പിക്കുന്നു? ദാസനായിട്ടാണ്. ലൂക്കോസ് അവതരിപ്പിക്കുന്നത് പക്ക മനുഷ്യനായിട്ടാണ്. മനുഷ്യപുത്രനായ യേശു, കുറ്റമില്ലാത്ത, തെറ്റില്ലാത്ത, കുറവില്ലാത്ത, യാതൊരു ദോഷവും ആർക്കും ചൂണ്ടിക്കാട്ടാനില്ലാത്ത വിധം പെർഫെക്റ്റ് മാൻ എന്നാണ് പറയുക. പൂർണ്ണതയുള്ള മനുഷ്യൻ. അതാണ് ആരവതരിപ്പിക്കുന്ന യേശു? ലൂക്കോസ്. ഈ 3 പുസ്തകങ്ങൾ യോഹന്നാൻ ഇഷ്ടപ്പെട്ടു. കൊള്ളാം, നല്ലത് തന്നെ. പക്ഷെ യോഹന്നാന്റെ സങ്കടം യേശു ദൈവമാണെന്ന് ഇവരാരും പറഞ്ഞു വെക്കുന്നില്ല. യേശുവിന്റെ ദൈവത്വത്തെക്കുറിച്ച് അവർ മിണ്ടാത്തത് കൊണ്ട് യോഹന്നാൻ ഒരു ഗ്രന്ഥം എഴുതുമ്പോൾ അതിനകത്ത് മുഴുവനും എന്തോ പ്രതിപാദിക്കുന്നേ? ദ ഡെയിറ്റി ഓഫ് ജീസസ്, ദ ഡെയിറ്റി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ ദൈവത്വം. അതുകൊണ്ട് ആ പുസ്തകം തുടങ്ങുമ്പോൾ തന്നെ വംശാവലി പറഞ്ഞുകൊണ്ടല്ല തുടങ്ങുന്നത്. പിന്നെന്തുവാണ്? ആദിയിൽ വചനം ഉണ്ടായിരുന്നു, ആ വചനം ദൈവത്തോടു കൂടെയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു, ആ വചനമാണ് ക്രിസ്തു എന്ന് പറഞ്ഞാണ് 1-ാം അധ്യായം. 1-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 18 വാക്യങ്ങൾ ഹൈ ക്രിസ്റ്റോളജിയാണ്. ക്രിസ്തു പരിജ്ഞാനം അതിശ്രേഷ്ഠമായി വെളിപ്പെടുത്തുകയാണ്. ഓക്കെ, ഇതൊക്കെ അടിസ്ഥാനപരമായ വിവരങ്ങളായതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. സുവിശേഷ ഗ്രന്ഥത്തിൽ നിന്നൊരു വാക്യം വായിച്ചത് കൊണ്ടാണ് അതിൻ്റെ ബാഹ്യവശങ്ങൾ ഇങ്ങനെ പറഞ്ഞത്. അത് ഓർത്തിരിക്കണം. കുഞ്ഞുങ്ങളൊക്കെ അത് മറന്നു പോകരുത്, ഈ ബാലപാഠങ്ങൾ. ഓക്കെ, അത് മറന്നു പോകരുത്. ഇനി നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് വരാം. 16ന്റെ 16ാമത് വാക്യം മറ്റേ ആരെങ്കിലും പറഞ്ഞതിനേക്കാൾ വളരെ ഗംഭീരമായ ഒരു ആവിഷ്കാര ഭംഗിയാണ് മർക്കോസ് പറഞ്ഞിരിക്കുന്നതിനകത്ത്. എന്താ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? വിശ്വസിക്കുകയും ആ വാക്യത്തെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഉപദേശത്തിന്റെ ഒരു ഓർഡർ വളരെ വ്യക്തമായി തന്നിരിക്കുന്ന ഒരു വാക്യമാണത്. ഓർഡർ ഓഫ് ദ ഡോക്ട്രിൻ, ഉപദേശത്തിന്റെ ഓർഡർ, ക്രമം. എല്ലാറ്റിനും ഒരു ക്രമമുണ്ട്. ഉപദേശത്തിന് എന്തോ ഉണ്ട്? ക്രമമുണ്ട്. ക്രമമില്ലാതെ ഒന്നും ക്രമരഹിതമാകരുത്. ഓക്കെ, എല്ലാറ്റിനും ഒരു ക്രമമുണ്ട്. ഉപദേശത്തിനും എന്തോ ഉണ്ട്? ഒരു ക്രമമുണ്ട്. എല്ലാത്തിനും ക്രമമുണ്ടെന്ന് പറഞ്ഞാൽ മക്കളുമാർക്ക് മനസ്സിലായോ? ഞായർ കഴിഞ്ഞാണ് എന്തോന്ന്? തിങ്കൾ കഴിഞ്ഞ് ചൊവ്വ ഇവിടെ അങ്ങനാണോ? ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ എന്നല്ലേ? ആണ്. ജനുവരി കഴിഞ്ഞാണ് എന്തോന്ന്? ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ച് കഴിഞ്ഞ് കണ്ടോ? ക്രമം കണ്ടോ? ഗംഭീരമല്ലേ? 1 2 3 4 5 അങ്ങനല്ലേ എൻ്റെ ക്രമം? അങ്ങനെയാ, നല്ല ക്രമമാണ്. എല്ലാറ്റിനും ഇങ്ങനെ ഒരു ക്രമമുണ്ട് എന്ന് പറഞ്ഞാൽ ഉപദേശത്തിനും എന്തോ ഉണ്ട്? ആ ക്രമമാണ് മർക്കോസ് 16:14 പറഞ്ഞിരിക്കുന്നു. ആ 2 പ്രയോഗങ്ങളെ ശ്രദ്ധിക്കണം. ഒന്ന്, വിശ്വസിക്കണം. അടുത്ത എന്തോ ചെയ്യണം? അപ്പൊ എപ്പോഴാ സ്നാനം പെടണ്ടേ? ഇത് നേരെ തിരിച്ചങ്ങിട്ടാൽ ആ ഉപദേശത്തിന് പറയുന്ന പേരാണ് മറിച്ചിട്ട സുവിശേഷം. അങ്ങനെ ഒരു ഉപദേശമുണ്ട്, മറിച്ചിട്ടത്. ഗലാത്യലേഖനം 1:7 വാക്യം ഒന്ന് വായിച്ച്. ഗലാത്യർ 1:7. മറിച്ചിട്ട സുവിശേഷം എന്നുള്ളതൊന്നും എൻ്റെ കണ്ടുപിടുത്തമല്ല. ഗലാത്യലേഖനത്തിൽ അങ്ങനെ സംഭവം ഉണ്ട്. വായിച്ച് 1:7. ഗലാത്യലേഖനം 1:7 വാക്യം. ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളഞ്ഞു. മറിച്ചിട്ട സുവിശേഷം. മറിഞ്ഞു വീണതല്ല, പിന്നെന്തോ ഇതാ? മറിച്ചിട്ടതാണ്. ബുദ്ധിമാന്മാരെന്ന് അവകാശപ്പെടുന്ന ചിലർ ക്രിസ്തുവിന്റെ സുവിശേഷത്തെ മറിച്ചിട്ടു എന്ന് പറഞ്ഞ് ഓർഡർ തെറ്റിച്ചു കളഞ്ഞു. ഓർഡർ എങ്ങനെയാ കിടക്കുന്നേ? വിശ്വസിക്കുക, സ്നാനപ്പെടുക. ഇത് മറിച്ചിട്ടപ്പോ എന്തോ ആയി? സ്നാനപ്പെടുക, പിന്നെ വിശ്വസിക്കുക എന്നായി. അതാണ് ഈ മറിച്ചിട്ട സുവിശേഷം. അത് ഡിസോർഡറാണ്. അത് ക്രിസ്തുവിന്റെ ഉപദേശമല്ല. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ ആദ്യം എന്തോ ചെയ്യണം? വിശ്വസിക്കണം. എന്തോ വിശ്വസിക്കണം? എന്തോ വിശ്വസിക്കണ്ടേ? യേശു ഏക ദൈവം, ഏകരക്ഷകൻ, ഏക കർത്താവ്, ഏക മധ്യസ്ഥൻ, ഏക ആരാധ്യൻ, ഏക യോഗ്യൻ, ഏക നായകൻ എന്നൊക്കെ എന്തോ ചെയ്യണം? വിശ്വസിക്കണം. വിശ്വസിക്കുക, കൈക്കൊള്ളുക, അംഗീകരിക്കുക. ആദ്യം അതാ ചെയ്യേണ്ടത്. അപ്പൊ അത് ചെയ്യുവാൻ പാകമാകണം, പ്രാപ്തിയാകണം. ആ പ്രാപ്തിയിൽ ഈ കാര്യം അങ്ങനെ നിരുപാധികം ഏറ്റെടുത്ത് കഴിയുമ്പോഴാണ് എന്തോ ചെയ്യേണ്ടത്? അതാണ് സ്നാനത്തിന്റെ ഓർഡർ.
മർക്കോസ് 16:16 ഉപദേശത്തിൻ്റെ ഓർഡറാണെന്ന് പഠിക്കണം. ക്രമമാണ്, ക്രമം തെറ്റിക്കരുത്. ക്രൈസ്തവ ലോകത്തിലെ നിരവധി ആളുകൾ ക്രമം തെറ്റിയാണ് മുമ്പോട്ട് പോവുക. വിശ്വസിക്കുന്നതിന് മുൻപേ അവരെന്തോ ചെയ്യുന്നുണ്ട്? സ്നാനപ്പെടുകയല്ല, പിന്നെന്തോ ചെയ്യുക? പെടുത്തുക. കുഞ്ഞു പരുവത്തിൽ, ഉള്ള പരുവത്തിൽ തന്നെ സ്നാനപ്പെടുത്തുന്നു. അത് വിശ്വസിക്കുന്നതിന് മുൻപാണ്. ശിശുവിനെ സ്നാനപ്പെടുത്തുന്നതും തെറ്റാ, മുതിർന്നവരെ സ്നാനപ്പെടുത്തുന്നതും തെറ്റാ. പിന്നെ ആരെയാ സ്നാനപ്പെടുത്തേണ്ടത്? വിശ്വസിക്കുന്നവരെയാ സ്നാനപ്പെടുത്തുന്നത്. എന്തോ വിശ്വസിക്കണം? യേശുവിൻ്റെ പരമയാഗം എൻ്റെ പാപത്തിന് വേണ്ടിയാണ് എന്ന് എനിക്ക് പകരം എൻ്റെ ഉപ്പാപ്പൻ വിശ്വസിച്ചാൽ പോരാ, ഞാൻ വിശ്വസിക്കാൻ എനിക്ക് പാകമാകണം. മിശിഹായെ സ്വീകരിക്കുന്നതും പിശാചിനെ തള്ളുന്നതും എനിക്ക് പകരം എൻ്റെ അമ്മാച്ചനായ പോരാ, ഞാൻ അതിന് പാകമാകണം. അതിനെൻ്റെ പ്രായം, എൻ്റെ പക്വത, എൻ്റെ ബോധമണ്ഡലം, എൻ്റെ ബൗദ്ധിക തലം അതിന് പാകമാകുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കഴിയും. യേശു കാൽവറിയിൽ അനുഭവിച്ച ത്യാഗോജ്വലമായിരിക്കുന്ന വ്യഥ, ഗത്സമനയുടെ പച്ചമണ്ണിൽ വീണുകിടന്ന് പ്രാർത്ഥിച്ചപ്പോൾ ശരീരത്തിൻ്റെ ജലാംശമെല്ലാം മണ്ണിലേക്ക് വീണുപോയി. അറ്റാക്ക്, കാർഡിയക് അറസ്റ്റ് വരത്തക്ക നിലയാണ്. ഡോക്ടർ ലൂക്ക് അതാണ് അവതരിപ്പിക്കുക. ലൂക്ക് മാത്രമേ അത് പറയുന്നുള്ളൂ. അദ്ദേഹം വൈദ്യനായതുകൊണ്ട് അറ്റാക്ക് വരാൻ നേരത്തുണ്ടായേക്കാവുന്ന ശരീരത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ തൻ്റെ സുവിശേഷ ഗ്രന്ഥത്തിൽ താൻ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ ഗത്സമനയിലെ ആഗണി, ഗത്സമനയിലെ വ്യഥ കണ്ടോ? അതുപോലെ അടുത്ത സ്ഥലമാണ്, അടുത്ത പോയിന്റാണ്. ഗത്സമന കഴിഞ്ഞ അടുത്ത പോയിന്റ് ഏതാണെന്നറിയാമോ മക്കളുമാർ പറഞ്ഞേ? ഗത്സമന കഴിഞ്ഞ അടുത്ത പോയിന്റ് ഏതാ? ഗബ്ബഥ ആണ്. ഗബ്ബഥ, ഗബ്ബഥ എന്ന് പറഞ്ഞ കൽത്തളം. ഗത്സമനയിൽ വെച്ചാണ് യേശു മണ്ണിൽ വീണ് പ്രാർത്ഥിക്കുന്നത്. അവിടെ വെച്ച പിടിക്കപ്പെടുന്നതും അറസ്റ്റ് ചെയ്ത് അടിച്ച് നടത്തിക്കൊണ്ടുവരുന്നതും കൊണ്ടുവന്ന രണ്ടാമത്തെ സ്പോട്ടാണ് എവിടെ? ഗബ്ബഥ. അവിടെ വെച്ചാണ് തകർക്കപ്പെടുന്നത്. ഗബ്ബഥായിൽ നിന്ന് മൂന്നാമത്തെ സ്പോട്ട് എവിടെന്ന് പറ? ഗോൽഗോഥ. ഗോൽഗോഥയിൽ വെച്ചാണ് തറയ്ക്കപ്പെട്ട പ്രാണനെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ഈ 3 സ്ഥലങ്ങളിലൂടെ പോകുന്ന യേശുവെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ, സുന്ദരരൂപനെ എന്ന് നമ്മൾ പാടുമ്പോൾ ഒരു ആവേശമാണ്. പക്ഷെ ഇവിടെ സുന്ദരമൊന്നുമല്ല, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപനായി മാറി, ക്ഷീണിതനായി. 85 കിലോ ഭാരമാണ്. നല്ല ചെറുപ്പക്കാരൻ, 33.5 വയസ്സുള്ള ചെറുപ്പക്കാരൻ്റെ ഭാരം 85 കിലോ. ചുമന്ന കുരിശിൻ്റെ ഭാരം 285 കിലോ. ശരീരത്തിൻ്റെ ജലാംശം മുഴുവനും വാർന്നുപോയ ശേഷം ഇത്രയും ഖനമുള്ള തടി തോളിൽ വെച്ചുകൊണ്ട് നടക്കുമ്പോൾ കാല് വേച്ച് വിറച്ച് വീണുപോയിട്ടുണ്ട് പലവട്ടം. എന്നിട്ടും ഉദ്ദിഷ്ട സ്ഥാനത്ത് അതിനെ കൊണ്ടെത്തിച്ചു, ഇടയ്ക്കിട്ട് കളയാതെ. മനസ്സിലായല്ലോ? അപ്പൻ തോളിലേക്ക് വിറക് ചുമടെടുത്ത് വെച്ചിട്ട് ഇടയ്ക്കിട്ടിട്ട് പോകാത്ത ഒരു കൊച്ചു പയ്യനെ ഓർമ്മ വരുന്നുണ്ടോ മോനെ? ആരാത്? ഇസഹാക്ക്. മല കയറി ഉദ്ദിഷ്ട സ്ഥാനത്ത് കൊണ്ടെത്തിക്കുന്നത് വരെ അപ്പനോട് ചിതറാതെ, അപ്പനോട് പിണങ്ങാതെ, കുതറിമാറാതെ, സഹനത്തോടെ, ത്യാഗത്തോടെ നിന്ന് ആ ഇസഹാക്കിനേക്കാൾ, ഇസഹാക്ക് പിന്നെ തല്ലൊന്നും കൊണ്ടില്ലല്ലോ, പക്ഷെ ഇത് തല്ലുകൊണ്ട് ആകപ്പാടെ ക്ഷീണിതനായി. എന്നിട്ടും അവിടെ എത്തിച്ചു. അത് 3 സ്പോട്ട് മറക്കല്ലേ മക്കളുമാരും മറക്കരുത്. നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെങ്കിൽ, ഇപ്പം കലാവാസനയൊക്കെ ഉണ്ടല്ലോ എല്ലാവർക്കും അല്ലേ, എഴുതണം. ഗത്സമനയിലെ യേശു, ഗബ്ബഥയിലെ യേശു, ഗോൽഗോഥയിലെ യേശു. 3G എന്ന് ഓർത്തിരുന്നാൽ മതി. 3G എന്ന് പറഞ്ഞാൽ എന്താണ്? ഗത്സമന, ഗബ്ബഥ, ഗോൽഗോഥ. ഈ 3 ഇടങ്ങളിൽ നിൽക്കുന്ന യേശുവിനെ കുറിച്ച് കവിത എഴുതുവോ, ലേഖനം എഴുതുകയോ, ഉപന്യാസം എഴുതുകയോ ഒക്കെ ചെയ്യണം. നിങ്ങളുടെ സാഹിത്യ സൃഷ്ടികൾ പുറത്തു വരട്ടെ. നിങ്ങൾ എഴുതി നിങ്ങളുടെ ബഹുമാന്യ പാസ്റ്ററെ കൊടുക്കണം. ഞാൻ പാസ്റ്ററിൽ നിന്ന് വാങ്ങിച്ച് വായിച്ചോളാം. ഏറ്റവും സൂപ്പർ എഴുത്തിന് ഞാൻ തന്നെ പാരിതോഷികം തരാം. ഏറ്റവും മികച്ച എഴുത്തിന് ഞാൻ നല്ലൊരു ഗിഫ്റ്റ് പാസ്റ്ററെ കൊടുക്കുന്നതായിരിക്കും. അപ്പം നാളെ മുതൽ എഴുതി തുടങ്ങണം. മനസ്സിലായോ മോനെ? യെസ്, ഒരു എഴുത്തുകാരൻ്റെ എല്ലാ ലക്ഷണവും ഉണ്ട്. ഓക്കെ, അപ്പം എഴുതി തുടങ്ങണം. എന്തോ എഴുതണ്ടേ? ഗത്സമനയിലെ യേശു, ഗബ്ബഥായിലെ യേശു, ഗോൽഗോഥായിലെ യേശു. ഗത്സമനയിലാണ് യേശു ഒറ്റപ്പെടുത്തപ്പെടുന്നതും ഒറ്റിക്കൊടുക്കപ്പെടുന്നതും. ഗബ്ബഥായിലാണ് തല തല്ലി പൊളിച്ച് പുറമടിച്ചുഴപുചാല് പോലെ കീറി മുഖത്ത് മുഷ്ടി ചുരുട്ടി കുത്തി മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പി. ഓ, എന്ന പങ്കപ്പാടൊക്കെയാണ്. ആർക്കു വേണ്ടി? ആർക്കു വേണ്ടി? ആർക്കു വേണ്ടിയാ മോനെ? എനിക്ക് വേണ്ടി എന്ന് പറയണം ഓരോരുത്തർ. നമുക്കെന്നുള്ളത് വിട്ടേരെ, എനിക്ക് വേണ്ടി എന്ന് പറയണം. ഞാൻ പറഞ്ഞു വന്നത്, ഇത് അങ്ങനെ അങ്ങോട്ട് അംഗീകരിച്ച് ഏറ്റെടുത്ത് ആ യേശു എന്റേതാണ് എന്ന് വിശ്വസിക്കാൻ പാകമായ ഒരാൾ സ്നാനപ്പെടേണ്ടത്.
വിശ്വസിക്കാൻ പാകമായ ഒരാൾ. ഈ വിധകളുടെ ചരിത്രം പഠിക്കുമ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ ചോദിച്ചോട്ടെ, യേശുവിൻ്റെ മുഖത്ത് തുപ്പിയിട്ടാണോ കന്നത്തടിച്ചത്, അടിച്ചിട്ടാണോ തുപ്പിയത്? അങ്ങനെ ചിന്തിച്ചിട്ടില്ലല്ലേ? മുഖത്ത് തുപ്പി അവർ കന്നത്ത് അടിച്ചു എന്നൊക്കെ വായിച്ചു വിട്ടിട്ടുള്ളതല്ലാതെ തുപ്പിയിട്ട് അടിച്ചോ അടിച്ചിട്ട് തുപ്പിയോ? തുപ്പിയിട്ടാണ് എന്ന മത്തായി എഴുതിയിരിക്കുന്ന അങ്ങനെ. 26:67 വാക്യം നോക്കിക്കേ. മത്തായി 26:67. മത്തായി സുവിശേഷം 26:67. ആ ആ ആ മത്തായി എഴുതിയിരിക്കുന്ന റിപ്പോർട്ട് കണ്ടോ? ആദ്യം എന്തോ ഇതെന്നാ, മുഖത്ത് തുപ്പി, പിന്നെ കന്നത്ത് അടിച്ചെന്നാണ്. മുഖത്ത് ഒരാളല്ല, ഒത്തിരി പേര് തുപ്പിയിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അവരുടെ കഫവും തുപ്പലും എല്ലാം മുഖത്ത് ഇങ്ങനെ പറ്റിയിരിപ്പുണ്ട്. ഇനി ഒരാൾ കന്നത്ത് അടിച്ചാൽ എന്തോ സംഭവിക്കും? അവന്റെ കയ്യിലെ തുപ്പല് പറ്റും. അപ്പൊ പിന്നെ ആരെങ്കിലും അടിക്കുമോ കൈകൊണ്ട്? കന്നത്ത് അടിച്ചു എന്ന് മാത്രമേ മത്തായി പറയുന്നുള്ളൂ, എങ്ങനെ അടിച്ചു എന്ന് പറയുന്നില്ല. അതാണ് ക്രിസ്തുവിനോടുള്ള നമ്മുടെ പ്രണയം കൂടാൻ കാരണമായി വരുന്നത്. അന്വേഷിക്കണം, തുപ്പിയിട്ടാണോ അടിച്ചത്, അടിച്ചിട്ടാണോ തുപ്പിയത്? അപ്പം നമ്മുടെ ന്യായമായ ഒരു മലയാളി ചിന്തയിൽ മിക്കവാറും അടിച്ചിട്ടായിരിക്കും എന്തോ ചെയ്തത്, തുപ്പിയതെന്ന് വരും. അങ്ങനല്ല, മത്തായി രേഖ ഇങ്ങനെ എഴുതി വെക്കുമ്പോൾ ഇത് സംഭവിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഈ ചിത്രത്തെ പ്രവചന നിരീക്ഷണ നാളിലൂടെ നോക്കിക്കണ്ട മീഖ എന്നൊരു പ്രവാചകനുണ്ട്. മീഖ 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ എഴുതി വച്ചിരിക്കുന്നു, അവർ അവന്റെ മുഖത്ത് വടി കൊണ്ടടിച്ചു എന്ന്. ഈ കന്നത്തടിച്ചു എന്ന് പറയുന്നതേ കൈ കൊണ്ടല്ല, പിന്നെ എന്തുകൊണ്ടാണ് അടിച്ചേ? വടി കൊണ്ട്. അവർ ഇസ്രായേലിന്റെ ന്യായാധിപതിയെ എന്തോ ഇതെന്നാ, വടി കൊണ്ട് ചെകിട്ടത്തടിച്ചു. ഓ, അപ്പൊ വീഞ്ഞുങ്ങളൊക്കെ കഴിക്കുമ്പോൾ ആ മീഖ 5:1 മറക്കാതെ വേണം ഇത് കഴിക്കാൻ. ചെകിട്ടത്ത് കൈ കൊണ്ടൊരു അടി കിട്ടുന്ന പോലെയല്ല, വടി കൊണ്ട് അടി കിട്ടുന്നത്. എന്താ വടി കൊണ്ട് അടിക്കാൻ കാരണം? എന്താ മനു, വടി കൊണ്ട് അടിക്കാൻ കാരണം എന്താ? മുഖത്ത് എന്തോ ഇത് വെച്ചിരിക്കുക, തൊപ്പി വെച്ചിരിക്കുക. അതുകൊണ്ട് കൈ കൊണ്ട് അടിച്ചാൽ കയ്യെ പറ്റും. അതുകൊണ്ട് അവർ അവിടെ വഴി കിടന്ന മുണ്ടത്തടി എടുത്ത് എന്തോ ചെയ്തു, അങ്ങനെ കന്നത്തടിക്കുമ്പോൾ അണപ്പല്ല് സെറ്റോടെ തകർന്നു പോകും. അറിയാമോ? ചെവിക്കൂടെ ഉണ്ടല്ലോ ഇയർ ഡ്രം എന്ന് പറയുന്നത്, അത് പൊട്ടിപ്പോവും. മനസ്സിലായില്ലേ? അതിന്റെ തുമ്പങ്ങാണം കൊണ്ടാൽ കൺമണി കലങ്ങിപ്പോവും. അത്രയ്ക്ക് വലിയ വ്യഥയാണ് ക്രൂശീകരണം. പഠിക്കണം ദ ക്രൂസിഫിക്ഷൻ ഓഫ് ജീസസ്. ക്രൂശിന്മേൽ ക്രൂശിന്മേൽ എന്ന പാട്ട് പാടുമ്പോൾ ചുമ്മാ നിൽക്കരുത്, നിർനിമേഷരായി ക്രൂശിനെ ധ്യാനിക്കണം. അപ്പം മീഞ്ഞുമൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ കൈ വിറയ്ക്കും, മനസ്സ് വിറയ്ക്കും, ശരീരം ആകപ്പാടെ വിറച്ചു പോകും. ഇത് ചുമ്മാ ബേക്കറി കയറി ബന്നും ചായം കഴിക്കുന്ന പോലെ ചുമ്മാ കഴിക്കരുത് കർത്തൃമേശയൊന്നും. ക്രൂശിനെ ധ്യാനിക്കണം. വിറച്ചു പോകും നമ്മുടെ കൈ. പാസ്റ്റർ കൊണ്ടുവന്ന് നുറുക്കി തരുമ്പോഴും വാങ്ങാൻ കൈ വിറയ്ക്കും. കാരണം എനിക്ക് വേണ്ടി ചെകിട്ട താട്ടിക്കൊണ്ടത് കർത്താവ് എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഉണ്ടല്ലേ. ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്. ഇത്ര ഞാൻ വിശദീകരിച്ച് പറഞ്ഞ എന്താണെന്നറിയോ? ഇതെല്ലാം വ്യക്തിപരമായി മനസ്സിലാക്കിയിട്ട് ആ യേശുവിനെ വിശ്വസിക്കാൻ പാകമായവരെ എന്തോ ചെയ്യാവൂ, സ്നാനപ്പെടാവൂ. അതാണ് മർക്കോസ് തരുന്ന ഓർഡർ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും. കുഞ്ഞു പരുവത്തിലെ സ്നാനമേറ്റാണെന്ന് അവകാശപ്പെടുന്നവർ എന്തിനാ പെട്ടെന്ന് അവർക്ക് അറിയത്തില്ല. ഇന്നും കുരിശിലെ വ്യതകളൊന്നും അവരറിഞ്ഞിട്ടേ ഇല്ല. കുഞ്ഞറിഞ്ഞിട്ടില്ല. പുതിയ ടർക്കിയിൽ പൊതിഞ്ഞ് മാമോദീസായ്ക്ക് കൊണ്ട് ചെന്നപ്പോൾ പുതിയ ടർക്കിയും പുതിയ പുടവയൊക്കെ വാങ്ങിച്ചാൽ അതിനകത്ത് ഇരിക്കുന്ന കുഞ്ഞി കറങ്ങുന്ന പങ്കയും തൂക്കുവിളക്കും ഒക്കെ കണ്ട് സന്തോഷിച്ച് അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ടൊക്കെ നിൽക്കുമ്പോഴാണ് അതിനെ മാമോദീസ മുഖ്യം എന്ന് പറയുന്നത്. അതിന് ഈ വ്യഥകളൊന്നും മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് മർക്കോസ് പറയുന്ന ആ ഒരു ഓർഡർ വളരെ ഭംഗിയാണ്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും. ആ ഓർഡർ പഠിച്ചോളൂ. എന്താ വിശ്വസിക്കേണ്ടെന്ന് ഞാൻ മുമ്പേ പറഞ്ഞു. വേണമെങ്കിൽ നിങ്ങൾ എഴുതിക്കോ. 1, 2, 3, 4 എഴുതുന്നവർ എഴുതിക്കോ. എന്നിട്ട് എഴുതാത്തവർക്ക് പിന്നീട് കൊടുക്കണം. അത് എന്ത് വിശ്വസിക്കണം? 1, യേശുവിനെ കുറിച്ച് വിശ്വസിക്കേണ്ടത് ഏകരക്ഷകൻ. രക്ഷകന്മാരുടെ കൂട്ടത്തിൽ രക്ഷകനല്ല യേശു, പിന്നാരാ? ഏകരക്ഷകൻ എന്ന് വിശ്വസിക്കണം. അടുത്തത് ഏക കർത്താവ്. പടപടാന്ന് എഴുതിക്കോ. ഏകരക്ഷകൻ, പിന്നെ ഏക കർത്താവ്. ഒത്തിരി കർത്താക്കന്മാരുടെ കൂട്ടത്തിലുള്ള കർത്താവല്ല, യേശു ഏക കർത്താവാണ്. അടുത്തത് ഏകദൈവമാണ്. ഏകദൈവം.
മൂന്നെണ്ണമായില്ലേ? നാലാമത്തേത് ഏകമധ്യസ്ഥൻ. ഒത്തിരി മധ്യസ്ഥന്മാരുടെ കൂട്ടത്തിലൊരു മധ്യസ്ഥനല്ല യേശു. മരിച്ചുപോയവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും വേണ്ടി മധ്യസ്ഥനാകാൻ മരിച്ചിട്ട് ജീവിച്ചെഴുന്നേറ്റ യേശുവിന് മാത്രമേ കഴിയുകയുള്ളൂ. മനുഷ്യന് വേണ്ടി ദൈവത്തോട് മധ്യസ്ഥ ചെയ്യണമെങ്കിൽ ആ മധ്യസ്ഥൻ ദൈവമായിരിക്കണം, മനുഷ്യനുമായിരിക്കണം. മനുഷ്യത്വത്തിന്റെ വ്യഥകളും ദൈവത്വത്തിന്റെ മഹത്വവും ഒരേപോലെ കൈയാളുന്ന ഒരേ ഒരാളത്വം ഔന്നത്യത്തിന് മാത്രമേ മനുഷ്യന് വേണ്ടി മധ്യസ്ഥനായിരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് യേശു മധ്യസ്ഥന്മാരുടെ കൂട്ടത്തിലുള്ള മധ്യസ്ഥനല്ല. പിന്നെ ആരാ? ഏകമധ്യസ്ഥനാണ്. അടുത്തത് ഏക അവതാരമാണ്. ഒത്തിരി അവതാര പുരുഷന്മാരുടെ കൂട്ടത്തിലൊരു അവതാരമല്ല യേശു. യേശു ഏക അവതാരമാണ്. ഏക അവതാരം. മനസ്സിലായില്ലേ? ഇത് വിശ്വസിക്കണം. അടുത്തത് ഏക യോഗ്യനാണ് യേശു. ഏക യോഗ്യൻ. ഒത്തിരി യോഗ്യന്മാരുടെ കൂട്ടത്തിൽ യേശുവും ഒരു യോഗ്യനല്ല. യേശുവാണ് ഏക യോഗ്യൻ. ആശ്രയിപ്പാൻ യോഗ്യൻ, വീണ്ടെടുപ്പുകാരനായി നിൽക്കാൻ യോഗ്യൻ, നമുക്കെന്നും സഖിയാകാൻ യോഗ്യൻ. മനസ്സിലായോ? എല്ലാറ്റിനും യേശു ഏക യോഗ്യൻ. അടുത്തത് ഏക നായകനാണ് യേശു. ഏക നായകൻ, വിശ്വാസത്തിന്റെ നായകൻ, ജീവന്റെ നായകൻ, രക്ഷാനായകൻ. ഓ, എത്ര നായക പദവിയാ എൻ്റെ യേശുവിനെന്നറിയാമോ? ഏതൊക്കെയാ പറഞ്ഞേ? വിശ്വാസത്തിന്റെ നായകൻ, രക്ഷാ നായകൻ, ജീവൻ നായകൻ. കണ്ടോ യേശുവിന്റെ നായകത്വം? അങ്ങനെ നായകത്വമുള്ളത് വേറെ ആർക്കുമില്ല. പിന്നെ ആർക്കേ ഉള്ളൂ? യേശുവിന് മാത്രം. അതുകൊണ്ട് ഏക നായകനാണ് യേശു. അടുത്തത് ഏക പരിശുദ്ധനാണ് യേശു. ഒത്തിരി പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ യേശുവും ഒരു പരിശുദ്ധനാണെന്നല്ല. പിന്നെന്താ? ഏക പരിശുദ്ധനാണ് യേശു. അടുത്തത് ഏക ന്യായാധിപനാണ് യേശു. ഏക ന്യായാധിപൻ. ഒത്തിരി ന്യായാധിപന്മാരില്ല. ഹൈക്കോടതിക്കും ജില്ലാ കോടതിക്കും പിന്നെ അങ്ങ് സുപ്രീം കോടതിക്കും ഒക്കെ ന്യായാധിപന്മാരുണ്ട്. നമ്മൾ ഏറ്റവും ആദരിക്കുന്ന വമ്പൻ ന്യായാധിപന്മാരുണ്ട്. പക്ഷേ അവരെയും കൂടെ ന്യായം വിധിക്കാൻ കരുത്തുള്ള ഒരേ ഒരു ന്യായാധിപൻ യേശു മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? അടുത്തത് ഏക വീണ്ടെടുപ്പുകാരനാണ്. വീണ്ടെടുപ്പുകാർ വേറെ ആരുമില്ല. നമ്മെ വീണ്ടെടുക്കാൻ വേറെ ആർക്കും പറ്റില്ല. ഏക വീണ്ടെടുപ്പുകാരൻ ആര് മാത്രമാണ്? യേശു മാത്രമാണ്. ഓക്കെ, ഇങ്ങനെ അങ്ങോട്ട് ഏക ഏക ചേർത്ത് പറയാൻ ഒട്ടനവധി ഉണ്ട് യേശുവിനെ. ഞാൻ പറഞ്ഞു വരുന്ന മക്കളുമാർ ശ്രദ്ധിച്ചോണം. ഇത് വിശ്വസിക്കാനും അംഗീകരിക്കാനും ഒരു വ്യക്തിക്ക് എന്തോ വേണം? എന്താ വേണം? പ്രാപ്തി വേണം, പ്രായമാകണം, പക്വതയാകണം. അതാണ് സ്നാനത്തിന്റെ സമയം. അതാണ് മർക്കോസ് പറയുന്നത്. വിശ്വസിക്കുകയും ഇങ്ങനെ വിശ്വസിക്കുമ്പോഴാണ് നമ്മൾ രക്ഷിക്കപ്പെടുക, മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞ്. ആദ്യം മാനസാന്തരമാണ്. സ്നാനം എന്ന വിഷയം പഠിക്കുന്നതിന് മുമ്പേ നമ്മൾ എന്തോ ചെയ്യണം? മാനസാന്തരം എന്ന വിഷയം അറിയണം. ആ മാനസാന്തരത്തിനുള്ള വഴിയാണ് പറഞ്ഞത്. ഈ പറയപ്പെട്ടതായിരിക്കുന്ന നിലയിൽ യേശുവിനെ ഒരുവൻ വിശ്വസിക്കുമ്പോൾ അവൻ മാനസാന്തരപ്പെടുന്നു. മാനസാന്തരം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? വാട്ട് ഇസ് ദ മീനിങ്? റിപ്പൻഡൻസ്. മാനസാന്തരം എന്ന വാക്കിന്റെ അർത്ഥം പള്ളി ചേരുന്നതാണോ മാനസാന്തരം? കള്ളുകൂടി നിർത്തുന്നതാണോ മാനസാന്തരം? പുകവലി നിർത്തുന്നതാണോ മാനസാന്തരം? രാത്രി 12 മണിയായാലും വീട്ടിൽ കയറാത്ത പുള്ളി വൈകിട്ട് 5 മണിക്ക് വീട്ടിൽ പ്രസന്റ് ആകുന്നു, അതാണോ മാനസാന്തരം? അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഞങ്ങളുടെ അച്ഛൻ മാനസാന്തരപ്പെട്ടു കേട്ടോ. അതെന്താ? അയ്യോ, ഇപ്പൊ പുള്ളി കവലയിലൊന്നും കറക്കമില്ല, 5 മണിക്ക് പുള്ളി വീട്ടിൽ പ്രസന്റ് ആണ്. അച്ചായോ എന്ന് വിളിച്ചാൽ എന്തോന്നും ചോദിച്ചാൽ അവിടെ ഉണ്ടാള്. 12 മണി 1 മണി കഴിഞ്ഞാലും വീട്ടിൽ വരാത്ത പുള്ളിയാണ്. ഇപ്പൊ 5 മണി മുതൽ വീട്ടിലുണ്ടെങ്കിൽ പുള്ളി എന്ത് ചെയ്തു എന്നാണ്? കള്ളു കുടിക്കുന്നില്ല, ഇപ്പം മാനസാന്തരപ്പെട്ടു. പുകവലിക്കുന്നില്ല, മാനസാന്തരപ്പെട്ടു എന്നാ പറയാ. ഇതൊക്കെ മാനസാന്തരപ്പെട്ടു എന്ന് പറയാനുള്ള കാരണം നേരത്തെയുള്ള ദുഷിച്ച ദുശീല ദുർഗുണങ്ങളിൽ നിന്ന് വിടുതല പ്രാപിച്ചു എന്നുള്ളതാണ്. പക്ഷെ മാനസാന്തരം എന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല. പാപപ്രവർത്തികളിൽ നിന്ന് തിരിയുന്നത് മാത്രമല്ല മാനസാന്തരം. കുഞ്ഞുങ്ങളൊക്കെ നിർവചനം ഓർക്കണം, മറക്കരുത്. ടേണിംഗ് ഫ്രം സിൻ ആൻഡ് ടേൺ ടു ട്രൂ ഗോഡ്, അതാണ് റിപ്പൻഡൻസ്. പാപത്തിൽ നിന്ന് തിരിഞ്ഞ് സത്യദൈവത്തിങ്കിലേക്ക് തിരിയണം, അതാണ് മാനസാന്തരം. ഓക്കെ, കുഞ്ഞുങ്ങളൊക്കെ ഇംഗ്ലീഷിൽ തന്നെ എഴുതിക്കോ. ടേണിംഗ് ഫ്രം സിൻ ആൻഡ് ടേൺ ടു ട്രൂ ഗോഡ്, അതാണ്. പാപത്തിൽ നിന്ന് തിരിഞ്ഞ് എവിടോട്ട് തിരിയണം? സത്യദൈവത്തിങ്കൽ. ദൈവത്തിലേക്കെന്ന് പറയാൻ പറ്റത്തില്ല നമുക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. അപ്ഡേറ്റ് ചെയ്യണം നമ്മൾ ആത്മീക ചിന്തകളെ. ദൈവം എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇവിടെ പശുവും കാളയും കോഴിയും താറാവും എല്ലാം എന്തുവാണ്? ഇഴഞ്ഞു ഓടിപ്പോകുന്ന പാമ്പ് ദൈവമാണ്. ഇവിടെ പറവകൾ ദൈവമാണ്. മനസ്സിലായില്ലേ? മറ്റു പലതും ദൈവമാണ്. ആവാഹന ശക്തികൾ, സങ്കല്പമൂർത്തികൾ ദൈവമാണ്. മരിച്ചവരുടെ പ്രേതാത്മാക്കൾ ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുക. മനസ്സിലായില്ലേ? എന്തെങ്കിലും ഇന്ദ്രജാല മഹേന്ദ്രജാലങ്ങൾ ചെയ്യാൻ കരുത്തുള്ളവരൊക്കെ ദൈവങ്ങളാണ് ഇവിടെ. അങ്ങനെ പലതും ചിലതും ദൈവങ്ങളെന്ന് അവകാശപ്പെടുമ്പോൾ നമുക്ക് ദൈവമല്ല, സത്യദൈവമാണ്. അല്പം കൂടെ ഭംഗിയായി പറഞ്ഞാൽ ഏക സത്യദൈവമാണ്. യോഹന്നാൻ 17:3.
യോഹന്നാൻ 17:3 പറയുന്നത് ദൈവത്തെങ്കിലേക്ക് തിരിയണമെന്നല്ല, പിന്നെന്താ? യോഹന്നാൻ 17:3 വായിച്ചേ. ആ, ഏക സത്യദൈവത്തിലാണ് നമ്മുടെ വിശ്വാസം. ഏക സത്യദൈവത്തിൽ. അപ്പൊ ദൈവം എന്ന് മാത്രം പറയാൻ പറ്റത്തില്ല, ഏക സത്യദൈവം. ഞാൻ കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് ഗുജറാത്തിലായിരുന്നു. അന്ധവിശ്വാസങ്ങളുടെ ഓരോ ഇടപാട് കണ്ട് സങ്കടപ്പെട്ടു പോയി. ഭയങ്കര സംഭവം അതൊക്കെ, പുറത്തു പറയാൻ പറ്റത്തില്ല. അന്ധവിശ്വാസം വളരെ നന്നായിട്ട് ആടയാഭരണങ്ങൾ ധരിച്ച് സാമ്പത്തികമായിട്ട് നല്ല ശേഷിയുള്ളവർ തന്നെ കാണിക്കുന്ന ഓരോ ഏർപ്പാട് കണ്ടാൽ അവരുടെ മനസ്സിലുള്ള ദൈവ ചിന്ത വളരെ വികലവും വികൃതവുമാണ്, വികൽപ്പങ്ങളാണ്. അവിടെയാണ് നമുക്കൊരു കാര്യം അറിയാവുന്നത്, നാം സേവിക്കുന്ന ദൈവത്തെ അല്ല, ഏക സത്യദൈവത്തെയാണ്. മനസ്സിലായില്ലേ? ഏക സത്യദൈവം. അപ്പൊ എന്താ മാനസാന്തരം എന്ന് പറഞ്ഞാൽ? ടേണിംഗ് ഫ്രം സിൻ ആൻഡ് ടേൺ ടു ട്രൂ ഗോഡ്. അത് മറന്നു പോകരുത്. ടേണിംഗ് ടു ട്രൂ ഗോഡ്. ഒന്ന് പറഞ്ഞേ, ടേണിംഗ് ഫ്രം സിൻ ആൻഡ് ടേൺ ടു ട്രൂ ഗോഡ്. പാപത്തിൽ നിന്ന് തിരിഞ്ഞിട്ട് എവിടോട്ട് തിരിയണം? സത്യദൈവത്തിങ്കിലേക്ക് തിരിയുന്നതാണ്, അല്ലെങ്കിൽ ഏക സത്യദൈവത്തിങ്കിലേക്ക് തിരിയുന്നതിനെയാണ് എന്തോ പറയുക? മാനസാന്തരപ്പെടുക. കള്ളുകൂടി നിർത്തിയ പലരും പള്ളി വരുന്നുണ്ടോ? പുകവലിക്കുന്നില്ല, വഴക്കുണ്ടാക്കുന്നില്ല, മറ്റു പ്രശ്നങ്ങളൊന്നും ഏർപ്പെടുന്നില്ല, പള്ളി പോകുന്നില്ല, ക്ഷേത്രങ്ങളിൽ പോകുന്നില്ല, ദൈവമായിട്ട് ഇടപാടില്ല, വീട്ടിൽ മര്യാദരാമനായിട്ട് കഴിയുന്നു. അത് മാനസാന്തരമല്ല യഥാർത്ഥത്തിൽ. മാനസാന്തരപ്പെട്ട വ്യക്തിക്ക് ഏകസത്യ ദൈവമായിട്ട് എന്തോ ഉണ്ട്? ഒടുങ്ങാത്ത ബന്ധമുണ്ട്. ജീവിതത്തിൽ പ്രഥമ പരിഗണന ദൈവത്തിന് കൊടുക്കുന്നു. മാനസാന്തരപ്പെട്ടവരാണല്ലോ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. മാനസാന്തരപ്പെട്ടവരുടെ ലക്ഷണം ഞാൻ പറയട്ടെ. മാനസാന്തരപ്പെട്ടവരറിയാൻ വേദപുസ്തകത്തിലെ 2 വാക്യങ്ങളുടെ അംശങ്ങൾ, വാക്യാംശങ്ങൾ എന്ന് പറയും. വാക്യങ്ങൾ മൊത്തമല്ല, വാക്യാംശങ്ങൾ. മക്കളുമാര് പറ, വേദപുസ്തകത്തിലെ ആദ്യത്തെ വാചകം ഏതാന്ന് പറ. വേദപുസ്തകത്തിലെ ആദ്യത്തെ വാചകം ഏതാന്ന് പറ. ആദിയിൽ. ആദിയിൽ നിന്ന് മാത്രമായാൽ ഒരു വാക്കല്ലേ ആവുന്നുള്ളൂ, ഒരു വാചകമായിട്ട് പറ. ആകാശം ഭൂമിയൊന്നും വേണ്ട, ആദ്യത്തെ വാചകം കട്ട് ചെയ്ത് പറഞ്ഞേ. ആദിയിൽ, അത്രയും മതി. അപ്പൊ ഒരു വാചകമായില്ലേ? ആദിയിൽ ദൈവം. ഒന്ന് പറഞ്ഞു നോക്കി. ആദിയിൽ. മാനസാന്തരപ്പെട്ടവന്റെ ഏറ്റവും വലിയ മുദ്രാവാക്യവും ഏറ്റവും വലിയ തത്വം അതായിരിക്കണം, ആദിയിൽ ദൈവം. എൻ്റെ ജീവിതത്തിന്റെ ആദിയിൽ ആര് വരണം? ഞാൻ ഉണർന്നു കഴിഞ്ഞാൽ ആദിയിൽ ആരോട് സംസാരിക്കണം? മൊബൈൽ ഫോൺ എന്ത് ചെയ്യുന്നല്ല, വാട്സപ്പിൽ ആരാ മെസ്സേജ് അയച്ച, യൂട്യൂബ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം തപ്പുകയല്ല. ഉണർന്നാൽ ആദിയിൽ ആരെ? ദൈവം. മനസ്സിലാകുന്നുണ്ടോ? പഠിക്കുന്നതിന് മുമ്പ് ആദിയിൽ ആരെ ഓർക്കണം? ദൈവത്തെ ഓർക്കണം. ആദിയിൽ ദൈവം. ദൈവത്തോട് സംസാരിച്ചിട്ട് പാഠപുസ്തകം തുറന്നാൽ മതി. ഉണർന്നാൽ ആദിയിൽ ദൈവം, ഉറങ്ങുന്നതിന് മുമ്പ് ആദിയിൽ ദൈവം. ശമ്പളം കയ്യിലോട്ട് കിട്ടിയാൽ ആദിയിൽ ആരെ? ദൈവത്തെ ഓർക്കണം. മനസ്സിലായില്ലേ? 2 വാക്യങ്ങളുടെ അംശങ്ങൾ നിങ്ങൾ ഒരുമിച്ച് സമന്വയിപ്പിക്കണം സമഞ്ജസമായി. എന്നിട്ട് അതിൽ അധിഷ്ഠിതമായി നമ്മുടെ മാനസാന്തര ജീവിതത്തെ പണിയണം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിലാണ് ആദിയിൽ ദൈവം. യോഹന്നാന്റെ സുവിശേഷം 1:1 ആദിയിൽ വചനം. ആദിയിൽ ദൈവം, ആദിയിൽ വചനം. ഈ 2 പ്രിൻസിപ്പിളിലേക്ക് നമ്മുടെ മാനസാന്തര ജീവിതത്തെ കൊണ്ട് കണക്ട് ചെയ്യാൻ പറ്റിയാൽ തോക്കത്തിൽ ഒരിക്കലും വിജയിക്കുക തന്നെ ചെയ്യും. എത്ര പേർക്ക് സമ്മതിക്കാൻ കഴിയുന്നുണ്ട്? ഇതിൽ വാട്സപ്പ് നോക്കി, ഫേസ്ബുക്ക് നോക്കി, എല്ലാം നോക്കി, അയ്യോ ദൈവമേ പ്രാർത്ഥിച്ചില്ല. പിന്നിരുന്നൊരു കുഞ്ഞു പ്രാർത്ഥന, കർത്താവെ കാത്തോണേ, ഇന്ന് പകലിൻ്റെ തിരക്കിൽ ഞങ്ങളെ സൂക്ഷിച്ചോണേ, പോവുകയാണേ കൂടെ ഇരുന്നോണേ. കർത്താവ് അതല്ല ആഗ്രഹിക്കുന്നത്. മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ കർത്താവിനോട് സംസാരിക്കാൻ നമ്മൾ ഇരിക്കുന്നത് അവൻ ആഗ്രഹിക്കുന്നു. അവൈലബിലിറ്റി ഈസ് ദ ബെസ്റ്റ് ക്വാളിറ്റി ഓഫ് എ ബിലീവർ. അവൈലബിലിറ്റി. ആർക്ക് അവൈലബിൾ ആകണം? നമ്മൾ ദൈവത്തിന് അവൈലബിൾ ആകണം. ദൂരെ പഠിക്കാൻ പോയ മോളെ കാണാൻ ആഗ്രഹമില്ലേ മമ്മിമാർക്ക്? മോനെ കാണാൻ താല്പര്യമില്ലേ? അതുകൊണ്ടല്ലേ കൂടെ കൂടെ വിളിക്കുന്നു. നേരിട്ടൊന്ന് മോളെ വീഡിയോയിലൊന്ന് വന്നേ മോനെ ഒന്ന് കാണട്ടെ എന്ന് പറയാറില്ലേ? അതാ താല്പര്യം കൊണ്ടാണ്. മനസ്സിലായില്ലേ? ഇതിനേക്കാൾ താല്പര്യമാണ് രക്തം തന്ന് വീണ്ടെടുത്ത നമ്മുടെ കർത്താവിന് നമ്മളെ കാണാൻ. നമ്മൾ ഫേസ്ബുക്ക് എല്ലാം നോക്കി, യൂട്യൂബ് എല്ലാം നോക്കി, ഇനി ഒന്നും ഇല്ലെന്ന് ഉറപ്പ് വന്നിട്ടേ പ്രാർത്ഥിക്കാൻ തുടങ്ങുള്ളെങ്കിൽ കർത്താവിന്റെ നിരാശയൊന്നും നോക്കി. നിങ്ങൾ വലിയ കാര്യമായിട്ട് വിളിക്കുകയാണ്, മോളെ എന്നാ ഉണ്ടെന്ന്. മമ്മി ഇപ്പം ഞാൻ തിരക്കിലാണ്, പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ അന്ന് വിളിച്ചില്ലെങ്കിൽ നിങ്ങളുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഞങ്ങളുടെ വീട്ടിലെ വിവരം ഈ പുള്ളി എങ്ങനെ അറിഞ്ഞെന്നാ ചിലരെന്നെ ഇങ്ങനെ തുറിച്ച് നോക്കുന്നു. എല്ലായിടത്തും ഇതൊക്കെ തന്നെ സംഭവം. അവർ തിരക്കാ, തലമുറ തിരക്കാണ്. പപ്പയ്ക്കും മമ്മിക്കും ഒന്നും സമയത്ത് അവരെ കിട്ടിയെന്ന് വരത്തില്ല. എടാ കുഞ്ഞൊന്ന് നിന്നെ മമ്മി ഒരു കാര്യം പറയണേ, മമ്മി ഇപ്പം സമയമില്ല, ഞാൻ പോയിട്ട് വന്നിട്ട് പറയാം.
അങ്ങനെ ഓടുകയാണ്. പിള്ളേരെല്ലാം ഓട്ടത്തിലാണ്. അപ്പൊ അവരുടെ ഹൃദയം പിടയ്ക്കുകയാണ്, വേദനിക്കുകയാണ്. അങ്ങനാണെങ്കിൽ നമുക്ക് വേണ്ടി മുമ്പേ ഞാൻ പറഞ്ഞ പോലെ ഗദ്സമനെയും ഗബദ്ധയും ഗോൽഗോഥയും അനുഭവിച്ചവന്റെ വ്യഥ എത്രമാത്രമായിരിക്കും. ഇത്ര നേരമായിട്ട് എൻ്റെ അടുത്തൊന്നും വന്നില്ലല്ലോ, ഇത്ര നേരമായിട്ട് ഞാൻ എഴുതി കൊടുത്ത പ്രണയലേഖനം അവളൊന്ന് വായിച്ചില്ലല്ലോ. ഏതാ? ബൈബിൾ. ഇപ്പൊ ഈ ഫോൺ വരുന്നത് കൊണ്ടാണല്ലോ ഇപ്പം ദൂരെ പോയ അച്ചായനും മക്കളെയും ഒക്കെ നമുക്ക് കൂടെ പണ്ട് ഗൾഫിൽ നിന്ന് വരുന്ന ഒരു കത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? അത് വെള്ളിയാഴ്ചകളിൽ അച്ചായൻ ഇരുന്നെഴുതും, അത് പോസ്റ്റ് ചെയ്താൽ അടുത്ത ഒരു 2 വെള്ളിയാഴ്ച കഴിയുമ്പോൾ ഇവിടെ വരും. അത് കിട്ടിക്കഴിയുമ്പോൾ ആവേശം ഒന്ന് ആലോചിച്ച് നോക്കി. എത്ര പ്രാവശ്യം അത് വായിച്ചിട്ടുണ്ടെന്ന് നമുക്കൊരു പിടിയില്ല. വലിയ വിശേഷമൊന്നുമില്ല. നിനക്ക് സുഖമായിരിക്കുന്നോ, കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നുണ്ടോ, പിന്നെ റബ്ബറിന് ഇപ്പം എന്നാ ഉണ്ട് വില, അപ്പം അച്ഛനും അമ്മയൊക്കെ സുഖമായി, ഇത്രയേ ഉള്ളൂ സംഭവം. പക്ഷേ ഇത് 46 പ്രാവശ്യം നമ്മൾ വായിച്ചു. എന്താ കാര്യം? അങ്ങ് ദൂരെ അറേബ്യൻ മരുഭൂമിയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം ഇരുന്ന് എഴുതിയ ആ വരികളിൽ അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം നമ്മൾ അറിയുകയാണ്. അങ്ങനാണെങ്കിൽ രക്തം കൊണ്ട് എഴുതി തന്ന ഒരുവനുണ്ടെന്ന് ഈ പുസ്തകം തുറക്കാതെ, ഈ പുസ്തകം ധ്യാനിക്കാതെ വേറെ പലതും ചിലതും നമ്മൾ ധ്യാനിച്ചു പോയാൽ ആ മനസ്സ് വിങ്ങുന്നുണ്ടെന്നായി പറഞ്ഞേ. മനസ്സിലായില്ലേ? മാനസാന്തരത്തിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ശാലൻ രാജൻ വരുന്നൊരു ധ്വനിയെന്ന് പാടുന്ന് പറഞ്ഞേ നമ്മളെ പിടിച്ചാൽ കിട്ടാത്ത പോലെ കിടന്ന് തുള്ളുന്നു ഒന്നുമല്ല മാനസാന്തരത്തിന്റെ ജീവിതം. പിന്നെന്താ? പരിഗണന, ഫസ്റ്റ് പ്രയോറിറ്റി ആർക്ക് കൊടുക്കണം? അതാണ് ആദിയിൽ ദൈവം. അത് കഴിഞ്ഞ് ആദിയിൽ എന്തോ വരണം? ഇതിലേതാ ഒന്നാമത് വെക്കണ്ടേന്ന് എനിക്കറിയത്തില്ല. കാരണം ദൈവം തന്നെ വചനം, വചനം തന്നെ ദൈവം. അപ്പോൾ ഇത് രണ്ടും പരിജ്ഞാനത്തോടെ ക്രമീകരിക്കണം. ദൈവത്തോട് നേരിട്ട് കുറെ നേരം പ്രാർത്ഥിച്ചിട്ട് വേദപുസ്തകം വായിച്ചിട്ട് ധ്യാനിച്ചിട്ട് അടുക്കളയിലോട്ട് കയറിയാൽ മതി. അച്ഛൻ 5 മണിക്ക് കാപ്പി കുടിക്കണം നിർബന്ധമാണെങ്കിൽ നിങ്ങൾ 4 മണിക്ക് എഴുന്നേറ്റോ. ആദ്യത്തെ 1 മണിക്കൂർ നമ്മുടെ കർത്താവുമായിട്ട് അങ്ങ് സഖ്യതയിലാകണം. അത് കഴിഞ്ഞ് മതി കട്ടൻ കാപ്പിയൊക്കെ. കട്ടൻ കാപ്പി കുടിച്ചിട്ട് എന്നാ ഗുണമുണ്ടായി? പണ്ട് കട്ടൻ കാപ്പി കുടിച്ചത് മധുരം കലക്കിയായിരുന്നു. ഇപ്പം മധുരം വേണ്ടാതായില്ലേ? ഇനിയിപ്പോൾ ഡോക്ടർ പറയും കട്ടൻ കാപ്പിയും കൂടെ വേണ്ടാന്ന്. അതുകൊണ്ട് അങ്ങനെ പലതും ചിലതും വേണ്ടാന്ന് വെക്കുന്നതിന് പകരം കർത്താവുമായിട്ട് എന്തോ ചെയ്യണം? സംസാരിക്കും. ആദിയിൽ ദൈവം, ആദിയിൽ വചനം. ഇതാണ് മാനസാന്തരത്തിൽ അധിഷ്ഠിത ജീവിതം എന്ന് പറയുന്നത്. ദൈവത്തിന് ഹിതമല്ലാത്തതെല്ലാം വിട്ടുകളഞ്ഞിട്ട് നാം ദൈവത്തിങ്കിലേക്ക് വന്നു. അത് മാനസാന്തരം. അപ്പൊ സ്നാനത്തിന് മുമ്പ് എന്തോ അറിയണം? മാനസാന്തരത്തെ അറിയണം. അതുകൊണ്ടാണ് മാനസാന്തരത്തെ കുറിച്ച് അങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞത്. അകത്തുണ്ടാകുന്ന ആത്മബോധം കൊണ്ട്, പാപബോധം കൊണ്ട് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു നെടുവീർപ്പാണ് യേശു എൻ്റേത് മാത്രമാണ്. ഞാൻ മുമ്പേ അക്കമിട്ട് പറഞ്ഞ അത്രയും ചിന്തകൾ കർത്താവിൽ അംഗീകരിച്ചുകൊണ്ട് നിരുപാധികം കർത്താവിനെ ഏറ്റെടുക്കുമ്പോൾ നമ്മിലുണ്ടാകുന്ന വലിയ വ്യതിയാനമാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്നാനത്തിലേക്ക് വരാം. അപ്പൊ സ്നാനത്തിന്റെ ഓർഡർ മനസ്സിലായല്ലോ. എല്ലാവരും ശ്രദ്ധിച്ചോണം. സ്നാനപ്പെട്ടവരും സ്നാനപ്പെടാനുള്ളവരും ശ്രദ്ധിച്ചോണം. സ്നാനം നമ്മുടെ പുനരുത്ഥാനത്തെ ബാധിക്കുന്നൊരു കാര്യമാണ്. പുനരാഗമിക്കുന്ന കർത്താവിനോടൊപ്പം സമാഗമിക്കണമെന്നുണ്ടെങ്കിൽ, അതായത് നമ്മെ ചേർക്കാൻ വരുന്ന കർത്താവ്, അതാണല്ലോ പുനരാഗമനം എന്ന് പറയുന്നത്. അങ്ങനെ രണ്ടാമത് വരുന്ന കർത്താവിനോടൊപ്പം നമ്മൾ കയറിപ്പോകണമെന്നുണ്ടെങ്കിൽ എന്തോ ഇതേ പറ്റുള്ളൂ? സ്നാനപ്പെട്ടേ പറ്റുള്ളൂ. ചില ചോദിക്കാറുണ്ട്, എന്നാ ഉപദേശിച്ച് സ്നാനപ്പെട്ടില്ല സ്വർഗത്തിൽ പോകത്തില്ലെന്ന് തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾ പറയുന്നതല്ല, വചനം അങ്ങനെ പറയുന്നത്. അതിന് സ്നാനം എന്താണ് നമ്മൾ പഠിക്കണം. സ്നാനത്തിന്റെ ദൈവശാസ്ത്രം എന്താണെന്ന് അറിയണം. സ്നാനം എന്താണ്? റോമാലേഖനം 6-ാം അധ്യായം അതിന്റെ 5-ാമത് വാക്യം വായിക്കും. റോമാലേഖനം 6-ന്റെ അടുത്തത്. യേശുവിന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കാൻ, അല്പം കൂടെ ഭംഗിയായിട്ട് പറഞ്ഞാൽ മരണ അടക്ക പുനരുദ്ധാനത്തോടുള്ള എന്തുവാണ്? ഏകീഭാവമാണ്. യേശു എനിക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ആ യേശു എനിക്ക് വേണ്ടി മരിച്ചതുപോലെ, അടക്കപ്പെട്ടതുപോലെ, ഉയർത്തെഴുന്നേറ്റതുപോലെ ഞാൻ അതിനോട് ഏകീഭവിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ എന്തോ ചെയ്യുന്നത്? സ്നാനപ്പെടേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? 6-ന്റെ 3-ാം വാക്യത്തിൽ പറയുന്നു ക്രിസ്തുവിനോട് ചേരുവ. 3-ാം വാക്യം വായിച്ച്. അപ്പൊ എന്തിനാ സ്നാനം? യേശുവിനോട് യേശുവിനാൽ മാനസാന്തരപ്പെട്ട വ്യക്തി യേശുവിനോട് ചേരേണ്ടതിന് വേണ്ടിയാണ് സ്നാനം. ആ ചേരുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ യേശുവിന്റെ മരണ അടക്ക പുനരുത്ഥാനത്തോട് നമ്മൾ എന്തോ ചെയ്യാണ്? ഏകീഭവിക്കേണ്ടതിന് വേണ്ടിയാണ്. പാപത്തിൽ മരിച്ച നമ്മുടെ ശരീരത്തെ, ജഡശരീരത്തെ മുക്കണം എന്ന് പറഞ്ഞാൽ അടക്കണം. യേശുവിന്റെ
അടക്കത്തിൻ്റെ രൂപത്തോട് ഏകീഭവിക്കാനാണ് നമ്മൾ സ്നാനത്തിൽ വെള്ളത്തിൽ മുങ്ങുന്നത്. അരക്കൊപ്പം വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്ന ഒരു അഭിഷക്തന്റെ അരികിലേക്ക് പടിക്കെട്ടിറങ്ങി കുളത്തിലേക്ക് ചെല്ലുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ സങ്കല്പിച്ചേ, ആണോ പെണ്ണോ ആകട്ടെ. അരികിൽ വന്ന് നിൽക്കുമ്പോൾ അദ്ദേഹം യഥോചിത ഭംഗിയായി പരുവത്തിനവരെ ചേർത്ത് നിർത്തുന്നു. കൈകൂപ്പി ഭക്തിയോടെ, സ്തോത്രാർപ്പണങ്ങളോടെ, നന്ദിയോടെ, അപ്പം തന്നെ നിറഞ്ഞ കണ്ണുകളോടെ, വർദ്ധിച്ച ആത്മസന്തോഷത്തോടെ നിൽക്കുന്ന ആ പ്രിയ സഹോദരിയോട് അല്ലെങ്കിൽ സഹോദരനോട് ദൈവദാസൻ ചില ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങൾക്കെല്ലാം ഉവ്വ് ഉവ്വ് ഉവ്വ്, അതെ 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 എന്നാണ് മറുപടി പറയുന്നതെങ്കിൽ ഒരു ബ്ലെസ്സിങ് പ്രയറൊക്കെ തലയിലോട്ട് കൈവച്ചിട്ട് അങ്ങനെ ചെയ്തിട്ട് വെള്ളത്തിൽ നിർത്തി തന്നെ ഒരു പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ചിട്ട് നിന്റെ വാമൊഴിയിൻ പ്രകാരവും വിശുദ്ധ തിരുവെഴുത്തുകളിൻ പ്രകാരവും ഞാൻ നിന്നെ ഈ ജലത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് പിടിച്ചൊരൊറ്റ മുക്കും. അങ്ങനെ മുക്കുമ്പോൾ അണിവരൽ പോലും പുറത്ത് കാണത്തില്ല, ജലപ്പരപ്പിൻ്റെ മീതെയില്ല. മുടിനാരഴ പോലും ജലപ്പരപ്പിൻ്റെ മീതെ പൊങ്ങിക്കിടക്കത്തില്ല. ഈ കാർമ്മിക ശുശ്രൂഷ ചെയ്ത് തഴക്കമുള്ള ഇരുത്തം വന്നിട്ടുള്ള ദൈവദാസന്മാരത് ചെയ്യുമ്പോൾ ശരീരം വസ്ത്രമടക്കം മുഴുവനും മുങ്ങും. അങ്ങനെ മുങ്ങണം. ഒരു ഉപദേശം 3 പ്രാവശ്യം മുക്കിയിട്ട് മുങ്ങിയില്ല. മൊത്തത്തിൽ വെള്ളത്തിൽ ഇച്ചിരി പേടിയുള്ള അമ്മാമ്മ കിടന്ന് ആകപ്പാടെ വല്ലാതെ പുള്ളിയുടെ കൈ നിന്നില്ല. ആദ്യം മുങ്ങി, പകുതി മുങ്ങി, പിന്നെ രണ്ടാമത് ഒന്നുകൂടെ മുക്കി, എന്നിട്ട് മുങ്ങിയില്ല. മൂന്നാമത് അവർ ബലത്തോടെയല്ല, അവരെ കൃപയുടെ നിറവിൽ നിന്നുകൊണ്ട് ചെയ്യുമ്പോൾ പിടിച്ച് താക്കും. അത് വളരെ സോഫ്റ്റായിട്ട് പിടിച്ച് താക്കുന്നു. ശരീരം മുഴുവനും മുങ്ങുന്നു. അങ്ങനെ മുങ്ങിയേ പറ്റൂ. ആ മുങ്ങുന്ന എന്തിനാണെന്നറിയോ? മുക്കുന്ന എന്തിനാണെന്നറിയാമോ? അടക്കത്തിന്റെ രൂപത്തോടെ ഏകീഭവിക്കാനാണ്. പാപത്തിൽ മരിച്ച ജഡത്തെയാണ് മുക്കുന്നത്. ശവസംസ്കാര ശുശ്രൂഷയോട് ഏകീഭവിക്കുക എന്നുള്ളതാണ് ഈ വ്യക്തിയെ ജഡത്തിൽ എന്തോ ചെയ്യുന്നത്, അല്ല ജലത്തിൽ എന്തോ ചെയ്യുന്നത്, മുക്കുന്നത്. മനസ്സിലായി? അല്ലാതെ വാശി തീർക്കാനല്ല. വാശി തീർക്കാനാണെങ്കിൽ മുക്കി വെച്ചുകൊണ്ടിരുന്നാൽ മതിയല്ലോ, പൊക്കണ്ടല്ലോ. കുറേ നേരം മുക്കി വെച്ചുകൊണ്ടിരിക്കുക വാശി തീർക്കുന്നിടം വരെ. ഇത് വാശി തീർക്കുന്ന ഇടപാടല്ല. പിന്നെ എന്തിനു വേണ്ടിയാ? അടക്കത്തിൻ്റെ രൂപത്തോടെ എന്തോ ചെയ്യാൻ? ഏകീഭവിക്കാനാണ്. പക്ഷെ യേശു അടക്കപ്പെടുക മാത്രമല്ല, ഉയർക്കുകയും കൂടെ ചെയ്തതുകൊണ്ടാണ് നമ്മൾ പൊക്കുന്നത്. അപ്പൊ അടക്കത്തിന്റെ രൂപത്തോടെ ഏകീഭവിക്കാൻ നിമജ്ഞന സ്നാനം എന്ന് പറഞ്ഞാൽ ടു ഡിപ്പ്, മുക്കുക. മനസ്സിലായോ? വെള്ളത്തിലേക്ക് മുക്കുക, താഴ്ത്തുക എന്നൊക്കെ പറയുന്നതാണ്. അത് അടക്കത്തിന്റെ രൂപത്തോടെ ഏകീഭവിക്കാൻ. പിടിച്ച് പൊക്കുന്നത് ഉയർപ്പിന്റെ രൂപത്തോടെ ഏകീഭവിക്കാൻ. ഇതാണ് സ്നാനം, അതിന്റെ രീതി. സമയം ഞാൻ മുമ്പേ പറഞ്ഞു. എപ്പോഴാ സമയം? വിശ്വസിച്ച അനന്തരമാണ്. അതിന്റെ രീതിയാണ് പറയുന്നത്. ആ രീതി എവിടുന്നാണ് നമുക്ക് കിട്ടിയത്? യേശു കാണിച്ച മാതൃകയാണ്. ആര് കാണിച്ച മാതൃകയാണ്? പത്രോസ്, യോഹന്നാൻ, യാക്കോബ് എല്ലാം കൂടെ തട്ടിക്കൂട്ടിയതല്ല. ഇത് പിന്നെ ആര് കാണിച്ച മാതൃക? യേശു. നിന്നാൽ സ്നാനമേൽക്കണം എന്ന് പറഞ്ഞിട്ട് യോഹന്നാൻ നിൽക്കുന്ന വെള്ളത്തിനരികിലേക്ക്, യോഹന്നാൻ നിൽക്കുന്ന അത്രയും ആഴത്തിലേക്ക് യേശു ഇറങ്ങുകയായിരുന്നു. അടുത്ത ഭാഗം ഇങ്ങനെ വായിക്കുന്നു: അവരിരുവരും വെള്ളത്തിൽ നിന്ന് കയറി എന്ന് വായിക്കുന്നുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ബൈബിളിനേക്കാൾ കോനാട്ട് മാത്തൻ മൽപ്പാൻ അവർ എഴുതിയ സുറിയാനി പക്ക ഭാഷാന്തരമുണ്ട്. അതിനകത്ത് പറയുന്നത് ഈശോ മിശിഹ വെള്ളത്തിൽ നിന്ന് മുങ്ങിപ്പൊങ്ങിയപ്പോൾ മുങ്ങുകയും പൊങ്ങുകയും ചെയ്തു. കോനാട്ട് മാത്തൻ മൽപ്പാന്റെ അനുഗ്രഹീതമായ ഭാഷാന്തരം വാങ്ങിക്കാൻ കിട്ടും. ആ പുസ്തകമൊക്കെ വാങ്ങിച്ച് വായിച്ചു നോക്കാം. അത് യഥാർത്ഥ ഭാഷാന്തരമാണ്. നമ്മുടെ ബൈബിളിൽ ഭാഷാന്തരം ചെയ്തിരിക്കുന്ന ചത്തുണ്ണി മേനോൻ സാറാണ്. ചത്തുണ്ണി മേനോൻ അദ്ദേഹമാണ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഭാഷാന്തരത്തിൽ കുറേ പ്രതിസന്ധികളുണ്ട്, സ്ഖലിതങ്ങൾ വന്നിട്ടുണ്ട്. അത് ഇത്രയും കാലമായിട്ട് തിരുത്തപ്പെട്ടിട്ടില്ല. പക്ഷേ സുറിയാനി ഭാഷാന്തരത്തിൽ കൃത്യമായിട്ട് അത് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് മിശിഹ വെള്ളത്തിൽ നിന്ന് മുങ്ങിപ്പൊങ്ങിയപ്പോൾ പരിശുദ്ധ റൂഹ പ്രാവെന്ന പോലെ ഇറങ്ങി. അപ്പൊ യേശു മുങ്ങുകയും ചെയ്തു. പിന്നെ എന്ത് ചെയ്തു? അപ്പൊ രൂപം ആരാ കാണിച്ചു തന്നെ? ഈ മാതൃക ആരാ കാണിച്ചു തന്നെ? നമ്മുടെ കർത്താവാണ്. പിന്നെ അപ്പോസ്തലന്മാരെല്ലാവരും ആ മാതൃകയാണ് അനുവർത്തിച്ചു വന്നത്. മനസ്സിലായില്ലേ? അതാണ് ഫിലിപ്പോസ് ബൈബിൾ ക്ലാസ് എടുക്കുമ്പോൾ ഒരുവൻ ചോദിക്കുന്നുണ്ട്. വെള്ളം കണ്ട ഉടനെ ഐത്യോപ്യ രാജ്ഞിയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ചോദിക്കുന്നു, സർ, വെള്ളമുള്ള സ്ഥലം, ഞാൻ സ്നാനം എടുക്കുന്നതിന് വല്ല തടസ്സമുണ്ടോ? ബൈബിൾ ക്ലാസിന്റെ പുരോഗമനമാണ്, അതറിയാമോ? ഒറ്റ ബൈബിൾ ക്ലാസ്സിലൂടെ ഒരാൾ പറയുകയാണ്, എനിക്ക് എന്തോ വേണം? സ്നാനം വേണം. അപ്പൊ ബൈബിൾ ക്ലാസ് പഠിച്ചേ പറ്റുള്ളൂ. സഭ ക്ലാസ് പഠിക്കുമ്പോഴാണ് പല തീരുമാനങ്ങളിലേക്ക് നമ്മൾ വരുന്നത്. ഞാൻ സ്നാനം ഏൽക്കുന്നതിന് വല്ല തടസ്സമുണ്ടോ? ഞങ്ങൾ ഉപദേശിമാരായിരുന്നെങ്കിൽ ഒരു മന്ത്രിയെ സ്നാനപ്പെടുത്താൻ കിട്ടിയ അവസരം എപ്പോൾ ഉപയോഗിച്ചെന്ന് ചോദിച്ചാൽ മതി.
കാരണം ഞങ്ങളുടെ സ്നാനപ്പെടുത്തിയവരുടെ ലിസ്റ്റിലേക്ക് ആരും കൂടെ വരികയാണ്. രഞ്ജു പാസോ എബി എബ്രഹാം ഒക്കെ ആണെങ്കിൽ അന്നേരം സാറേ എന്നാ പിന്നെ തുടങ്ങിയേക്കാം, നമുക്ക് നിർത്ത്, രഥം ഓടിക്കുന്നതോട് പറയാ നിർത്തിയ സാറിന് സ്നാനപ്പെടണം എന്ന് പറഞ്ഞ് നിർത്തിയേനെ. പക്ഷെ ഫിലിപ്പോസ് അങ്ങനെ ധൃതിയൊന്നും കാണിക്കുന്നില്ല. ഫിലിപ്പോസ് പറയുന്നൊരു പ്രയോഗമുണ്ട്, 8-ാം അധ്യായം 36-37 വാക്യം നിങ്ങൾ വായിച്ചു നോക്കണം. പിന്നീട് അവിടെ പറയുന്നത്, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് തടസ്സമെന്ന് ഈ മന്ത്രി ചോദിക്കുന്നുണ്ട്. ഓക്കെ, ചോദിച്ച ഉടനെ തന്നെ തേര് നിർത്താനല്ല പറയുന്നത്. ആ വാക്യം ഒന്ന് ഡിസ്പ്ലേ ചെയ്തേ മോനെ. കണ്ടോ, വെള്ളമുള്ളതല്ല സാറേ പ്രശ്നം. വെള്ളമുണ്ടോ ഇല്ലയോ, അങ്ങോട്ട് പോകുന്ന വഴിക്ക് പിന്നെയും വെള്ളമുള്ള ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. വെള്ളമല്ല വിഷയം, എന്തോ വേണം നിനക്ക്. അതിന് ഫിലിപ്പോസ്, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നെങ്കിലേ സ്നാനം നടത്താൻ പറ്റുള്ളൂ. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ യേശുവാണ് ഏക രക്ഷകൻ, ഏക കർത്താവ്, ഏക ദൈവമെന്ന് നീ എന്തോ ചെയ്യണം, വിശ്വസിച്ചാൽ മാത്രം പോരാ, പിന്നെങ്ങനെ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കണം. പൂർണ്ണ ഹൃദയത്തോടെ. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളിനെയാണ് സ്നാനപ്പെടുത്തേണ്ടത്. ആ പെടുത്തേണ്ട രീതി എങ്ങനെയാണ്? യേശു കാണിച്ച രീതിயின் പ്രകാരമാണ് സ്നാനപ്പെടുത്തേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ? ആ കാര്യങ്ങൾ മനസ്സിലായില്ലേ? അപ്പോസ്തലന്മാർ ആ രീതി അനുവർത്തിച്ചു, നമുക്കതങ്ങനെ എഴുതി തന്നിരിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തണം. അതിന് മാതൃക കാണിച്ച രീതിயின் പ്രകാരം അപ്പോസ്തലന്മാർ ചെയ്തതായിരിക്കുന്ന കാണിച്ച ആ മോഡൽ പ്രകാരമാണ് നാം മുഴുവൻ സ്നാനം കഴിപ്പിക്കുന്നതെന്നറിയണം. അതിൽ നിന്ന് വ്യത്യസ്തമായി വന്നിട്ടുള്ളതെല്ലാം വേദപുസ്തകാനുസൃതമല്ല, പിന്നെ കൂട്ടിച്ചേർപ്പുണ്ടായിട്ടുള്ളത്. അതിൻ്റെ പിന്നാലെ അല്ല നമ്മൾ പോകേണ്ടത്, ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ തന്നെ നിൽക്കണം. മനസ്സിലായല്ലോ? ഇനി ഇതിനകത്ത് ദൈവശാസ്ത്രം പറയാം, ശ്രദ്ധിച്ചു കേട്ടോണം, അതെല്ലാവരും അറിയണം. 6-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം, റോമാലേഖനം 6:3, ഗലാത്യർ 3:27. 2 വാക്യങ്ങൾ കുറിച്ചോണം, മക്കളുമാരെല്ലാവരും കുറിച്ചോണം. ഗലാത്യ ലേഖനം അല്ല, റോമർ 6:3 ക്രിസ്തുവിനോട് ചേരുവാൻ. ഇനി ഗലാത്യർ 3:27 വായിച്ച്. ഗലാത്യർ 3:27. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഈ ഒരു വിചാരം ശ്രദ്ധിച്ചു കേട്ടോണം. സ്നാനത്തിലൂടെ നമ്മൾ എന്തോ ചെയ്യാണ്? ക്രിസ്തുവിനോട് സ്നാനപ്പെട്ടവരെല്ലാം ശ്രദ്ധിച്ചോണം. സ്നാനാനന്തരം നമ്മൾ ക്രിസ്തുവിനോട് എന്തോ ചെയ്തു? ചേർന്നു. സ്നാനപ്പെടാനുള്ളവർ ശ്രദ്ധിച്ചോണം. സ്നാനപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനോട് എന്തോ ചെയ്യത്തില്ല? ചേരത്തില്ല. ഇനി ചേരത്തില്ല എങ്കിൽ എന്താ ദോഷം സംഭവിക്കുന്നതെന്നറിയാവോ? അതാ ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 24-ാം വാക്യം ഒന്ന് വായിച്ച്. ഉൽപ്പത്തി പുസ്തകം 2:24. സ്നാനത്തിനിടയ്ക്ക് കല്യാണത്തിന് വായിക്കുന്ന ഈ വാക്യം എന്തിനാ വായിച്ചെന്നായിരിക്കും ചിലരെന്നെ തുറച്ച് നോക്കുന്നുണ്ട്. ഈ വാക്യം കല്യാണത്തിന് മാത്രം പോരാ, സ്നാനം പഠിക്കുമ്പോഴും ഈ വാക്യം അത്യാവശ്യമാണ്. പുരുഷൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏകദേഹമായി മാറും. ഭാര്യയോട് പറ്റിച്ചേരുന്ന ഭർത്താവ്, ഭർത്താവിനോട് പറ്റിച്ചേരുന്ന ഭാര്യ എങ്ങനാവുന്ന? ഏക ദേഹമാകും. ഈ വാക്യം മനസ്സിൽ ഇരുത്തിക്കൊണ്ട് തന്നെ 1 കൊരിന്ത്യർ 6:17 വാക്യം വായിച്ച്. 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം 17 വാക്യം. വാക്യങ്ങളെല്ലാം കുറിച്ചോണം അങ്ങനെ തന്നെ. 1 കൊരിന്ത്യർ 6:17 മതി. കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി, പറ്റിച്ചേരുന്നവളോ അവനുമായി എന്തുവാകും? ഭാര്യയോട് പറ്റിച്ചേരുന്നവൻ എന്തുവാകും എന്നാ പറഞ്ഞേ? ഏക. വ്യത്യാസം മനസ്സിലായി നിങ്ങൾക്ക്? ഉൽപ്പത്തി 2:24 പറഞ്ഞിരിക്കുന്നത് ഭാര്യയോട് പറ്റിച്ചേരുന്നവൻ ഏക ദേഹമാകും. കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ? കർത്താവിനോട് പറ്റിച്ചേരണമെങ്കിൽ എന്തോ ചെയ്തേ പറ്റുള്ളൂ? കർത്താവിനോട് പറ്റിച്ചേരണമെങ്കിൽ എന്തോ ചെയ്യണം? സ്നാനപ്പെട്ടേ പറ്റൂ. കാരണം സ്നാനപ്പെട്ട നിങ്ങൾ ക്രിസ്തുവിനോട് എന്ത് ചെയ്തിരിക്കുന്നു? പറ്റിച്ചേർന്നിരിക്കുന്നു എന്നാണ് നമ്മൾ റോമാലേഖനം 6:3 ഗലാത്യർ 3:27 കണ്ടത്. യേശുവിനോട് നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു? ചേർന്നിരിക്കുന്നു. കണ്ടില്ലേ? വാക്യം നേരത്തെ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ഇതിലേക്ക് വന്നത്. സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്നു. റോമർ 6:3 ഒന്നുകൂടെ വായിച്ചോ വേണമെങ്കിൽ. ചേരുവാൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. യേശുവിനോട് ചേരുവാൻ. ഗലാത്യർ 3:27 എന്താ പറഞ്ഞിരിക്കുന്നത്? ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ. അപ്പൊ ക്രിസ്തുവിനോട് നമ്മൾ ചേർന്നപ്പോൾ എന്തുവായി മാറി എന്നാ പറയുക? അല്ല, ക്രിസ്തുവിനോട് ചേർന്നപ്പോൾ എന്തോ സംഭവിച്ചു? ഏക ആത്മാവായി. ഭാര്യയോട് ചേർന്നപ്പോൾ, ഭർത്താവിനോട് ചേർന്നപ്പോൾ എന്തുവായി? ദേഹം എന്തിനു കൊള്ളാങ്ങളെ?
ദേഹം എന്തിനു കൊള്ളാം? ജീവൻ പോയി കഴിഞ്ഞാൽ മണ്ണിൽ ഉപേക്ഷിക്കാൻ കൊള്ളാം, പുഴുവിന് കൊടുക്കാൻ കൊള്ളാം. മനസ്സിലാകുന്നുണ്ടോ? ആ ദേഹത്തിന്റെ പോഷകാംശങ്ങൾ വലിച്ച ഇവിടുത്തെ മാവ്, തെങ്ങ്, പറങ്കി എല്ലാം വളർന്ന തടി വീർപ്പിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ആരുടെയൊക്കെയോ ദേഹം പോഷകാഹാരമായിട്ട് എടുത്ത് വീർത്ത തടിയാണെന്നറിയാമോ? നമ്മുടെ ചുറ്റുപാടും നിൽക്കുന്ന തടി. കുഞ്ഞുങ്ങളൊക്കെ പേടിക്കും. പേടിക്കാതിരിക്കാമെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം. ആഞ്ഞിലിയും കൊണ്ട് പ്ലാവ് കൊണ്ട് തേക്കുമൊക്കെ നമുക്ക് പണിതിരിക്കുന്ന ഡെസ്കും ബെഞ്ചും മേശയും കസേരയും കട്ടിലും ഒക്കെ കിടക്കുന്ന കട്ടിലൊക്കെ ഉണ്ടല്ലോ, ആരണ്ടരയൊക്കെ ശരീര അവശിഷ്ടം വലിച്ചെടുത്ത് ഇനി മുതൽ കട്ടിൽ കിടക്കത്തില്ലെങ്കിൽ താഴെ കിടക്കാമെങ്കിൽ നല്ലതാണ്. കൂടെ കൂടെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. അല്ലോ ചിന്തിച്ചു നോക്കി, ഈ തടി വെട്ടിയെടുത്ത് ആരെയൊക്കെയോ നേരത്തെ എന്തോ ചെയ്തിട്ടുണ്ട് മോനെ, അടക്കം ചെയ്തിട്ടുണ്ട്. ഏതോ ഗോപിയോ ശശിയോ രമണിയോ ഗോമതിയോ കല്യാണിയോ അന്നമ്മയോ ചിന്നമ്മയോ പാപ്പച്ചനോ കറിയാച്ചനോ തങ്കച്ചൻ്റെയോ ഒക്കെ പ്രേതം കിടന്നെടുത്തുനിന്ന് അത് വലിച്ചെടുത്ത് തടി വീർപ്പിച്ചതാണ് നമ്മൾ കട്ടിൽ പണിത തടി. രാത്രി ഞെട്ടി ഉണരുന്നുണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചാൽ മതി, വന്ന് പ്രാർത്ഥിക്കാം. ഓക്കെ, എന്തെങ്കിലും ഒരു പണി തരാതെ പോകാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ടാണ്. മേശയിലൊന്നും തൊടത്തില്ലായിരിക്കും ഇനിയും പിള്ളേർ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ദേഹം മണ്ണിൽ ഉപേക്ഷിക്കാനുള്ളതാണ്. മണ്ണ് വലിച്ചെടുക്കും, മണ്ണിൽ വിലയം പ്രാപിക്കും. ഈ ദേഹം ഒരിക്കലും സ്വർഗത്തിൽ പോകുന്നില്ല. നമ്മുടെ ശരീരം, ഈ ദേഹം എവിടെ പോകത്തില്ല? കാരണം വചനം പറയുന്നുണ്ട്, മാംസരക്തങ്ങൾ സ്വർഗരാജ്യം എന്ത് ചെയ്യത്തില്ല? മാംസരക്തങ്ങൾ സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല. സ്വർഗരാജ്യത്തിൽ ആത്മാക്കൾക്ക് പ്രവേശനമുള്ളൂ. ആത്മാക്കൾക്ക് പ്രവേശനമുണ്ടെങ്കിൽ ഉണ്ടാകണമെങ്കിൽ ആത്മാവായ കർത്താവിനോട് ചേരണം. ആത്മാവായ കർത്താവിനോട് ചേരണമെങ്കിൽ സ്നാനപ്പെട്ടേ പറ്റത്തുള്ളൂ. അതാണ് 1 കൊരിന്ത്യർ 6:17. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞ ആത്മീക ചിന്ത? ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ, ചേരുവാനാണ് സ്നാനമേറ്റത്. അങ്ങനെ ചേർന്നപ്പോൾ ആത്മാവായ ക്രിസ്തുവുമായി നിങ്ങൾ എന്തുവായി മാറി? ഏക ദേഹമല്ല, പിന്നെ ഏകാത്മാവായി. അപ്പൊ സ്നാനപ്പെട്ടില്ലെങ്കിൽ ക്രിസ്തുവുമായിട്ട് എന്തോ ആകത്തില്ല, ഏകാത്മാവാകത്തില്ല. ഏകാത്മാവായില്ലെങ്കിൽ എന്തോ ചെയ്യത്തില്ല, ആത്മമണ്ഡലത്തിൽ കയറി പോകാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് സ്നാനപ്പെട്ടില്ല സ്വർഗത്തിൽ പോകത്തില്ലെന്ന് പറയുന്നത്. അതാണ് റോമാലേഖനം 6:5 പറയുന്നത്, അവന്റെ മരണത്തോട് നിങ്ങൾ അനുരൂപപ്പെട്ടെങ്കിൽ അവന്റെ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോട് എന്തോ ചെയ്യും? ഏകീഭവിക്കും. അപ്പം മരണത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിച്ചില്ലെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോട് എന്തോ ചെയ്യത്തില്ല? ഏകീഭവിക്കത്തില്ല. മരണത്തിന്റെ സാദൃശ്യത്തോടെ ഏകീഭവിക്കുന്നതാണ് സ്നാനം. അങ്ങനെ സ്നാനപ്പെട്ടാൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടെ ഏകീഭവിക്കാം. പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടെ ഏകീഭവിക്കണമെങ്കിൽ മരണത്തിന്റെ സാദൃശ്യത്തോടെ എന്തോ ചെയ്യണം എന്ന് പറഞ്ഞാൽ, സ്നാനപ്പെട്ടാൽ കർത്താവ് വരുമ്പോൾ നമുക്ക് ഉയർത്തെഴുന്നേൽക്കാൻ പറ്റും. സ്നാനപ്പെടാത്തവരുടെ ഒന്നും ശരീരം എന്തോ ചെയ്യത്തില്ല, 1-ാം പുനരുത്ഥാനത്തിൽ പൊങ്ങത്തില്ല. അത് പിന്നെ ഉയർത്ത് വരുന്നത് 1007 വർഷം കഴിഞ്ഞ 1-ാം പുനരുത്ഥാനം കഴിഞ്ഞ് 1007 വർഷം കഴിയുമ്പോൾ ഈ മണ്ണിൽ മരിച്ചുപോയ മുഴുവൻ ആളുകളെയും കർത്താവ് ഉയർപ്പിക്കും. ഉയർപ്പിക്കുന്ന സ്വർഗത്തിൽ കൊണ്ടുപോകാനല്ല, വെള്ളസിംഹാസന ന്യായവിധിക്ക് വേണ്ടി കൊണ്ടുപോകാനാണ്. വെള്ളസിംഹാസന ന്യായവിധിക്ക് വിധേയമാകുന്ന മുഴുവൻ ആളുകളെയും നിത്യനരകത്തിലേക്ക് തള്ളാനാണ്. അത് വരാതിരിക്കേണ്ടതിനാണ് നമ്മൾ ഇതിനെ ആഴത്തിൽ പഠിക്കുന്നത്. വചനത്തിന്റെ വ്യവസ്ഥ വെച്ചാണ് പറഞ്ഞത്. പെന്തക്കോസ്തിന്റെ ഉപദേശമല്ല ഇത്, വേദപുസ്തകത്തിന്റെ ഉപദേശമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, ക്രിസ്തുവിന്റെ ഉപദേശം. ഒരു വിഭാഗം ജനങ്ങൾക്ക് പെന്തക്കോസ്തുകാർ എന്ന് പേരിട്ടിരിക്കുന്നത് പെന്തക്കോസ്തിന്റെ അനുഭവമായ അന്യഭാഷയോടുകൂടെ പരിശുദ്ധാത്മ നിറവുള്ളത് കൊണ്ട് പെന്തക്കോസ്തുകാർ എന്ന് പറയുന്നത്. അവർക്ക് പ്രത്യേകമായിരിക്കുന്ന ഉപദേശങ്ങളോ ചിട്ടവട്ടങ്ങളോ ഇല്ല. അവർക്കുള്ള ഉപദേശം ക്രിസ്തുവിന്റെ ഉപദേശമാണ്. ആ ക്രിസ്തുവിന്റെ ഉപദേശത്തിലാണ് പറയുക, ഭാര്യയോട് പറ്റിച്ചേരുന്ന ഭർത്താവും ഭർത്താവിനോട് പറ്റിച്ചേരുന്ന ഭാര്യയും എന്തുവായി മാറും? ഏകദേഹമേ ആകുന്നുള്ളൂ. അതുകൊണ്ടാണ് ഉഭയസമ്മതം പറഞ്ഞു കൊടുക്കുമ്പോൾ മരണം നമ്മെ വേർപിരിക്കുന്നാൾ വരെ, അങ്ങനല്ലേ പറഞ്ഞേ? ആണോ? അതോ നിത്യത വരെ എന്ന് പറഞ്ഞു? പുതിയ ഏർപ്പാടുമല്ലോ ഇല്ല. പിന്നെ എങ്ങനെ പറഞ്ഞേ? മരണം നമ്മെ വേർപിരിക്കുന്നാൾ വരെ. ഭാര്യ ഭർത്തൃബന്ധം മരണത്തോടെയാണ്. ഞാൻ ഇന്നൊരു ഫ്യൂണറൽ സർവീസ് കഴിഞ്ഞിട്ട് ബഹുദൂരം യാത്ര ചെയ്ത് ഇവിടെ വന്നേ. സമയത്ത് ഇവിടെ എത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല. എന്തായാലും 1:30 ഞാൻ കട്ടപ്പനയിൽ നിന്ന് വണ്ടി കയറിയതാണ്. ആ വണ്ടി ഏലപ്പാറ വന്ന് വാഗമണ്ണ് വഴി ഈരാറ്റുപേട്ട വന്ന് പാലായി വന്ന് ഉഴവൂര് വന്ന് അവിടുന്ന് നേരെ മോനിപ്പള്ളി വന്നിട്ട് നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ രാജ്യത്തോട്ട് വന്ന് കയറിയപ്പം 6 മണി കഴിഞ്ഞു. അയ്യോ, മോൻ എന്നെ കാത്തവിടെ നിന്നതുകൊണ്ട് സമയത്ത് അവിടെ എനിക്ക് എത്താൻ പറ്റും. ദീർഘദൂരമായ യാത്ര 1:30 മുതൽ 6 മണി വരെ ബസ്സിൽ തന്നെ എങ്ങനെ ഇരുന്നു. എല്ലാ മലയും കുന്നും കയറി. കേരളം ഇത്ര വലുതാണെന്ന് എനിക്ക് ഇന്നാ മനസ്സിലാകുന്നു. ഇങ്ങനെ വളവിറങ്ങി ചുരമിറങ്ങി വന്നപ്പോൾ വയനാട്ടിലൊക്കെ ഒത്തിരി യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും ദൈർഘ്യം ഈ വാഗമൺ റൂട്ടിനുണ്ടെന്നുള്ള കാര്യം മനസ്സിലായിട്ടില്ല. അപ്പം ഇന്നൊരു ഭക്തനായ മനുഷ്യൻ, ശശി ജയ്ക്കബ് എന്ന ഒരു ദൈവദാസൻ,
അദ്ദേഹം 46 കൊല്ലങ്ങൾക്ക് മുമ്പ് ഹൈന്ദവ മാർഗത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന് കട്ടപ്പന, നെടുങ്കണ്ടം, മൂന്നാർ മേഖലകളിലൊക്കെ സജീവമായി കർത്താവിൻ്റെ വേല ചെയ്ത അനുഗ്രഹിതനായിരുന്നു ദൈവദാസൻ. 2 ആൺമക്കളും കർത്താവിൻ്റെ വേലയിൽ പ്രശോഭിക്കുന്ന അനുഗ്രഹിതരായ ദൈവദാസന്മാർ. തിമോത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു ലീഡറാണ് മൂത്ത മകൻ. ഫിലദൽഫിയ ചർച്ച് ഓഫ് ഗോഡ് ഒരു ഇൻഡിപെൻഡന്റ് ചേർച്ചിൻ്റെ ലീഡറാണ് ഇളയ മകൻ. വളരെ സന്തോഷമാണ്. ഒരപ്പന് 2 ആൺമക്കൾ, 2 പേരും കർത്താവിൻ്റെ വേലയിൽ ശക്തമായി ശോഭിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഫ്യൂണറലായിരുന്നു ഇന്ന്. വലിയ ജനാവലിക്കിടയിൽ ദൈവത്തിൻ്റെ വചനം പുനരുത്ഥാനം പ്രാപിക്കാനുള്ളതായിരിക്കുന്ന യോഗ്യതകൾ എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പ്രസംഗിച്ചു. ഞാനിവിടെ അത് ആവർത്തിക്കുകയാണ്. പുനരുത്ഥാനം പ്രാപിക്കണമെങ്കിൽ യേശുവിൻ്റെ മരണയടക്ക പുനരുത്ഥാനത്തോടെ ഏകീഭവിക്കുന്ന സ്നാനമേറ്റേ പറ്റും. ഫ്യൂണറൽ സർവീസായിട്ടും സ്നാനത്തെക്കുറിച്ച് ഞാൻ അവിടെ പറഞ്ഞു. സ്നാനപ്പെടാത്ത ഒറ്റ വ്യക്തിക്കും കാഹളനാളിൽ കയറി പോകാൻ പറ്റത്തില്ല. ഞാൻ തീർത്തു പറഞ്ഞിട്ടാണ് പോകുന്നേ. മനസ്സിലായില്ലേ? അപ്പോൾ അത് ഓർത്തോണം. ഇന്ന് രാത്രി ഈ ആലയത്തിൽ കൂടി വന്നിരിക്കുന്ന മുഴുവൻ ആളുകളും അറിയണം, സ്നാനം എന്ന് പറയുന്ന ആ ഒരു കർമ്മം, ആ ഒരു കൂദാശ, ആ ഒരു സാക്രമെന്റ് വേദപുസ്തക പ്രകാരം നമ്മൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് കർത്താവിൻ്റെ വരവെങ്കിലും എടുത്തുകൊള്ളപ്പെടാൻ പറ്റത്തില്ല. കാരണം ഭാര്യാഭർത്തൃ ബന്ധം തമ്മിൽ ചേരുന്നതൊരു ദേഹമാകാനാണ്. ദേഹം മരണത്തോടെ മാറും. അദ്ദേഹത്തിന് 86 വയസ്സുണ്ട്. ആൻറ്റിക്കൊരു 80-83 കാണുമല്ലോ. വാർദ്ധക്യത്തിൽ വൈധവ്യത്തിലേക്ക് വീഴേണ്ടി വന്നവരുടെ വിഷമവും അവരുടെ നിലവിളിയും അവിടെ കാണാൻ കഴിഞ്ഞു. ഭർത്താവ് മരിച്ചുപോയാൽ, ഭാര്യ മരിച്ചുപോയാൽ ആ ദേഹമെന്ന ഏകത്വത്തിൻ്റെ അനുഭവത്തിന് മാറ്റം വരികയാണ്. പക്ഷേ സ്നാനത്താൽ കർത്താവിനോട് ചേർന്നാൽ യുഗായുഗങ്ങൾ കർത്താവിനോട് കൂടെ നിൽക്കുകയാണ്. അതാ സ്നാനം എന്ന വിഷയത്തിൻ്റെ ഏറ്റവും വലിയ പ്രാമുഖ്യമായ, ഏറ്റവും വലിയ പ്രസക്തി, അതിൻ്റെ അനന്ത സാധ്യത അതാണ്. പെന്തക്കോസിൽ ചേരാനല്ല സ്നാനം, പെന്തക്കോസുകാരെ തട്ടിക്കൂട്ടി ഉപദേശവുമല്ല സ്നാനം, വേദപുസ്തകത്തിന്റെ അലംഘനീയ പ്രഖ്യാപനം. അതാണ് യോഹന്നാൻ 8:31 ആദ്യമേ ഞാൻ നിങ്ങൾക്ക് തന്നതും 2 യോഹന്നാൻ 9 വാക്യം തന്നതും അതുകൊണ്ട് തന്നെയാണ്. ക്രിസ്തുവിന്റെ ഉപദേശമാണ്. കർത്താവിന്റെ വരവെങ്കിൽ എടുത്തുകൊള്ളപ്പെടണമെങ്കിൽ തീർച്ചയായും എന്തോ വേണം? സ്നാനം അതിന്റെ തനിമയോട് ചെയ്തേ പറ്റൂ. കാരണം സ്നാനപ്പെടുന്നവൻ ക്രിസ്തുവിനോട് എന്തോ ചെയ്യുന്നു? ചേരുന്നു. ക്രിസ്തുവിനോട് ചേരുന്നവൻ അവനുമായിട്ട് എന്തോ ആകുന്നു? ഏക ദേഹമല്ല, പിന്നെ ഏക ആത്മാവാകുന്നു. ക്രിസ്തു ആത്മാവായതുകൊണ്ട് ആത്മമണ്ഡലത്തിലേക്ക് നമുക്ക് പ്രവേശനം സാധ്യമാകും. നമ്മുടെ ദേഹം ഇവിടെ ഉപേക്ഷിക്കുന്നു. മനസ്സിലായില്ലേ? അതാണ് കൊലോസ്യ ലേഖനത്തിൽ വായിച്ചേ. കൊലോസ്യ ലേഖനം 3:2 വാക്യം വായിച്ചേ. കൊലോസ്യ ലേഖനം 3:2 വാക്യം. ആ വാക്യം മുതൽ ശ്രദ്ധിക്കണം. 3:3 വാക്യം. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവൻ, നമ്മുടെ ദേഹമല്ല, പിന്നെന്തുവാ? നമ്മുടെ പ്രാണനും ആത്മാവും ക്രിസ്തുവിനോടുകൂടെ എവിടെ മറഞ്ഞിരിക്കുന്നു? ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. അടുത്ത വാക്യം 4 വാക്യം നോക്കിക്കേ. നമ്മുടെ ജീവനായ ക്രിസ്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവൻ വഹിച്ചിരിക്കുന്ന ക്രിസ്തു, നമുക്ക് നിത്യജീവൻ നൽകിയ ക്രിസ്തു വെളിപ്പെടുമ്പോൾ സ്നാനപ്പെട്ടവരെ മാത്രം ഉദ്ദേശിച്ച പറയുക. ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമും ക്രിസ്തുവിനോടുകൂടെ തേജസ്സിൽ എന്തോ ചെയ്യും? വെളിപ്പെടും. അതാണ് ഇതിന്റെ അനന്ത സാധ്യത എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്നാനം എന്ന് പറയുന്ന വിഷയത്തെ വെറുതെ ലഘൂകരിച്ച് കാണരുത്, വളരെ ഗൗരവമായി കാണണം. അപ്പൊ സ്നാനത്തിന്റെ ആവശ്യകത മനസ്സിലായല്ലോ. സ്നാനപ്പെടുന്ന വ്യക്തി ക്രിസ്തുവിനോട് ചേരുന്നു. ക്രിസ്തുവിനോട് ചേരുന്ന വ്യക്തി ക്രിസ്തുവുമായി ഏക ആത്മാവാകുന്നു. 6:17 വാക്യം മറക്കരുത് ഒരിക്കലും. 6:17, 1 കൊരിന്ത്യർ 6:17, ഗലാത്യർ 3:27, പിന്നെ റോമർ 6:3. ഈ വാക്യങ്ങൾ മറക്കരുത്. സ്നാനം എന്ന വിഷയത്തെക്കുറിച്ച് ഒരുപക്ഷെ ഇതുപോലെ വേദിയിൽ നിന്ന് പ്രസംഗിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അവസരം കിട്ടിയെന്ന് വരത്തില്ല. നിങ്ങളുടെ നാത്തുവിനോട്, കൊച്ചപ്പനോട്, ചിറ്റപ്പനോട്, മൈനിയോട്, മച്ചമ്പിയോടൊക്കെ പറയാൻ, വ്യക്തിപരമായി പറയാൻ നിങ്ങൾക്ക് പറ്റുമ്പോൾ ഈ വാക്യങ്ങൾ അവരോട് ഓർമ്മപ്പെടുത്തി. വാദപ്രതിവാദങ്ങളൊന്നുമല്ല, അവരെയും കൂടെ നേടേണ്ടതിന് വേണ്ടി ഈ വാക്യങ്ങൾ ഓർത്തിരിക്കണം എന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു. ഒരു വാക്യം കൂടെ നോക്കിക്കേ. 1 കൊരിന്ത്യർ 6:16 വാക്യം വായിച്ച്. 1 കൊരിന്ത്യർ 6:16. 1 കൊരിന്ത്യർ 6:16. അതിന്റെ പ്രയോഗം ഇങ്ങനെ: വേശ്യയോട് പറ്റിച്ചേരുന്നവൻ ഏക ശരീരം. അവിടെയും ഏക ശരീരമാണ് എന്ന് പറഞ്ഞാൽ ദേഹത്തിന്റെ വേറൊരു പേരാണേത്? ദേഹത്തിന്റെ വേറൊരു പേരാണേത്? ശരീരം. അപ്പൊ പുരുഷവേശ്യയോടാണെങ്കിലും സ്ത്രീ വേശ്യയോടാണെങ്കിലും പറ്റിച്ചേരുന്നവൻ ഏക ആത്മാവാകുന്നില്ല, പിന്നെ
ഏക ശരീരമേ ആകുന്നുള്ളൂ. അത് തൊട്ട് താഴെയാണ് 17 പറയുന്നു, ക്രിസ്തുവിനോട് പറ്റിച്ചേരുന്നവൻ അവനുമായി എന്തുവാകുന്നു? ഏകാത്മാവാകുന്നു. ആത്മാവായ ക്രിസ്തുവുമായി ചേർന്നാൽ മാത്രമേ ആത്മമണ്ഡലത്തിലേക്ക് പ്രവേശനമുള്ളൂ. മാംസരക്തങ്ങൾ സ്വർഗരാജ്യം എന്തോ ചെയ്യത്തില്ല. അപ്പോൾ വെറുതെ പിടിവാശിയും അതിവിന്തും എല്ലാം കളഞ്ഞിട്ട് ഉപദേശത്തിൻ്റെ ഈ നൈർമല്യത തിരിച്ചറിഞ്ഞ് നിരുപാധികം ഇതിലേക്ക് വരാൻ കഴിയണം. അതിന് കർത്താവ് കൃപ ചെയ്യട്ടെ. അടുത്ത അല്പസമയം കൂടെ ബാക്കിയുണ്ട്. സ്നാനാനന്തര ജീവിതത്തെക്കുറിച്ച് സ്നാനപ്പെട്ടവരോട് ചിലതുകൂടെ പറയുമ്പോൾ നമ്മുടെ ഈ ക്ലാസ്സിന് ഏകദേശം ഒരു സമഗ്രത ഉണ്ടാകും. സ്നാനപ്പെട്ടു എന്നുള്ളത് നല്ല കാര്യം, താങ്കളെ അഭിനന്ദിക്കുന്നു. പക്ഷേ സ്നാനപ്പെട്ട ശേഷം ജീവിതം എങ്ങനെയുണ്ട്? സ്നാനാനന്തര ജീവിതം. കാരണം സ്നാനപ്പെട്ടവൻ ക്രിസ്തുവിനോട് എന്തോ ചെയ്തിരിക്കുന്നു? ഏകാത്മാവായി. അതുകൊണ്ട് ക്രിസ്തുവിന് ഹിതമല്ലാത്ത ഒരു നടപടിയിലും നമ്മൾ എന്ത് ചെയ്യരുത്? ഏർപ്പെടാൻ പാടില്ല. സ്നാനപ്പെട്ട ശേഷം വ്യക്തിത്വത്തിന് പൂർണ്ണമായിരിക്കുന്ന വ്യതിയാനം സംഭവിച്ചേ പറ്റൂ. സ്നാനാനന്തര ജീവിതത്തിന്റെ ധർമ്മകർമ്മങ്ങൾ എന്തൊക്കെയാണെന്നറിയാൻ ഒത്തിരി ഭാഗങ്ങളുണ്ട്. വേഗം നമുക്ക് ചില വാക്യങ്ങളിലേക്ക് വരാം. റോമാലേഖനം 6-ാം അധ്യായം തന്നെ എടുത്തേ. റോമാലേഖനം 6-ാം അധ്യായം 6-ാം അധ്യായം തന്നെ 2-ാം വാക്യം വായിച്ചേ. അതല്ല, 6-ന്റെ 2-ാം വാക്യം. കണ്ടോ? പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി മുമ്പേ വായിച്ചത് 1 കൊരിന്ത്യർ 6-ാം അധ്യായം. ഓക്കെ. റോമാലേഖനം 6-ാം അധ്യായം 2-ാം വാക്യത്തിൽ വായിക്കുന്നത് ഇനി പാപത്തിൽ ജീവിക്കരുത്. ഇനി അതിനടിയിലുള്ള ആ ഇനിയുടെ അടിയിൽ ഒരു വര കൊടുത്തേ മോനെ. ഇനി എന്ന് പറയുന്ന വാക്യം കണ്ടോ? 6-ന്റെ 3-ാം വാക്യം കണ്ടോ? ഇനി എന്ന് പറഞ്ഞാൽ എന്താ? ആഫ്റ്റർ ദ ബാപ്റ്റിസം. സ്നാനപ്പെടുന്നതിന് മുമ്പേ നിങ്ങൾ പാപം ചെയ്തിരുന്നു, പാപത്തിലായിരുന്നു. പക്ഷെ ഇനി എന്തോ ചെയ്യരുത്? പാപം ചെയ്യരുത്. സ്നാനപ്പെട്ടവരെല്ലാവരും കേട്ടോണം. സ്നാനം പെട്ടു, ഇനി നിങ്ങൾ എന്തോ ചെയ്യരുത്? ഇപ്പൊ സ്നാനപ്പെടുന്നതിന് മുമ്പേ എന്തോ ചെയ്തു? പാപത്തിലായിരുന്നു, പാപിയായിരുന്നു. ആ പാപജടത്തെ നമ്മൾ മുക്കി. ഇനി ഒരു കാരണവശാലും എന്തോ ചെയ്യരുതെന്ന പാപം. എന്താണ് പാപം? എന്താണ് പാപം എന്ന് പറഞ്ഞാൽ? പാപം എന്നാൽ എന്താണ് എന്ന് ചോദിച്ചാൽ പെന്തക്കോസ്തുകാർ പറയും കൊലപാതകം, മോഷണം, വ്യഭിചാരം, പിടിച്ചുപറി, പരസംഗം, അങ്ങനെയൊക്കെയുള്ള കുറേ പട്ടിക പറയാനുണ്ട്. അങ്ങനെ പട്ടികയായിട്ട് 1, 2, 3 എന്ന് പറയുന്നതിനേക്കാൾ അധികം പാപം എന്നാൽ എന്താണ് എന്ന് കുഞ്ഞുങ്ങളുള്ളത് കൊണ്ടും കൂടെ ഞാൻ നിർവചനം പറയാം, ശ്രദ്ധിച്ചെഴുതിക്കോണം. പാപം എന്നാൽ എന്ത് എന്ന് ചോദിച്ചാൽ, 1, സത്യദൈവത്തിൻ്റെ സ്വഭാവത്തിന് വിരുദ്ധമായതെല്ലാം പാപമാണ്. സത്യദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ആ സത്യദൈവത്തിൻ്റെ സ്വഭാവത്തിന് വിരുദ്ധമായി വരുന്ന എല്ലാം എന്തുവാ? അതുകൊണ്ട് കള്ളം പറയരുതെന്ന് പറയുന്നു, അതുകൊണ്ട് കള്ളം ചെയ്യരുതെന്ന് പറയുന്നു, അതുകൊണ്ടാ അവരെൻ്റെത് എടുക്കരുതെന്ന് പറയുന്നു, അതുകൊണ്ടാണ് വേറൊരാളിനെ വിഷമിപ്പിക്കരുതെന്ന് പറയുന്നത്. ഇതെല്ലാം ദൈവത്തിൻ്റെ സ്വഭാവത്തിന് എന്തുവാണ്? വിരുദ്ധമാണ്. അപ്പൊ സത്യദൈവത്തിൻ്റെ സ്വഭാവത്തിന് വിരുദ്ധമായതെല്ലാം എന്തുവാണ്? പാപമാണ്. 1. രണ്ടാമത്തേത്, സത്യവചനത്തിന് വിരുദ്ധമായതെല്ലാം പാപമാണ്. സത്യവചനം, സനാതന വചനം, സത്യവചനം, അതിന് വിരുദ്ധമായി വരുന്നതെല്ലാം എന്തുവാ? പാപമാണ്. അപ്പൊ സത്യദൈവത്തിന്റെ സ്വഭാവം നമ്മൾ സൂക്ഷിക്കണം, സത്യവചനവും നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ? ഇതിനൊക്കെ വിരുദ്ധമായി വരുന്നതിനെയാണ് എന്തോ വിളിക്കാവുന്നത്? പാപം എന്ന് വിളിക്കാവുന്നു. 3-മതൊരു കാര്യം കൂടെ എഴുതിക്കോ. സത്യസഭയുടെ സംസ്കാരത്തിന് വിരുദ്ധമായതെല്ലാം പാപമാണ്. സത്യസഭയുടെ സംസ്കാരം. നമ്മൾ നിൽക്കുന്ന സഭയുടെ പേരെന്തുവാണ്? സഭയുടെ പേരെന്തുവാ? IPC ശാരോടുന്ന് ചർച്ച കൂടെ നോക്കായിരിക്കും നമ്മൾ പറയാൻ വരുന്നത്. പക്ഷേ വേദോത്സവ പ്രകാരം സഭയുടെ പേരെന്തോന്നാ? സത്യമാർഗം. സത്യമാർഗം. സത്യദൈവത്തിന്റെ ഉടമസ്ഥതയില്ല. ഐ എം ദ ട്രൂത്ത്, ഞാനാണ് സത്യം എന്ന് പറഞ്ഞ ക്രിസ്തുവാണ് ഇതിനു വേണ്ടി രക്തം മുടക്കിയത്. സത്യാത്മാവാണ് ഇതിനെ നിയന്ത്രിക്കുന്നത്. സത്യവചനമാണ് ഇതിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ. അതുകൊണ്ട് സഭ എന്തോ വിളിക്കണം? സത്യസഭ. അതുകൊണ്ട് സഭയുടെ സംസ്കാരത്തിന് വിരുദ്ധമായ വേഷവിധാനം, ഭക്ഷണകാര്യങ്ങൾ, ഇടപാടുകൾ എല്ലാം പാപമായി വരും. ഒരുത്തൻ സഭയിലാണെന്ന് പറയുകയും സഭയുടെ സംസ്കാരത്തിന് യോഗ്യമല്ലാത്ത ജീവിത നിലവാരം നയിക്കുകയും ചെയ്താൽ അതെന്തുമായി വരും? പാപമാണ്. വട്ടിപ്പലിശയും കൊള്ളപ്പലിശയും അതും ഇതുമെല്ലാം സത്യസഭയുടെ സംസ്കാരത്തിന് വിരുദ്ധമാണ്. അടി, പിടി, കലാശം, അയൽവക്കക്കാരുമായിട്ട് കേസ്, വഴക്ക്, ലോക്കപ്പ്, കോടതി, ഇതെല്ലാം സത്യസഭയുടെ സംസ്കാരത്തിന് വിരുദ്ധമാണ്. അതെല്ലാം പാപമായി വരും. അതാണ്. പുതുതായിട്ട് സ്ഥലം മാറി വന്ന പാസ്റ്ററോട് ഒരാൻറ്റി എന്ന് പറഞ്ഞു, അച്ഛാ എൻ്റെ ബിസിനസ്സിന് വേണ്ടി പ്രാർത്ഥിക്കണേ പാസ്റ്ററെ. പിന്നെന്താ പ്രാർത്ഥിക്കും? ഇപ്പം തന്നെ പ്രാർത്ഥിച്ചേക്കാം. ബിസിനസ് എന്തുവാണെന്ന് പോലും ചോദിക്കാതെ പാവം ഒറ്റ പ്രാർത്ഥന ആത്മാവിൽ. കാരണം ആദ്യത്തെ ഞായറാഴ്ചയാണ്, സഭാവിശ്വാസികളുടെ മുഴുവൻ അഭിനന്ദനം ഏറ്റുവാങ്ങണമല്ലോ. അതുകൊണ്ട് എല്ലാവരും കേൾക്കുക. സഭായോഗം പിരിയുന്നതിന് മുമ്പേ ഒറ്റ പ്രാർത്ഥന.
കർത്താവേ, ഞങ്ങളുടെ ദാസന്റെ ബിസിനസിന്റെ മേൽ വ്യാപരിച്ച് നിൽക്കുന്ന വട്ടമിട്ട് പോരാടുന്ന സകല കെട്ടുകളെയും യേശുവിന്റെ നാമത്തിൽ പൊട്ടിക്കുന്നു എന്നൊക്കെ പറഞ്ഞൊരൊറ്റ പ്രാർത്ഥന. അച്ഛൻ്റെ ബിസിനസ് എന്തോന്ന് അറിയാവുന്ന വിശ്വാസികൾ ഇങ്ങനെ പകച്ചു നിൽക്കുക. എൻ്റെ ദൈവമേ, പാസ്. അപ്പം അമ്മാമ്മയ്ക്ക് വലിയ സന്തോഷമായി. പുള്ളിക്കാരി അങ്ങ് പോയി. പതിയെ സഭയുടെ മുതിർന്ന അച്ചായന്മാർ പാസ് അടിയിലോട്ട് വന്നങ്ങ് വട്ടം വളഞ്ഞു. പക്ഷേ പ്രാർത്ഥന സൂപ്പറായിരുന്നു. അച്ചായൻ്റെ ബിസിനസ് എന്തോന്ന് അറിയാവോ? ഇല്ല, അത് ഞാൻ ചോദിച്ചില്ല. അത് ചോദിക്കാതെ അങ്ങനെ അത്രയും വലിയ ഉണർവോടെ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ലായിരുന്നു. അയ്യോ, എന്തോ ബ്രദറെ പറഞ്ഞാട്ടെ. അപ്പോഴാണ് ആലപ്പുഴ പോയി മീൻ എടുത്തുകൊണ്ട് വരിക പുള്ളി. വരുന്ന വഴിക്ക് നല്ല പോത്ത് കിട്ടും, അതും വാങ്ങിക്കും. നല്ല കപ്പ കിട്ടും, അതും വാങ്ങിക്കും. എന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് അച്ഛനും അമ്മാമ്മയും കൂടെ കറി വയ്ക്കും. മീനും പോത്തും. അത് 1-2 കിലോ വീട്ടിലേക്കല്ല, 10, 15, 20, 25 കിലോ വാങ്ങിക്കുക. എന്നിട്ട് രണ്ടുപേരും കൂടി വീട്ടിൽ ഇരുന്ന് ഇത് നന്നായിട്ട് പാചകം ചെയ്യും. എന്നിട്ട് മുഹമ്മ, തണ്ണീർമുക്കം, കുമരകം, കോട്ടയം ടൗണിലുള്ള പലയിടങ്ങളിലെയും ഷാപ്പുകളിൽ കൊണ്ട് വിതരണം ചെയ്യുന്ന കച്ചവടമാണ്. കള്ള് വിതരണം ചെയ്യുന്നില്ല. പിന്നെ കള്ള് കുടിക്കാൻ എന്തോ കൊടുക്കുന്നു? ഇറച്ചിക്കറി, മീൻകറി, കപ്പ വേവിച്ചത്, കപ്പ ഉലർത്തിയതൊക്കെ ഇങ്ങനെ കൊണ്ട് കൊടുക്കുക. അതാണ് അച്ചായൻ്റെ ബിസിനസ് ഭയങ്കര സംഭവമാണ്. ഷാപ്പിൽ കൊണ്ട് കൊടുത്താൽ മതി. അത് ഇത്ര കിലോയ്ക്ക് ഇത്ര രൂപ വെച്ച് അവരിങ്ങോട്ട് കൊടുക്കുക. മനസ്സിലായില്ലേ? അപ്പം ഈ ബിസിനസ് അറിയാൻ വയ്യാതെ പാസ് അച്ചായൻ്റെ ബിസിനസ്സിനെ അനുഗ്രഹിച്ച് പരിശുദ്ധ തൃത്വനാമത്തിലൊക്കെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചത്. മനസ്സിലാകുന്നുണ്ടോ? സത്യസഭയുടെ സംസ്കാരത്തിന് വിരുദ്ധമായി നമ്മുടെ ബിസിനസ് മാറരുത്, നമ്മുടെ ധനാഗമന മാർഗം മാറരുത്. പുള്ളി പറയുന്ന ഞാൻ കള്ളു കുടിക്കുന്നില്ലല്ലോ, ഞങ്ങൾ കള്ളു കുടിക്കുന്നില്ലല്ലോ എന്നാണ്. വെറ്റില ചവയ്ക്കുന്നില്ലല്ലോ, വെറ്റില കൊടിയ കൃഷിയെങ്കിൽ അത് സഭയുടെ സംസ്കാരത്തിന് വിരുദ്ധമാണ്. കച്ചവടം നടത്തിക്കോ, അതിനകത്ത് സിഗരറ്റും ബീഡിയും ഒക്കെ വിൽക്കുന്നുണ്ടെങ്കിൽ അത് സത്യസഭയുടെ സംസ്കാരത്തിന് വിരുദ്ധമാണ്. കച്ചവടം നടത്തുന്ന പെന്തക്കോസുകാരുടെ അവിടെ ചോദിച്ചാൽ, അയ്യോ ബീഡിയും സിഗരറ്റും ഇല്ലെങ്കിൽ കച്ചവടം നടക്കത്തില്ല പാസ് എന്നാ പറയുക. ബീഡിയും സിഗരറ്റും വിറ്റാൽ നമ്മൾ നാട്ടുകാരെയും കൂടെ എന്തോ ചെയ്യുകയാണത്? സത്യസഭയുടെ സംസ്കാരമല്ലത്. കള്ള് കുടിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. കള്ള് വാറ്റുകാരായി ഉണ്ടാക്കി വിറ്റാൽ അതെങ്ങനെ? കാശുണ്ടാക്കാൻ വേണ്ടി ധനാഗമന വഴിയെന്ന് പറഞ്ഞ് ചെയ്യാൻ പറ്റത്തില്ല. സത്യസഭയ്ക്കൊരു സംസ്കാരമുണ്ട്. ബിസിനസ് ചെയ്യാം, പക്ഷെ വട്ടിപ്പലിശയ്ക്ക് പണം കൊടുക്കുന്ന ഒരു പെന്തക്കോസുകാരനെ നിങ്ങൾ എങ്ങനെ സഹിക്കും? സഭ എങ്ങനെ സഹിക്കും? അതുകൊണ്ട് 3 കാര്യം ഞാൻ പറഞ്ഞു. 1, സത്യദൈവത്തിന്റെ സ്വഭാവത്തിന് വിരുദ്ധമായതല്ല എന്തുവാണ്? പാപമാണ്. അടുത്തത്, സത്യ വചനത്തിന് വിരുദ്ധമായതല്ല എന്താണ്? പാപമാണ്. 3, സത്യ സഭയ്ക്ക് വിരുദ്ധമായി വരുന്നതല്ല എന്തുവാണ്? ഇതാണ് പാപമെന്ന് പറയുന്നത്. കേൾക്കണോ? മറ്റൊരു കണക്ക് കേൾക്കണോ? പാപമെന്ന പദം വേദപുസ്തകത്തിൽ ആദ്യം എവിടെ വരുന്നേ? പാപമെന്ന പദം വേദപുസ്തകത്തിൽ ആദ്യം എവിടെ? ഉൽപ്പത്തിയില്ല. മിക്കവാറും എല്ലാം ആദ്യം ഉൽപ്പത്തിയിലായിരിക്കുമല്ലോ. അതുകൊണ്ട് പറഞ്ഞാണോ അതോ അറിയാവുന്നതുകൊണ്ട് പറഞ്ഞാണ്? ഉൽപ്പത്തി 4:7 വാക്യമാണ്. പാപം നിന്റെ വാതിക്കൽ. പാപം ചെയ്തത് മനുഷ്യനാണെങ്കിൽ പാപം എന്ന പദം ഉരിയാടുന്നത് ദൈവമാണ്. പാപം നിന്റെ വാതിക്കൽ കിടക്കുന്നു. 4:7 വാക്യം. ഏറ്റവും അവസാനം എവിടെയെന്നറിയാമോ? ആദ്യം ഉൽപ്പത്തിയിലാണെങ്കിൽ അവസാനം വെളിപ്പാടിലായിരിക്കുമല്ലോ. പാപം എന്ന പദം ഏറ്റവും അവസാനം വരുന്നത് വെളിപ്പാട് ദിവസം 18:5 ഉൽപ്പത്തി 4:7 മുതൽ വെളിപ്പാട് 18:5 വരെ പാപം 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 എന്ന് 570 തവണയുണ്ട് ബൈബിളിൽ. എത്ര തവണയാ? കമോൺ, ഹലോ, എത്ര തവണയുണ്ടെന്ന് പറഞ്ഞേ? 570 തവണയുണ്ട് വിശുദ്ധ ബൈബിളിൽ പാപം എന്ന പദം. എവിടെ തുടങ്ങുന്നേ? ഉൽപ്പത്തി 4:7. എവിടെ ഒടുങ്ങുന്നേ? വെളിപ്പാട്. നമ്മുടെ മമ്മിമാരും സഹോദരിമാരും ആൻറ്റിമാരും പെൺകുഞ്ഞുങ്ങളൊക്കെ സന്തോഷിക്കാനൊരു കാര്യം പറയാം. നിങ്ങളുടെ പേരിൽ ബൈബിളിൽ 2 പുസ്തകമുണ്ട്. ഏതൊക്കെയാ? രൂത്തും റെഡിമെയ്ഡ് ഉത്തരവാണല്ലോ. ഇവരുടെ പേരിലുള്ള 2 പുസ്തകമാണ് ബൈബിളിലെ. ഏതൊക്കെയാ? രൂത്തും എസ്തേറും. ആ പുസ്തകങ്ങളുടെ പ്രത്യേകത എന്താണെന്നറിയാ വെച്ചാൽ പാപമെന്ന പദം ആ പുസ്തകത്തിലില്ല. ഇവരുടെ പേരിലുള്ള പുസ്തകത്തിൽ എന്തോ ഇല്ല? മുഖം തെളിഞ്ഞു വരുന്നുണ്ടോ? അവരുടെ പേരിലുള്ള പുസ്തകത്തിൽ എന്തോ ഇല്ല? അങ്ങനെ കുലുങ്ങി ചിരിക്കാൻ പറ്റട്ടെ. നിങ്ങളാ ഇത് ഉണ്ടാക്കി വെച്ചേ. പാപം എന്ന് പറയുന്ന ഏട്ടപ്പാടുണ്ടാക്കിയതാരാ? ഞങ്ങൾ മര്യാദയ്ക്ക് അതിൽ നടക്കുകയായിരുന്നു. നിങ്ങൾ പോയി പറിച്ച് തിന്ന് നിങ്ങൾ തിന്നതിൻ്റെ ബാക്കി ഞങ്ങളോട് തിന്നതിൻ്റെ ഗതികേടായി ഇന്ന് അനുഭവിക്കുന്നതല്ല. മനസ്സിലായില്ലേ? അപ്പോൾ പാപം എന്ന പദം 570 തവണയാണ്. 570 തവണ. അതിൽ തീക്ഷ്ണമായ തീവ്രമായൊരു പ്രഖ്യാപനം, നടുങ്ങുവിൻ, പാപം ചെയ്യാതിരിപ്പേ. സ്നാനപ്പെട്ടവൻ പാപം ചെയ്യരുത്, പാപത്തിലേക്ക് മലക്കം മറിയരുത്, പാപനിയോഗങ്ങളോട് എതിർത്ത് നിൽക്കണം, പാപവികാര വിചാരങ്ങളെ അടക്കാൻ കഴിയണം. അതാണ് 6:2 വാക്യം. 6:3 വാക്യം വായിച്ചേ.
അത് മുങ്ങിയപ്പോഴും മുങ്ങുന്നില്ല. അവസാനം അവർക്ക് ഏതാണ്ട് ഒരു വെള്ളത്തിലൊരു ഭയം പോലൊക്കെ വന്നിട്ട് പാസ്റ്ററുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ കിടന്ന് കുതിർന്നത് കണ്ടപ്പോൾ കരഞ്ഞു നിന്നത് സീനിയർ പാസ്റ്റർ മതി കയറ്റി വിടാൻ പറഞ്ഞു. 6:6 വാക്യം 6:2 ആദ്യം വായിക്കണം, 6:6 വാക്യം രണ്ടാമത്. നാം ഇനി പാപത്തിന് അടിമപ്പെടരുത്. അപ്പൊ ഒന്നാമത്തെ തത്വം സ്നാനപ്പെട്ടവർ അറിയണം. ഒന്നാമത് എന്തോ അറിയണം? പാപം ചെയ്യരുത്. ഒന്നാമത് 6:2. അടുത്തത് രണ്ടാമത്തെ തത്വം എന്താ? പാപത്തിന് ഒരു കാരണവശാലും എന്തോ ചെയ്യരുത്? അടിമപ്പെടരുത്. 6:12 വാക്യം സ്നാനപ്പെട്ടവർ എഴുതേണ്ടതാണ്. 6:12 പാപം നിങ്ങളുടെ മർത്യ ശരീരങ്ങൾ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാറി ഇനി വാഴരുത്. ഇനി എന്ന പദം 3 വാക്യങ്ങളിലുണ്ട്. 6:2 പറയുന്നു ഇനി പാപം ചെയ്യരുത്. 6:6 പറയുന്നു ഇനി പാപത്തിന് നിങ്ങൾ എന്തോ ചെയ്യരുത്? അടിമപ്പെടരുത്. 6:12 പറയുന്നു പാപം അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് നിങ്ങളുടെ മർത്യ ശരീരങ്ങൾ എന്തോ ചെയ്യരുത്? ഇനി വാഴാൻ പാടില്ല. കണ്ടില്ലേ? അപ്പം സ്നാനപ്പെട്ടവർ ഈ നിർദ്ദേശം അറിഞ്ഞേ പറ്റുള്ളൂ. ഇനി സ്നാനപ്പെട്ടവരുടെ 6-ാം അധ്യായത്തിൽ തന്നെ ചില കർമ്മങ്ങളോട് പറയാം, ചില ധർമ്മങ്ങളോട് പറയാം, ചില കടപ്പാടുകളോട് പറയാം. 6-ാം വാക്യം ഒന്നുകൂടെ വായിച്ച്. 6:6 വാക്യം. അറിയുന്നു എന്ന പ്രയോഗത്തിനടിയിൽ പറയുള്ളൂ. ഈ അറിവോടെ വേണം സ്നാനപ്പെട്ട ശേഷം ജീവിക്കാൻ. എൻ്റെ പാപ ശരീരം എന്തോ ചെയ്തിരിക്കുന്നു? അടക്കപ്പെട്ടിരിക്കുന്നു എന്ന അറിവോടെ ജീവിക്കണം. കവലയിൽ ഇറങ്ങുമ്പോഴും ഇടവഴിയിലും പെരുവഴിയിലും വീട്ടിലും നാട്ടിലും എവിടെ പോയാലും ഞാൻ സ്നാനപ്പെട്ടു, എൻ്റെ പാപജഡം എന്തോ ചെയ്തിരിക്കുന്നു? ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് പാപത്തിൻ്റെ ജഡത്തിലല്ല. ഞാൻ കർത്താവിനോടുകൂടെ എന്തോ ചെയ്തിരിക്കുന്നു? ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന അറിവിൻ്റെ തിളക്കത്തോടെ ജീവിക്കണം. മക്കളുമാർ സ്നാനപ്പെട്ടവർ കോളേജിലും സ്കൂളിലും ഒക്കെ പോകുമ്പോൾ ഓർത്തോണം, ഈ അറിവ് നഷ്ടപ്പെടരുത്. ഏതറിവാ? 6-ാം അധ്യായത്തിൽ ആ വാക്യം വായിച്ചിട്ട് മനസ്സിലായില്ല. ആ വാക്യം ഒന്നുകൂടെ വായിച്ച്. പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് സ്നാനപ്പെട്ട മുഴുവൻ ആളുകളും അറിയണം. ആ അറിവോടെ ജീവിക്കണം. നമ്മുടെ രാത്രിയിലും പകലിലും ഈ അറിവ് നമ്മെ വിട്ടുപോകരുത് ഒരിക്കലും. പാപജഡം എന്ത് ചെയ്തു? ക്രൂശിക്കപ്പെട്ടു. പാപജഡം എന്ത് ചെയ്തിട്ടുണ്ട്? പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ എന്തോ ചെയ്തു? ഇപ്പൊ പഴയ മനുഷ്യനല്ല, പിന്നെ ഏത് മനുഷ്യനാ? പുതുക്കം പ്രാപിച്ച പുതിയ മനുഷ്യനാ പൊങ്ങി വന്നത് എന്ന അറിവോടെ ജീവിക്കണം. 6-ാം അധ്യായം. ഇനി അതിന്റെ 8-ാം വാക്യം വായിച്ച്. വിശ്വസിക്കണം. ഒന്നാമത് അറിയണം ഒരു കാര്യം, പാപജഡത്തിന് നീക്കം വന്നു എന്ന അറിവോടെ ജീവിക്കണം. 2, ഈ വിശ്വാസത്തോടെ ജീവിക്കണം. ഞാൻ വിശ്വസിക്കുന്നു. എന്തോ വിശ്വസിക്കുന്നു? ഞാൻ ക്രിസ്തുവിനോട് കൂടെ ജീവിക്കുന്നു. വിത്ത് ക്രൈസ്റ്റ് ആണ്. ഞാൻ വിത്ത് ക്രൈസ്റ്റ് ആണ് ജീവിക്കണം. കൂട്ടുകാരികളുടെ കൂടെ, കൂട്ടുകാരന്മാരുടെ കൂടെ പോകുമ്പോൾ ഓർത്തോണം ഞാൻ ആരുടെ കൂടെയാ? ക്രിസ്തുവിനോട് കൂടെയാണ്. വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഓർത്തോണം ഞാൻ ആരുടെ കൂടെയാ? ക്രിസ്തുവിന്റെ കൂടെ. മൊബൈൽ ഫോണുമായിട്ട് ഇരിക്കുമ്പോൾ ഓർത്തോണം ഞാൻ ആരുടെ കൂടെയാ? എൻ്റെ ഡിസ്പ്ലേയിലേക്ക് എൻ്റെ 2 കണ്ണ് മാത്രമല്ല കർത്താവിൻ്റെ കണ്ണും ഉണ്ടെന്ന് വിചാരം ഉണ്ടെങ്കിൽ അരുതരുതാത്തതിലൊന്നും നമ്മൾ ഡയൽ ചെയ്യത്തില്ല. മോനെ, മൊബൈൽ ഫോൺ നമ്മൾ ഇങ്ങനെ എടുത്ത് വെച്ചുകൊണ്ട് കൈകാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ചിന്ത മമ്മി അപ്പുറത്താ, പപ്പ അപ്പുറത്താ. ഇതിൻ്റെ അങ്ങേ തലയ്ക്കലാണ് അവരെല്ലാവരും. ഇതിൻ്റെ ഡിസ്പ്ലേ നമ്മുടെ മുഖം മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഡിസ്പ്ലേയിലേക്ക് ആരുടെ മുഖമാണ്? നമ്മുടെ മുഖമാണ്. അപ്പുറത്താ മമ്മി, അപ്പുറത്താ പപ്പ, അപ്പുറത്താ പാസ്റ്റർ, അപ്പുറത്താ പാസ്റ്റർ ആൻറ്റി, വേണ്ടപ്പെട്ടവരൊക്കെ അപ്പുറത്താ. ഇതിൻ്റെ ഡിസ്പ്ലേയിലേക്ക് നമ്മുടെ മുഖമാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്തു ആകാം. ഇനി ആരെങ്കിലും നമ്മുടെ അരികിലേക്ക് വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒറ്റ ടച്ച് കൊണ്ട് നമ്മുടെ ചാറ്റിംഗ് പ്രതലം മാറ്റി വേദപുസ്തകത്തിൻ്റെ ഒരു വാക്യത്തിലേക്ക് കൊണ്ടുവരാം. അല്ലേ? ഡിസ്പ്ലേ ഇരുന്ന് നോക്കി മൊബൈലിൽ തന്നെ ഇരുന്ന് നോക്കി മുഖഭാവം കണ്ടപ്പോൾ മമ്മിക്ക് മനസ്സിലായി ഇത് പഠിക്കുകയൊന്നുമല്ല. എന്നാൽ പിന്നെ നോക്കിയേക്കാന്ന് പറഞ്ഞപ്പോൾ പതിയെ അപ്പുറത്തോടെ വന്ന് വേറെ ഏതാണ്ട് എടുക്കാനെന്ന ഭാവേന. മമ്മിയേക്കാൾ മിടുമിടിക്കുകയാണല്ലോ മോള്, പപ്പയേക്കാൾ മിടുമിടുക്കനല്ലേ മോൻ. പപ്പ വരുന്നത് ഡിസ്പ്ലേയിലേക്ക് നോക്കാനാണെന്നുള്ളത് മനസ്സിലാക്കിയ മോൻ പപ്പ വരുന്ന ആ ഒരു ദൂരപരിധി മനസ്സിലാക്കിയിട്ട് ഒരു സോഫ്റ്റ് ടച്ച് സ്ക്രീനിൽ നടത്തിയപ്പോൾ ചാറ്റിംഗ് പ്രതലം എങ്ങോട്ടോട്ടോ പോയിട്ട് യോഹന്നാന്റെ സുവിശേഷം കയറി വരും. സംശയത്തോടെ 2 എണ്ണം കൊടുക്കണമെന്ന് പറഞ്ഞ് വന്ന പപ്പ നോക്കുമ്പോൾ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നേ. എൻ്റെ കർത്താവേ, എൻ്റെ കുഞ്ഞ് ബൈബിള് വായിക്കുകയായിരുന്നു, ഞാൻ അവനെ സംശയിച്ചു, എൻ്റെ മോളെ ഞാൻ സംശയിച്ചു. എൻ്റെ ഒരു മുൻവിധി എന്ന് പറഞ്ഞു സ്വയം തലയ്ക്ക് തല്ലി ദേ പോകുന്നു മടങ്ങി. പാവം.
അങ്ങനെ മടങ്ങി അങ്ങോട്ട് പോയി 2 ചുവട് അങ്ങോട്ട് വെച്ചപ്പോൾ മോൻ്റെ അല്ലെങ്കിൽ മോളുടെ വിരൽ ഒന്നുകൂടെ സ്ക്രീനിൽ ടച്ച് ആയപ്പോ യോഹന്നാന്റെ സുവിശേഷം അങ്ങ് പത്മോസ് ദ്വീപിലേക്ക് പോയിട്ട് മറ്റേ സാധനം കയറി വരും. യോഹന്നാൻ ഇല്ല അവിടെ. എന്താ ഒരു ബ്രേക്ക്? അതെ, മമ്മി ഇപ്പൊ വന്നായിരുന്നു, അതുകൊണ്ടാണ്. പിന്നെ കണ്ടിന്യൂ ചെയ്യുവാണ് സംഭവം. മക്കളുമാരൊരു കാര്യം ചെയ്യണം, നമ്മളെപ്പോലെ മണ്ട ശിരോമണികൾ വേറെ ആരെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ഈ മൊബൈലിന്റെ പിന്നാമ്പുറത്ത് അവരെല്ലാവരും. അതുകൊണ്ട് ഡിസ്പ്ലേ കാണാൻ അവർ വിദഗ്ധമായി വന്നത്. പക്ഷെ നമുക്കറിയാത്തൊരു കാര്യമുണ്ട്, നമ്മുടെ തൊട്ടു പുറകിൽ കർത്താവുണ്ട്. അതുകൊണ്ട് ഡിസ്പ്ലേയിൽ ആദ്യം കണ്ണ് വന്നത് കർത്താവിൻ്റെതാണ്. വിശ്വസിക്കണം, ഞാൻ ആരുടെ കൂടെ ജീവിക്കുന്നു? എൻ്റെ മൊബൈൽ ഫോൺ ഞാൻ ആരുടെ കൂടെ കൈകാര്യം ചെയ്യുന്നു? കർത്താവിനോടുകൂടെ. എൻ്റെ ഭക്ഷണം ഞാൻ ആരുടെ കൂടെ കഴിക്കുന്നേ? യെസ്. എൻ്റെ യാത്ര ആരുടെ കൂടെ ചെയ്യുന്നേ? അപ്പൊ 1 അറിയണം, 2 വിശ്വസിക്കണം. 11 വാക്യം വായിച്ച്, 6:11. ദൈവത്തിന് ജീവിക്കുന്നവരെന്ന് എണ്ണണം. എണ്ണണം എന്ന് പറഞ്ഞാൽ പരിഗണിക്കണം. കൺസിഡർ യുവർ സെൽഫ്. ദൈവത്തിന് ജീവിക്കുന്നവരെന്ന് എന്തോ ഇതോണം, ആ പരിഗണനയിൽ വേണം ജീവിക്കാൻ. എവിടെ ജീവിച്ചാലും ആ പരിഗണന വേണം. ഞാൻ ആർക്ക് ജീവിക്കുന്നു? ആർക്ക് വേണ്ടി ജീവിക്കുന്നു? ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നു. ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരുവന്റെ ഉത്തരവാദിത്വം ദൈവമായി ഏറ്റെടുക്കുക. വിശുദ്ധിയോടെ, വേർപാടോടെ, സമർപ്പണത്തോടെ, സാമർഥ്യത്തോടെ ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ കുഞ്ഞുങ്ങളോട് ഞാൻ പറയാം, നിങ്ങളുടെ ഭാവി ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതമായിരിക്കും. മക്കളെ, പപ്പയുടെ കയ്യിൽ അത്രയും വലിയ പണമൊന്നും ഉണ്ടാകണമെന്നില്ല, മമ്മിയുടെ കയ്യിൽ അത്രയും വലിയ പണമില്ല. അങ്കിളും ആൻറ്റിയൊക്കെ സഹായിക്കുന്ന സമയമാകുമ്പോൾ അവർ കൈ വലിച്ചു കളയും. ഇപ്പോൾ പഴയ പോലെ ഒന്നും പറ്റത്തില്ല. കൊറോണ അല്ലായിരുന്നു. കൊറോണ കഴിഞ്ഞപ്പോഴത്തേക്ക് ആകെപ്പാടെ സിസ്റ്റം മാറിപ്പോയി. മക്കളെ, നീ പ്രാർത്ഥിക്കുന്നൊക്കെ പറഞ്ഞ് അവർ കൈയൊഴിയും. പക്ഷെ നീ ദൈവത്തിന് വേണ്ടി ജീവിച്ചാൽ ദൈവം നിന്റെ കാര്യത്തെ നേരെയാക്കിക്കോൾ. ദൈവത്തിന് വേണ്ടി നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ സ്നാനപ്പെട്ടവരറിയേണ്ട ആദ്യത്തെ 3 കാര്യം ഞാൻ പറഞ്ഞു. എന്തുവാ? ഇനി പാപത്തിൽ ജീവിക്കരുത്, ഇനി പാപത്തിന് അടിമപ്പെടരുത്, ഇനി പാപം നിങ്ങളുടെ മർദ്ദ ശരീരങ്ങളിൽ വാഴരുത്. 6ന്റെ 2-ാം വാക്യം, 6ന്റെ 6-ാം വാക്യം, 6ന്റെ 12-ാം വാക്യം. അത് കഴിഞ്ഞ് പറയുന്നത് 6ന്റെ 6-ാം വാക്യത്തിൽ പറഞ്ഞ എന്താണ്? അറിയണം. ഓക്കെ. 8-ാം വാക്യത്തിൽ പറഞ്ഞ എന്താ? വിശ്വസിക്കണം. 11-ാം വാക്യത്തിൽ പറഞ്ഞ എന്താ? എണ്ണണം. 19-ാം വാക്യം വായിച്ച്, 6ന്റെ 19-ാം വാക്യം. യെസ്. നിങ്ങളുടെ അവയവങ്ങളെ, സ്നാനപ്പെട്ട എല്ലാവരും ശ്രദ്ധിച്ചോണം, നിങ്ങളുടെ അവയവങ്ങളെ ഒരു കാരണവശാലും പാപത്തിനും അനീതിക്കും അധർമ്മത്തിനും എന്തോ ചെയ്യരുത്, അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇനി സമർപ്പിക്കരുത്. ഇനി നീതിയുടെ ആയുധങ്ങളാക്കിക്കോണം. അരുതരുതാത്തത് കാണാൻ കണ്ണിനെ വിട്ടുകൊടുക്കരുത് മക്കളെ. അരുതരുതാത്തത് കാണുമ്പോൾ കണ്ണേ മടങ്ങുക എന്ന് തിരികെ വിളിക്കണം. അരുതരുതാത്തത് മനസ്സിനകത്തോടിട്ട് ഇങ്ങനെ പൊലിപ്പിക്കരുത്. ആവശ്യമില്ലാത്തത് ഡയൽ ചെയ്യാൻ വിരലുകളെ വിട്ടുകൊടുക്കരുത്. ആവശ്യമില്ലാത്ത വഴികളിലൂടെ പോകാൻ കാലുകളെ അനുവദിക്കരുത്. ആവശ്യമില്ലാത്ത നിയോഗങ്ങൾ ഉദ്ദീപിതമാകാൻ ഇന്ദ്രിയ വ്യവസ്ഥിതികളെ അതിൻ്റെ പ്രോത്സാഹനം കൊടുക്കാതെ കർത്താവിൻ്റെ കൃപയിൽ സൂക്ഷിക്കാൻ കഴിയണം. വിരലുകളിൽ മലിനത വരരുത്. കൈകളിൽ പാപത്തിൻ്റെ കറ വരാൻ പാടില്ല. വിരലുകളിൽ മലിനത, വിരലുകൾ, അവരുടെ വിരലുകൾ അകർത്യം കൊണ്ട് മലിനമായിരിക്കുന്നു എന്നൊരു വാക്യമുണ്ട്. കണ്ടിട്ടുണ്ടോ? എത്ര മമ്മിമാർ കണ്ടിട്ടുണ്ടോ വാക്യം? കുഞ്ഞുങ്ങളെ പ്രബോധിപ്പിക്കാനൊക്കെ പറ്റിയ വാക്യമാണ്. വിരലുകളിൽ എന്തോ വരരുത്? അകർത്യം കൊണ്ട് മലിനമാകരുത് വിരലുകൾ. ടച്ച് സ്ക്രീൻ, സോഫ്റ്റ് ടച്ച് സ്ക്രീൻ ഉണ്ടല്ലോ, കീപാഡുകളല്ലേ ഇന്നത്തെ എല്ലാം. യുദ്ധോപകരണങ്ങൾ അടക്കം വിരലുകൾ കൊണ്ട് സ്പർശിച്ചാണ് കാര്യങ്ങൾ. മിസൈൽ പോകണമെങ്കിൽ, മിസൈൽ പൊട്ടണമെങ്കിൽ എല്ലാം എന്തോ ആണ്? പഴയ പോലെ മാനുവൽ വർക്കൊന്നുമല്ല, വിരലാണ്. വിരൽ തുമ്പ്, വിരൽ ടച്ചാണ്. കണ്ടില്ലേ? ഫിംഗർ ടച്ചാണ് എല്ലാം. സോഷ്യൽ മീഡിയാസ് മുഴുവനും ഫിംഗർ ടച്ചാണ്. എല്ലാ സംവിധാനവും നിങ്ങൾ നോക്കിക്കോ. ബാങ്കിങ് പോലും ഇപ്പൊ എവിടെ വന്നു? വിരൽ ടച്ചിലല്ലേ. ഒരു 500 രൂപ ഒന്ന് ഗൂഗിൾ പേ ചെയ്തേക്കാമോ? വിരൽ കൊണ്ട് നമ്മൾ ആ കാര്യം ചെയ്യുക. മെസ്സേജുകൾ അയക്കുന്നത് എല്ലാം എല്ലാം എല്ലാം, ഷോപ്പിംഗ് അടക്കം. മനസ്സിലായി? എവിടെന്നെങ്കിലും ഹോട്ടലിൽ നിന്ന് വീട്ടുമുറ്റത്ത് ഭക്ഷണം വരണമെങ്കിൽ എന്തോ ചെയ്യുന്നത്? വിരൽ കൊണ്ട്. സകലതും വിരലുകൾ കൊണ്ടല്ലേ ചെയ്യുക. അതുകൊണ്ട് വചനം ഇത് ഇങ്ങനൊരു കാലം വരുമെന്ന് അറിഞ്ഞിട്ട് നേരത്തെ തന്നെ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളുടെ വിരലുകൾ മലിനമാകരുത് അകർത്യം കൊണ്ട് എന്ന് പറഞ്ഞാൽ കൃത്യമല്ലാത്തതിനു വേണ്ടി അക്ഷരക്കൂട്ടുകൾ പരതരുത് നമ്മുടെ വിരലുകൾ. സ്നാനപ്പെട്ടവരോട് പറയാം, സ്നാനപ്പെട്ട ശേഷം വിരലുകളെയും കാലുകളെയും കണ്ണുകളെയും കാതുകളെയും നാവിനെയും ഒന്നും അയോഗ്യമായി ഉപയോഗിക്കരുത്. എവിടാ മലിനമാകരുതെന്ന വാക്യം? കണ്ടില്ലല്ലേ?
ഒരു എംബോസിഷൻ മണം അടിക്കുന്നുണ്ട്, പറഞ്ഞു പെട്ടെന്ന്. 59 അധ്യായം 3 വാക്യം, യെശയ്യാ പ്രവചനം 59 3 വാക്യം. ഡിസ്പ്ലേ ചെയ്ത് എല്ലാവരും ഒന്ന് കാണട്ടെ. കുഞ്ഞുങ്ങളെല്ലാവരും ആ വാക്യം അറിയാതെ പോകരുത്. യെശയ്യാ പ്രവചനം. കണ്ടോ, നിങ്ങളുടെ വിരലുകൾ അകർത്യം കൊണ്ട് മലിനമായിരിക്കും, നിങ്ങളുടെ കൈകൾ രക്തം കൊണ്ട്. അരുതരുതാത്ത ചെയ്യുമ്പോൾ രക്തക്കറ നമ്മുടെ കയ്യിൽ പറ്റും. അരുതരുതാത്തത് തൊടുമ്പോൾ, പിടിക്കുമ്പോൾ, എടുക്കുമ്പോൾ, എഴുതുമ്പോൾ നമ്മുടെ വിരലുകളിൽ എന്തോ സംഭവിക്കും? ഈ വിരൽ സഹിതം എവിടെ പോയതാണ്? വെള്ളത്തിന്റെ അടിയിലേക്ക് പോയതാ. മുക്കിയപ്പം ദൈവദാസന്റെ കൈകളിലാൽ നമ്മളെ പിടിച്ച് താഴ്ത്തിയപ്പോൾ വിരലുകൾ അടക്കം താഴ്ന്നു പോയതാണ്. ആ വിരൽ വീണ്ടും മലിനമാകരുത്. അതാണ് നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങൾ. സ്നാനപ്പെട്ടവരെല്ലാവരും ശ്രദ്ധിച്ചോണം, നിങ്ങളുടെ അവയവ വ്യവസ്ഥിതികൾ മുഴുവനും പാപത്തിന് ചലിക്കരുത്. നാക്ക് സ്നാനപ്പെടുമ്പോൾ നനയാത്ത ഒരേ ഒരു അവയവം ഏതാ? ഉച്ചമുതൽ ഉള്ളംകാല് വരെ മൊത്തം നനഞ്ഞാലും നാക്ക് എന്തോ ചെയ്യത്തില്ല. രഞ്ജുപാസ ഇനിയും മുക്കുന്നവരെ വാ തുറന്ന് പിടിച്ച് മുക്കണം. മുക്കിയിട്ട് നമ്മൾ ഉടനെ പൊക്കുമല്ലോ, കുടിച്ച് ചാവുകയൊന്നുമില്ല. അഥവാ ഒരു കവള് കുടിച്ചോട്ടെ, നമ്മൾ അടിച്ചിടുന്ന വെള്ളമല്ലേ. ഈ നാക്കും കൂടെ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങളൊക്കെ അങ്ങ് പരിഹരിക്കും. എന്തൊക്കെയാ പറഞ്ഞു പിടിപ്പിക്കുന്നത്? സ്തോത്രം. കോട്ടയത്തൊരു ദൈവദാസൻ പറഞ്ഞു, കൈയോടെ ഞാൻ അവളെ പിടിച്ചെന്ന് പറഞ്ഞു. ഒരു മോള് 10-16 വയസ്സുള്ളൊരു പെങ്കൊച്ച, അവൾ ഇച്ചിരി വേല കാണിച്ചപ്പം പാർശ്വവിദഗ്ധമായി അവളെ കൈയോടെ പിടിച്ചു. കൈയോടെ പിടിച്ചു എന്നുള്ള അർത്ഥം അറിയാമല്ലോ എന്തുവാ എന്ന് പറഞ്ഞാൽ, ഒളിപ്പിക്കാൻ പറ്റുന്നതിന് മുമ്പ് എന്തോ ചെയ്തു? പിടിച്ചു. അതാണ് കൈയോടെ പിടിച്ചു എന്ന് പറഞ്ഞു. ഇത് കേട്ടോണ്ട് നിന്ന് ആരാധിച്ച് പാട്ടം കൊണ്ട് തുണയും കഴിഞ്ഞാൽ പിന്നെ പിടിക്കാൻ 4 പേര് വേണം. ഒരു ആൻറ്റി എന്നെ ആരാധനയാണെന്നറിയാം. ആ പുള്ളിക്കാരി പറഞ്ഞു പിടിപ്പിച്ച് പാർശ്വ ഞങ്ങളുടെ കൊച്ചിൻ്റെ കയ്യെ കയറി പിടിച്ചെന്ന്. സ്നാനം മൊത്തം ആട്ടങ്കൽ, ആരാധന മൊത്തം ആട്ടങ്കൽ, അന്യഭാഷ മൊത്തം ആട്ടങ്കൽ എടുത്തൊരു പുള്ളിക്കാരിയാണ്. പാർശ്വ പറഞ്ഞ് ഞാൻ കൈയോടെ പിടിച്ചു അവളെ. പാർശ്വ കയ്യെ കയറി പിടിച്ചെന്നാ. എന്തെല്ലാം പ്രശ്നമായ സഭയ്ക്കകത്തുണ്ടായ കൂലുമാല് പിന്നെ പറയണ്ട. സ്നാനപ്പെട്ട് കഴിഞ്ഞ് പറഞ്ഞൊപ്പിക്കുന്ന ഓരോ ഏട്ടപ്പാടുകളുണ്ടല്ലോ, നാവിന് കടിഞ്ഞാണിട്ടോണം. സ്നാനപ്പെട്ടവരെല്ലാവരും എന്തോ ചെയ്തോണം? നാവിന് കടിഞ്ഞാണിടണം. ഒരപ്പനും അമ്മയ്ക്കും 3 മക്കൾ, അഹരോൻ, മിരിയാം, മോശ. പ്രഗത്ഭന്മാരാ. അഹരോൻ ആരായിരുന്നു? 1ാമത്തെ ആചാര്യൻ. മിരിയാം ആരായിരുന്നു? പ്രവാചിക, വോർഷിപ്പ് ലീഡറാ. മോശ ആരായിരുന്നു? ഇസ്രായേലിന്റെ രാഷ്ട്രശില്പിയാണ്. 3 എണ്ണത്തിന്റെ നാവ് പിഴച്ചതുകൊണ്ട് ദൈവം കനാനി കൊണ്ടുപോയില്ല. മോശ അധരങ്ങളിൽ അവിവേകം സംസാരിച്ചു. മിരിയാം മോശയ്ക്കെതിരെ ദൂഷണം സംസാരിച്ചു. അത് യഹോവ കേട്ടു, യഹോവയ്ക്ക് അനിഷ്ടമായി. അഹരോൻ വ്യാജം സംസാരിച്ചു. പുറപ്പാട് ദിവസം 32 വായിച്ചു നോക്കണം നിങ്ങൾ. 3 പേരെ ദൈവം അവിടെ കൊണ്ടുപോയില്ല. അപ്പം നാവ് പഠിച്ചവരെ ഒന്നും ദൈവത്തിന് വേണ്ടെന്ന്. സ്നാനപ്പെട്ട ശേഷം അരുതരുതാത്ത സംസാരിച്ചുകൊണ്ടാണ് കുശുമ്പും കുന്നായ്മയും ഏഷണിയും പൈശന്യം ഒക്കെ പറഞ്ഞുകൊണ്ട് നടക്കരുതെന്നായി പറഞ്ഞത്. സ്നാനപ്പെടുന്നതല്ല കാര്യം, സ്നാനാനന്തര ജീവിതം സൂക്ഷിക്കുന്നതാണ് കാര്യം. അപ്പൊ സ്നാനം എന്താണ് എന്ന് നമ്മൾ ചിന്തിച്ചു, അതിൻ്റെ ആവശ്യകത, അതിൻ്റെ അനന്ത സാധ്യത അല്പമായിട്ട് ചിന്തിച്ചു. സ്നാനാനന്തര ജീവിതത്തിൻ്റെ ഗംഭീരമായ നിലപാട് നമ്മൾ അറിയണം. 4, 3, 7 കാര്യം 6-ാം അധ്യായത്തിൽ നിന്ന് മാത്രം ഞാൻ തന്നിട്ടുണ്ട്, മറന്നു പോകരുത്. റോമാലേഖനം 6-ാം അധ്യായത്തിൽ 6:2 പറയുന്നു, ഇനി പാപത്തിൽ എന്ത് ചെയ്യരുത്? ജീവിക്കരുത്. 6:6 പറയുന്നു, ഇനി പാപത്തിന് എന്ത് ചെയ്യരുത്? അടിമപ്പെടരുത്. 6:12 പറയുന്നു, പാപം നിങ്ങളുടെ മർത്തി ശരീരങ്ങൾ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി എന്ത് ചെയ്യരുത്? വാടരുത്. ഇനിയും അതുമായിട്ട് 3, 4 പദങ്ങൾ ഞാൻ തന്നത്. 6:6 പറയുന്നു എന്തോ ചെയ്യണം? അറിയണം. 6:8 പറയുന്നു നാം എന്തോ ചെയ്യണം? വിശ്വസിക്കണം. 6:11 പറയുന്നു നാം എന്തോ ചെയ്യണം? ദൈവത്തിന് ഉള്ളവരാണെന്ന് പരിഗണിക്കണം. 6:19 പറയുന്നു നമ്മുടെ ശരീരത്തെയും അവയവങ്ങളെയും ആർക്ക് വേണ്ടി? ദൈവത്തിനായി, നീതിക്കായി സമർപ്പിക്കണമെന്ന് പറയുന്നു. ഇതാണ് സ്നാനാനന്തര ജീവിതം. 6-ാം അധ്യായം പറയുന്നത്. 9-ാം അധ്യായം നിങ്ങൾക്ക് 3-ാം അധ്യായം നിങ്ങൾക്ക് ഹോംവർക്കായി തരുന്നു. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ അടുക്കടുക്കായി സ്നാനാനന്തര ജീവിതത്തിന്റെ ഒട്ടനവധി കാര്യങ്ങൾ പറയുന്നുണ്ട്. 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു, ഉയരത്തിലുള്ളത് എന്തോ ചെയ്യണം? അന്വേഷിക്കണം. 2-ാം വാക്യം പറയുന്നു, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് എന്തോ ചെയ്യണം? ചിന്തിക്കണം. 5-ാം വാക്യം പറയുന്നത് കണ്ടോ? മരിപ്പിക്കണം. ശരീരത്തിന്റെ അവയവ വ്യവസ്ഥിതികൾ എന്തോ ചെയ്യണം? 5-ാം വാക്യം, ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധന, അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ. ദുർനടപ്പ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്നറിയാവോ? സ്നാനപ്പെട്ടവർ ശ്രദ്ധിച്ചോണം. ദുർനടപ്പിലേക്ക് പോകരുത് ശരീരം.
മനസ്സ് ദുർനടപ്പിലേക്ക് പോകരുത്. നിയമവിരുദ്ധ ലൈംഗികതയാണ് ദുർനടപ്പെന്ന് പറയുന്നത്. അവിവാഹിതാവസ്ഥയിലും വിവാഹിതാവസ്ഥയിലും ശരീരം നിയമവിരുദ്ധ ലൈംഗികതയിലേക്ക് പോകരുത്. അത് സൂക്ഷിച്ചോണം. ഇന്നത്തെ എല്ലാ ചലച്ചിത്രങ്ങളും എല്ലാ ഇടപാടുകളും സോഷ്യൽ മീഡിയയിൽ 10 കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ 7 എണ്ണവും ലൈംഗികതയുടെ അതിപ്രസരങ്ങളുള്ളതാണ്. വല്ലാത്ത ഗതികേടുകളാണ്. കുഞ്ഞുങ്ങൾ കാണുന്നത് കേൾക്കുന്നതും അവർ പരസ്പരം സംസാരിക്കുന്നതിനകത്തൊക്കെ ലൈംഗിക ചുവകളുണ്ട്. അതുകൊണ്ട് ദുർനടപ്പ് അതിനെ മരിപ്പിക്കണമെന്ന് പറയുന്നത്. ഭോഗാലസ ജീവിതത്തിൻ്റെ ഒരു വല്ലാത്ത അധമ സംസ്കാരത്തിലാണ് നമ്മുടെ തലമുറകൾ ജീവിക്കുക. അത് വരാതെ, അതവരെ ഏശാതെ അവരുടെ മനസ്സും മനസ്സാക്ഷിയും ദൈവം മുൻപാകെ ശുദ്ധമാകണം. സ്നാനപ്പെട്ടവരതിന് മാതൃക കാണിച്ചേ പറ്റുള്ളൂ. 8-ാം വാക്യം പറയുന്നത് ദുർഭാഷണം അടക്കമുള്ളത് എന്ത് ചെയ്യണം? വിട്ടുകളയണമെന്നാണ് 8-ാം വാക്യത്തിൽ പറയുന്നത്. ഇപ്പോഴോ നിങ്ങൾ കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെ എന്ത് ചെയ്യണം? വിട്ടുകളയണം. 9-ാം വാക്യത്തിൽ പറയുന്നത് പഴയ മനുഷ്യനെ എന്തോ ചെയ്യണം? ഉരിഞ്ഞു കളയണം. പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയണം. 10-ാം വാക്യത്തിൽ പറയുന്നു പുതു മനുഷ്യനെ എന്തോ ചെയ്യണം? ധരിക്കണം. സ്നാനപ്പെട്ടവർ ചെയ്യേണ്ട കാര്യമാണ് പറയുക. 13-ാം വാക്യം പറയുന്നത് എന്താ? യേശു ക്ഷമിച്ചതുപോലെ നമ്മൾ എന്തോ ചെയ്യണം? പരസ്പരം ക്ഷമിക്കണം. സ്നാനപ്പെട്ടവൻ കോപവും പകയും വെച്ചോണ്ടിരിക്കരുത്. ക്ഷമിക്കണം, വിട്ടുകളയണം. സഹിക്കാൻ, വഹിക്കാൻ, പൊറുക്കാൻ, താങ്ങാൻ, കരുതാൻ, കൂടെ നിൽക്കാൻ ഒക്കെ നമുക്ക് കഴിയണം. നമുക്കിട്ട് പാര വെച്ചതാണെങ്കിൽ പോലും അവരെ കൂടുതൽ സ്നേഹിച്ചോണം. മനസ്സിലായില്ലേ? അതാണ് സ്നാനാനന്തര ജീവിതത്തിന്റെ അനുഭവം. ഓക്കെ. അതുപോലെ തന്നെ 15-ാം വാക്യം പറയുന്നത് ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ എന്ത് ചെയ്യണം? സ്നാനപ്പെട്ടവൻ അയ്യോ 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 എന്നും പറഞ്ഞ് നടക്കരുത്. അത് നോക്കിക്കേ. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ. സ്നാനപ്പെട്ട ഒരു വ്യക്തി ബമ്പർ അടിച്ച പോലെ നടക്കണം. മനസ്സിലാകുന്നുണ്ടോ? പ്രാഗൽഭ്യത്തോടെ നടക്കണം. കവലയിറങ്ങി ഒരു ചായ കുടിക്കാൻ കാശ് കീശ കാണത്തില്ല. പക്ഷേ ആ നടപ്പും പാവവും ഒക്കെ കാണും. ചുമ്മാ പൊങ്ങച്ചം കാണിക്കണമെന്നല്ല ഞാൻ പറഞ്ഞു. ആരോട് ഇരക്കാതെ, ആരോടും തരാമോ തരാമോ എന്ന് ചോദിക്കാതെ. ഇത് ഇരിക്കുമ്പോൾ ഒരയ്യോ, എഴുന്നേൽക്കുമ്പോൾ ഒരയ്യോ, ചരിയുമ്പോൾ ഒരയ്യോ, അയ്യോ അയ്യോ അയ്യോ, വയ്യ 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 വയ്യ, ഇല്ല 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 ഇല്ല. ഈ 3 പദങ്ങൾ സ്നാനപ്പെട്ടവൻ്റെ വായി വരരുത്. ഏതൊക്കെയാ 3 പദങ്ങൾ? ഏതാ? അയ്യോ 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 എന്ന് നമ്മൾ പറയരുത്. കാരണം ഹൈന്ദവ സഹോദരങ്ങൾ അവരുടെ ദൈവത്തെ വിളിക്കുന്നതാണ് അയ്യോ 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 എന്ന്. അയ്യനേ എന്ന് വിളിക്കുന്ന വിളിയാണ് ഏത്? അയ്യോ എന്ന്. നമ്മൾ കർത്താവേ, എൻ്റെ യേശുവേ, എൻ്റെ ദൈവമേ എന്ന് വിളിക്കുന്ന പോലെ അവരവരുടെ ദൈവത്തെ വിളിക്കുന്ന ഏത്? അയ്യോ, അയ്യനേ എന്നുള്ളതാണ്. അപ്പം നമ്മളിരുന്ന് വിളിച്ചാൽ പുള്ളി വെളിപ്പുറത്ത് വരും. വെളിപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ പോകാൻ എന്നാ പാടാന്നറിയോ? രഞ്ജിപ്പാസ് ചോദിക്കുക, നിനക്കെന്നാ ഇവിടെ കാര്യം? ഈ വീട്ടിൽ നിനക്കെന്നാ കാര്യം? അത് കുഞ്ഞുമാമ എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക, വരാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് വന്നാന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. നമ്മളായിട്ട് വിളിച്ച് വരുത്തരുത്. മനസ്സിലായോ? അയ്യോ അയ്യോ നമുക്ക് പറയാനുള്ളതല്ല. അത് കഴിഞ്ഞാൽ വേറൊരു പദമായത് വയ്യ 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 വയ്യ. എൻ്റെ മനുഷ്യനെ എനിക്കെങ്ങും വയ്യ, പക്ഷേ എനിക്ക് വയ്യ എന്നൊക്കെ നമ്മൾ കൂടെ പറയണ്ട. വയ്യ വയ്യെന്ന് പറയരുത്. ക്രിസ്തുവിന്റെ സമാധാനം അകത്തുള്ളവൻ എന്തോ പറയരുത്? ഈ അയ്യോ അയ്യോ വയ്യ വയ്യ പറയരുത്. അത് കഴിഞ്ഞ് വേറൊരു ഇതിന്റെ മൂത്ത ചേട്ടനാ വേറൊരു സാധനം വരുന്നു. ഇല്ല. സുഖമുണ്ടോ? ഇല്ല. വല്ലതും കഴിച്ചോ? ഇല്ല. മക്കൾ വിളിച്ചായിരുന്നോ? ഇല്ല. ആശുപത്രി പോയോ? ഇല്ല. ഉപവാസപ്രാർത്ഥന നടക്കുക വരുന്നോ? ഇല്ല. എന്തോ ചോദിച്ചാലും എന്തേ പറയുള്ളൂ? ഇല്ല. മനസ്സിലായോ? അങ്ങനെ ഇല്ലത്തമ്മമാരായിട്ട് മാറരുത്. ഇല്ല ഇല്ല എന്ന വർത്തമാനമല്ല. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിനും മതിയായി കർത്താവ് എന്നെ നടത്തുന്നു. അതാ ക്രിസ്തുവിന്റെ സമാധാനം. ക്രൂശും എടുത്തുകൊണ്ട് പോകുന്ന കരഞ്ഞോണ്ടല്ല. ആണോ? കരഞ്ഞോണ്ടല്ല കർത്താവ് ക്രൂശും കൊണ്ട് പോകുന്നത്. സന്തോഷത്തോടെയാ പോവുക. മുഖത്തെ രോമം വെട്ടിച്ച് പിഴുത് പറിക്കുമ്പോൾ തന്നെ താല്ലി തകർക്കുമ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച മാനസികാവസ്ഥയില്ലേ? അതാണ് ക്രിസ്തുവിന്റെ അത് നമ്മുടെ ഉള്ളിൽ വാഴണം. നാളെ എന്തോ സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. നാളെ എന്തോ സംഭവിക്കാമെന്നറിയില്ല. അറിവുകേടുകൾ ഒത്തിരി ഉണ്ട്. നാളെ എന്തോ സംഭവിക്കുമെന്ന് അറിയില്ല. പക്ഷേ ആ അറിവുകളുടെ ഇടയിൽ ഒരറിവ് നമുക്കുണ്ട്. ആരാ എന്നെ പിടിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. ആരാ എന്നോട് വാഗ്ദത്തം ചെയ്തതെന്ന് എനിക്കറിയാം. ആ അറിവിന്റെ തിളക്കത്തിൽ ജീവിക്കണം. ഇനിയും 3:16 വാക്യം നോക്കിക്കേ. 3:16 വാക്യം പറയുന്നത് ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി നിങ്ങളുടെ ഹൃദയങ്ങളിൽ എന്തോ ചെയ്യണം? വസിക്കണം. വചനമകത്ത് വസിക്കണം. ഇങ്ങനെ ഒട്ടനവധി നിർദ്ദേശങ്ങളുണ്ട് സ്നാനപ്പെട്ടവരോട്. അത്